ട്രഡീഷണൽ പാറ്റേൺ ആണ്. ഒരു വൈറൂസി എങ്ങനെ ട്രഡീഷണലോ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ട്രഡീഷണൽ പാറ്റേൺ ആണ്. ഇത് റെട്ടപ്പെട്ട ബോർഡർ വിത്ത് ഗ്യാപ്പ് ബോർഡർ സ്റ്റൈലിൽ റെട്ടപ്പെട്ട ബോർഡർ. അതിന്റെ പേര് സിറിഞ്ച് പാറ്റേൺ ആണ്. 14 സംതിങ് ആ റേഞ്ചൊക്കെ വരുള്ളൂ. പ്ലാറ്റിനം ജ്വല്ലറി. ഇതാ ഇത് കളർ നോക്കൂ ചേച്ചി. അയ്യോ എനിക്കിപ്പോ കാണുമ്പോ തന്നെ ഇതാവണം. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു സാരിനെ സെമി ബനാറസി സാരി. ആക്ച്വലി 16,500 ആണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു 14. അപ്പൊ ഡിസ്കൗണ്ട് ഉണ്ട്. 5,000 6,000 റേഞ്ചിൽ നിങ്ങൾക്ക് ഗിഫ്റ്റിങ്ങിനൊക്കെ പറ്റിയ സാരികൾ. സെന്ററിലേക്ക് കാറിൽ വരുമ്പോ പോണ വഴിയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 560 സ്റ്റാർട്ടിംഗ് ആണ് സാരിയുടെ റേറ്റ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വേണമെങ്കിൽ ചെയ്ത് തരാം. അത് കമന്റ് സെക്ഷനിൽ അങ്ങനെ പറയണം കേട്ടോ. ഇത് ഒന്നും പറയാലോ, അടിപൊളി. ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്നത് ലൈൻസും ചെക്സും ആണ്. അതിന്റെ ഉള്ളിൽ ഒരു കിളി, കൂട്ടിന്റെ ഉള്ളിൽ വരുന്ന കിളി. ഡിഫറെന്റ് ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു സാരി. ഇത് കുത്തമ്പളിയിലാവണ പുതിയ പാലാണ് കേട്ടോ. മമ്മി കാര്യമായിട്ട് ഒരുങ്ങിയിട്ടില്ല. പിന്നെ വരുന്നവർക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റും കൊടുക്കാറുണ്ട്. മാനും നല്ല ബ്യൂട്ടിഫുൾ മയിൽ പാറ്റേൺ ഒക്കെ വന്നിട്ട് യൂണിക് ആയിട്ടുണ്ടാവും. നമ്മൾ സ്വന്തമായിട്ടും നെയ്പ്പിക്കുന്നതാണ് ഇതൊക്കെ. 3 ചെറിയുടെ കളർ കോമ്പിനേഷൻ ആണ്. ഗോൾഡ്, സിൽവർ, കോപ്പർ. നിങ്ങൾ ഈ വയലറ്റ് കളറിൽ പോയി കഴിഞ്ഞാൽ യു സ്റ്റണ്ണിങ് ആയിട്ടുണ്ടാവും. ബോർഡർ നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ റെട്ടപ്പെട്ട ബോർഡറാണ് വന്നിരിക്കുന്നത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുത്താമ്പുളി. യെസ്, ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ശുഭരാഗ ടെക്സ്റ്റൈൽസിന്റെ ഓണറിന്റെ മോള്. പക്ഷെ ശുഭരാഗ ടെക്സ്റ്റൈൽസ് ശുഭരാഗയാണ്. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ കാറിന്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കുത്താമ്പുളിക്കുള്ള ലൊക്കേഷനാണ് കാണിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എക്സാക്ട് എവിടെയാണ് നിൽക്കണേ? ഇപ്പൊ എക്സാക്ട് നമ്മള് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ നമ്മള് എവിടെയാണ് നമ്മള് കുത്താമ്പുളിക്ക് കയറേണ്ടതെന്ന് വണ്ടിയിൽ വരുവാണെങ്കിലും നമ്മളിവിടെ HP പെട്രോൾ ബങ്ക് ഉണ്ട് ലെഫ്റ്റ് സൈഡില്. പെട്രോൾ പമ്പ് ബങ്കല്ല പമ്പ് ഉണ്ട്. അതെ, വണ്ടിയിൽ പെട്രോൾ അടിക്കാറില്ലേ മോളെ? പെട്രോൾ പമ്പ് കേട്ടോ, പെട്രോൾ പമ്പ്. അപ്പൊ ലെഫ്റ്റ് സൈഡില് HP. കഴിഞ്ഞ ഉടനെ മീൻസ് കുറച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അപ്പൊ ഈ ഒരു വഴി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് തുടങ്ങായി. അപ്പൊ നമ്മള് കുറച്ചങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ബസ് സ്റ്റോപ്പ് ഇവിടെ തന്നെയാണോ വരുന്നത്? ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ തന്നെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റ് സൈഡ് പാരീസ് ഹോട്ടൽ ഉണ്ടാവും. റൈറ്റ് സൈഡില് ഒരു പാരീസ് റെസ്റ്റോറന്റ് ഉണ്ടാവും. റെസ്റ്റോറന്റ് ആണ് കാണുന്നത് കേട്ടോ. റെസ്റ്റോറന്റ് കഴിഞ്ഞതും നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കണു. ഓക്കെ, വന്ന് നമ്മള് ഡയറക്റ്റ് നമ്മള് കുത്താമ്പളിയുടെ മെയിൻ സെന്ററിലേക്ക് കാറിൽ വരുമ്പോ പോണ വഴിയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബസ് വഴിക്കാണെങ്കിൽ നമുക്ക് അവിടെ സെന്ററിൽ പോയി ഇറങ്ങും. തിരുവില്ലാമല സെന്ററിൽ നിന്ന് നിങ്ങൾ ബസ്സോ ഓർ ഓട്ടോ യു ക്യാൻ ടേക്ക് ഫ്രം തിരുവില്ലാമല ബസ് സ്റ്റാൻഡ്. ഓക്കെ, ഇനി അവിടുന്ന് വേറെ ബസ് കയറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ ഇതേ ഈ 4 റോഡിലാണ് വന്ന് ജോയിൻ ആവുക. ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിണർ സ്റ്റോപ്പ് അല്ലേ? കിണർ സ്റ്റോപ്പ്. ശരിക്കും ആക്ച്വലി കുത്താമ്പുളി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ശരിക്കുള്ള കുത്താമ്പുളി എന്ന് പറയുമ്പോൾ ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് തൊട്ടാണ് അല്ലേ? അതെ, 5 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാലാണ് കുത്താമ്പുള്ളി. വരണ വഴിക്ക് ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും. നിങ്ങൾ ഏത് കട നോക്കി വരുന്നുണ്ടോ, നമ്മുടെ ഈ ശുഭരാഗൊക്കെ പറയുന്നത് ലാസ്റ്റ് ഏറ്റവും കുത്താമ്പുള്ളിയുടെ സെന്റർ ഓഫ് കുത്താമ്പുള്ളിയാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ആയിരിക്കുന്നത്. അപ്പൊ ഈ കുത്താമ്പുള്ളിയിൽ ഇപ്പൊ ശുഭരാഗിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം സാരീസ്, അതും പട്ട് സാരികൾ മാത്രം അന്വേഷിച്ച് നടന്ന് വരുന്നവർക്കാണെങ്കിൽ അത് മാത്രം കിട്ടുന്ന ഒരു. ഇപ്പോ കല്യാണ പർച്ചേസിനൊക്കെയാണ് വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫേഴ്സ് നമ്മൾ ചെയ്യുന്നത് തരുന്നതായിരിക്കും. അതിലാണ് നിങ്ങൾക്ക് കളക്ഷൻസ് അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് വന്ന് എടുത്താൽ മതി. ബിക്കോസ് ഞാൻ പറഞ്ഞ കളക്ഷൻസ് അത്രയും ഞാൻ കോൺഫിഡൻറ്റ് ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് വി ആർ മാനുഫാക്ചറേഴ്സ് ആൻഡ് വി ആർ ഹോൾസെയിലേഴ്സ് ഓഫ് പ്യുവർ സിൽക്ക് സാരീസ്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസും അതുപോലെ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ 1.5 വാർപ്പിന്റെ സാരി ഞാൻ 4 വാർപ്പ് എന്ന് പറഞ്ഞ് വിറ്റിട്ടില്ല. എന്തൊക്കെ സാരി ഗിഫ്റ്റിങ്ങിന് പറ്റിയ പോലെ വാർപ്പ് കുറവുള്ള സാരികളുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എന്തായാലും ഈ ഒരു റോഡിന്റെ ലുക്കാണ് ഇപ്പൊ കാണിക്കുന്നത്. നിങ്ങൾ വരണ വഴിക്ക് ഇപ്പൊ വന്നിട്ട് വരണ വഴിക്ക് ഒരുപാട് ഷോപ്പുകൾ അവരവരുടെ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും വിളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ എവിടെ നോക്കി വരണോ അവിടെ തന്നെ നിങ്ങൾ നോക്കി വരണം. ഓക്കെ, അത് മാത്രമേ എന്റെ റിക്വസ്റ്റ് ഉള്ളൂ. ഇതിപ്പോ എത്ര കിലോമീറ്റർ ആയി? ഇപ്പൊ നമ്മള് ഏകദേശം നമ്മള് 1 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. നമുക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. എന്തായാലും എത്താറാകുമ്പോഴേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കാണിക്കാം. കുറച്ചുകൂടി പോവാനുണ്ട് നമുക്ക്. അതെ, ഇനി ഞാൻ വരണ വഴി ഞാൻ കാണിക്കാനുള്ള മെയിൻ കാരണം വന്നിട്ട് എനിക്ക് വരണവര് ഒരുപാട് കംപ്ലൈന്റ്സ് ആണ്. കുത്താമ്പുള്ളിയിൽ നമ്മൾ എത്തിക്കാൻ വിടുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഞാൻ കാണിക്കാനുള്ള കാരണം വരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഒരു വഴി കണ്ട് ആ വഴിക്ക് തിരിയാണ്ട് നേരെ പോവാണ്ട് ഏതൊരു നിങ്ങൾക്ക് ഡൗട്ടും വേണ്ട. ഞാനിപ്പോ കാണിക്കുന്നത് കറക്റ്റ് നമ്മുടെ ഷോപ്പിന് മുമ്പിൽ ഞാൻ കൊണ്ടുപോയി എത്തിക്കും. അതുപോലെ അങ്ങനെ നിങ്ങൾ ഒരു വഴിക്കും നിങ്ങൾ മാറണ്ട, അങ്ങനെ കയറി വന്നാൽ മതി.
അപ്പൊ ഓട്ടോയിലായാലും നമ്മളോട് ഈ ഇത് ഇങ്ങനെ ഈ വഴിക്കാണ് പോണ്ടത്, ഈ വഴിക്കാണ് പോണ്ടത്, ഇങ്ങനെയാണ് പോണ്ടത് എന്നൊക്കെ പറഞ്ഞ് പോവാ. അതാ ബസ് പോണ റൂട്ട്, ഇതാ ബസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ബസ് പോണ റൂട്ടിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് കിണർ സ്റ്റോപ്പ് അല്ലേ? അതെ അതെ. അപ്പൊ ഈ ബസ് എന്ന് പറയുമ്പോ അവിടുന്ന് പിടിക്കണ ബസ്സിന് എന്തൊക്കെയാ പേര് പറയാ അവിടെ? ഏതൊക്കെ ബസ് വരെ ഇപ്പൊ ഇങ്ങനെ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ടാവല്ലോ. കുത്താമ്പുളിന്ന് എഴുതിയിട്ടുണ്ടാവും. കുത്താമ്പുളിന്ന് എഴുതിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് കൂടുതലൊരു ബസ്സിൽ കയറിയിട്ടില്ലേ കുട്ടി, അതാണ് ഏത് നേരം നമ്മൾ ഇങ്ങനെ വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെയൊന്നും പറയില്ല ചേച്ചി. ഞങ്ങൾ ബസ്സിലൊക്കെ സഞ്ചരിച്ചതാണ്. പക്ഷെ അതൊക്കെ എന്റെ സ്കൂൾ കാലത്തിൽ, ഞാൻ സ്കൂൾ കഴിഞ്ഞ ഉടനെ കോളേജെല്ലാം കോയമ്പത്തൂര്. സോ അതുകൊണ്ട് എനിക്ക് വലിയ ലൈക്ക് എന്താ പറയാ ഇല്ല. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചോണ്ട് പിന്നെ അവിടത്തെ ഇത് അങ്ങനെ മാറിപ്പോയി. തമിഴ്നാട്ടിലാണെങ്കിൽ ബസ്സിന് ടിക്കറ്റ് കൊടുക്കണ്ട, ഫ്രീ അല്ലേ? ഓക്കെ, എന്തായാലും നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇനി സ്ട്രെയിറ്റ് വരിക, ഈ പഴശ്ശിരാജ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ സൈഡില് പഴശ്ശിരാജ സ്കൂളുണ്ട്, അതും കഴിയണം. ആ പഴശ്ശിരാജ സ്കൂളിന്റെ അവിടെയും സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ പഴശ്ശിരാജ സ്കൂളിന്റെ അവിടെ ഇറങ്ങണ്ട, കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരു 5 കിലോമീറ്റർ എങ്കിലും എത്തണം. അതെ. ഇത് കുത്താമ്പളിയിലാണ്, പുതിയ പാലാണ് കേട്ടോ. പുതിയ വരുന്നവരൊക്കെ കുത്താമ്പളി മൈനൂർ പാലം. ഓ, അത് നമ്മള് കണ്ടില്ല. എന്തായാലും ലെഫ്റ്റ് സൈഡിൽ അത് പോയി. അത് ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കണം അല്ലെ? അതെ, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ, ഒരുപാട് കൊല്ലത്തിന്റെ അല്ല, അതപ്പോ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും നമുക്ക്. എളുപ്പമുണ്ടാവും കുറച്ചും കൂടി. ഓക്കെ, കുറച്ചുകൂടി സമയം ലാഭിക്കാം അല്ലെ ആ വഴിക്കൂടെ വരാണ്. അതെ അതെ. അത് ഇനി എപ്പോഴാ തുറന്നു വിടാന്നൊന്നും അറിയില്ല. എന്തായാലും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതെ, എന്തായാലും ഉടനടി പ്രതീക്ഷിക്കാം. കുറേ കടകളുണ്ട്. ഇത് കുത്താമ്പുളി എന്ന് പറയുമ്പോ ഇനി ഉള്ളിലേക്ക് കയറും തോറുമാണ് ശരിക്കുള്ള കുത്താമ്പുളി അല്ലെ? അതെ അതെ. ഇവിടെ തന്നെയാണോ വീവിങ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇവിടെ ഞങ്ങളുടെ വീടിന് മുമ്പിലൊക്കെ ഒരുപാട് വീവിങ് ഉണ്ട്. നമ്മുടെ ഷോപ്പിന് വരാൻ ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഈ വഴി കൂടെ ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മുടെ ഷോപ്പ് വരും. നമ്മൾ കുറച്ചും കൂടി ഈസിയസ്റ്റ് വേണം ഞങ്ങൾ കാണിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് റൈറ്റ് സർക്കാർ കിണർ ഇപ്പൊ വന്നത്. ശുഭരാഗ ടെക്സ്റ്റൈൽസ് എന്ന് എഴുതിയിട്ടുണ്ടാവും ബോർഡ് ആ സൈഡില്. ജസ്റ്റ് സർക്കാർ കിണർ കഴിഞ്ഞു. അതെ, ഞാൻ ഫസ്റ്റ് ഇപ്പൊ കാണിച്ചില്ലേ, അതെന്താ സർക്കാർ കിണർ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോ നമ്മുടെ ഷോപ്പ് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. പിന്നെയും കുറച്ചുകൂടി തിരിഞ്ഞു കഴിഞ്ഞാൽ അതെ ശുഭരാഗ. എവിടെ നോക്കിയാലും ബോർഡ് എവിടെയുണ്ട് ശുഭരാഗ ടെക്സ്റ്റൈൽസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഇനി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളപ്പോ എത്താറായിട്ടുണ്ട് നമ്മുടെ ശുഭരാഗ ടെക്സ്റ്റൈൽസിലേക്ക്. യെസ്, അപ്പൊ ഇവിടെ തന്നെ നമുക്ക് അത്യാവശ്യം കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഏകദേശം ഒരു 4-5 കാർസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ, ബെൽറ്റ് ഒക്കെ ഒന്ന് ഞാൻ പാർക്ക് ചെയ്തിട്ട് തന്നെ വരാം. പാർക്ക് ചെയ്തിട്ട് വരണ്ട, ഇപ്പൊ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യൂ. ഇറങ്ങിക്കോളൂ കുട്ടി, ഇറങ്ങൂ. കാണിച്ചു തായോ ഞങ്ങക്ക് ഞങ്ങളുടെ ശുഭരാഗനെ. വാ വാ. അങ്ങനെ ഞങ്ങക്ക് ഓണർ ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെ കേറാവാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ശരിക്കുള്ള ശുഭരാഗ ടെക്സ്റ്റൈൽസിന്റെ ഫ്രണ്ട് വ്യൂ കാണുന്നത്. കുട്ടി വരൂ, ചേച്ചി കമ്മിങ്. ഇതാണ് ശുഭരാഗ. ഇപ്പൊ ഇവിടെ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ബാക്കിലും ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഇനി ഉള്ളിൽ കയറി നോക്കാൻ എന്തൊക്കെയാണ്. അതിനു മുന്നേ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു സാരിനെ, സെമി ബനാറസി സാരി. യെസ്, ഇതിന് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് ഒക്കെയാണ് വരിക. ഒരു 2000 റേഞ്ച് ഒക്കെ വരുള്ളൂ. പക്ഷെ സാരി കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ഹെവി സാരി ഉടുത്ത സെയിം ഫീൽ തന്നെ വരും. അപ്പൊ നല്ല ഫ്ലോയി ആണ്, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കും.
കളർ അടിപൊളിയാണ്. ഇതില് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഡിസൈൻസ് അവൈലബിൾ ആണ്, വേറെ പാറ്റേൺസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ 2000 ആ ഒരു റേഞ്ച് ആണെന്ന് വിചാരിച്ചിട്ട് ഈ റേഞ്ച് അല്ല നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത്. മൊത്തം ഹെവി റേഞ്ചിലുള്ള ഹെവി കളക്ഷൻസ്, ബ്രൈഡൽ കളക്ഷൻസ് ആണ്. അപ്പൊ ബിക്കോസ് കല്യാണ സീസൺ ഓൺ ദ വേയിലിരിക്കുന്നു. സോ ജൂൺ ഓഗസ്റ്റില് വരുന്ന കല്യാണത്തിന് എല്ലാരും നോക്കുക, മറക്കാതെ. വേറെ ആരെങ്കിലും കാണേണ്ട പറഞ്ഞ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ പുതിയ ട്രെൻഡി കളക്ഷൻസ് നമുക്ക് കാണാം കേട്ടോ. അതും സാരീസ് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. അതെ, എന്തായാലും അടിയിലും മുകളിലായിട്ട് മൊത്തം സാരീസ് ആണ് ഇരിക്കുന്നത്. അതെ ചേച്ചി. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ അവിടെ പോയ സമയത്ത് ഇവിടെ ആരും നോക്കാനായിട്ട് കട മമ്മി വിളിക്കും മമ്മിനെ. മമ്മി 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 കാര്യമായിട്ട് ഒരുങ്ങിണ്ടല്ലോ. പിന്നെ ഷെൽമി നോക്കാൻ വരുന്നുണ്ട്. ഇത് ഈ സാരിനെ കുറിച്ച് പറഞ്ഞേ. എന്റെ മമ്മി എടുത്തിരിക്കുന്നത് ടിഷ്യൂ സാരിയാണ്. 3 gram ജെറിയിലെ പ്യോർ ഗോൾഡൻ ജെറി വീവ് ചെയ്ത സാരിയാണ് എന്റെ മമ്മി എടുത്തിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് എത്രയാ? ഇത് 46 സംതിങ് എന്തോ ആണ് ആ ഒരു റേഞ്ച്. അപ്പൊ ലോ റേഞ്ച് ആയാലും ഹൈ റേഞ്ച് ആയാലും നല്ല കളക്ഷൻസ് ഇവിടെ. പിന്നെ ബനാറസി ചുരിദാർ ആയാലും. ചുരിദാർ ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ അതെ അതെ ചുരിദാർ ഫുൾ റെഡിമെയ്ഡ് അല്ലല്ലോ? അല്ല, ഫുൾ റെഡിമെയ്ഡ് അല്ല, അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട്. എന്തായാലും മമ്മിയുടെ സാരി എനിക്ക് ഇഷ്ടമായി. 4 gram, 5 gram, 3 gram, 2 gram വലുതിലിരുന്ന് ചെറുത് വരെ വരാം. അപ്പോൾ അങ്ങനെയുള്ള സാരീസ് ഒക്കെ എടുക്കണം. ഇല്ല നമുക്ക് അതൊന്നും വേണ്ട, ഹാഫ് ഇഞ്ചറി അങ്ങനത്തെ ഉള്ളത് ഏത് സാരി ആയാലും, ഏത് ടൈപ്പ്, അതായത് പ്യോർ ആയാലും പ്യോർ മിക്സ് ആയാലും സെമി ആയാലും നമ്മളെടുത്ത് ഒരു 560 നിന്ന് സ്റ്റാർട്ടിംഗ് ആണ്. ഗിഫ്റ്റ് 560 നിന്ന് സ്റ്റാർട്ടിംഗ് ആണ് സാരിയുടെ റേറ്റ്. പിന്നെ പ്യോർ മിക്സ് ഒക്കെ 2000 നിന്ന് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് കൊടുക്കാനുള്ളത് വലിയ വിലയിൽ മാത്രമല്ല ചെറിയ വിലയിലുണ്ട്, ചെറിയ വിലയിൽ മാത്രമല്ല വലിയ വിലയിലുണ്ട്. അപ്പം എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വന്ന ഒരു കല്യാണ പർച്ചേസിന് ലേഡീസിന് ആവശ്യമുള്ളത്, ആവശ്യമുള്ളതില്ല, ലേഡീസിന് ആവശ്യമുള്ളത് എല്ലാ സാധനം പട്ട് സാരി നമ്മൾ ജെന്റ്സിന് ആവശ്യമുള്ളത് ഇല്ല എന്ന് പറയല്ലേ? ജെന്റ്സിന്റെ പെണ്ണുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? കല്യാണ സാരി പിന്നെ ചക്കന്മാരല്ലേ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ അപ്പൊ അവർക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഉറപ്പായിട്ടും അതൊക്കെ നമ്മൾ സ്വന്തമായിട്ടും നെയ്പ്പിക്കുന്നതാണ്. ഇതൊക്കെ കടകൾക്ക് സപ്ലൈ ചെയ്തതാണ് ഇത്ര ദിവസം. ഇപ്പം നമ്മൾ സുബ്രാഗ വന്ന ശേഷമാണ് നമ്മൾ റീറ്റെയിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ പുതിയ ഡിസൈൻസും കാണാം, വില കുറവായിട്ടും എടുത്തിട്ട്. അപ്പൊ എന്തായാലും വരൂ, എല്ലാവർക്കും ഒരുമിച്ച് കയറാം. എല്ലാം പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ശുഭരാഗ, ശുഭരാഗ എപ്പോഴും പ്രൊണൗൺസ് വിളിക്കുന്നവരും അവർക്കൊരു പേര് പ്രൊണൗൺസ് ചെയ്യുന്നത് തെറ്റാണോ കറക്റ്റ് ആണോ. ശുഭരാഗ എന്റെ പേര്, ടെക്സ്റ്റൈൽസും അതേ പേരില്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ കാണിക്കാൻ പോണത്? ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് വിന്റേജ് കളക്ഷൻസും. വിന്റേജ് കളക്ഷൻസ് പറയുമ്പോൾ ഇങ്ങനത്തെ വരുന്ന നമുക്ക് ട്രഡീഷണൽ പാറ്റേൺ അങ്ങനത്തെ വരുന്ന കളക്ഷൻസും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്രൊക്കേഡിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഫാൻസി ഇപ്പൊ ലേറ്റസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന കളേഴ്സ് ആണ് കാണിക്കാൻ പോണത്. ഓക്കെ, നമുക്ക് റേഞ്ച് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കാണിക്കാൻ മൊത്തം ഈ ഒരു ബ്രൈഡൽ ആ ഒരു ഇതൊക്കെ ഒരു 14,000 വരുന്നുണ്ട്. ഇതേ വിന്റേജ് കളക്ഷൻ നമുക്ക് 29 റേഞ്ചിലും വരുന്നുണ്ട്, 25 റേഞ്ചിൽ വരുന്നുണ്ട്. ഓരോ നമ്മൾ എന്തൊക്കെ അതിൽ ജറി യൂസ് ചെയ്യുന്നുണ്ടോ, പിന്നെ അതിൽ വർക്ക്മാൻഷിപ്പിന്റെ വില തന്നെ. ഇപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 14 സംതിങ് ആ റേഞ്ചൊക്കെ വരുള്ളൂ. ഇതാ നല്ല ട്രഡീഷണൽ ട്രഡീഷണൽ പാറ്റേൺ, ശരിക്കുള്ള കട്ടം പാറ്റേണും അതിൽ ചക്ര ബുട്ടയും വന്നിട്ട് ട്രഡീഷണൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം വലിയ സാരികൾ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യാം. പറ്റുന്നത്രയ്ക്ക് കളക്ഷൻസ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ട്രൈ ചെയ്യാം. മാക്സിമം പ്രൈസസും ഞാൻ പറയാൻ നോക്കാം. ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നതെല്ലാം വിന്റേജ് ഒക്കെ ഒരു 14+ ആൻഡ് ബ്രൊക്കേഡ് സാരികളെല്ലാം ഒരു 20+, ഒരു 20 to ഒരു 35 വരെയുള്ള റേഞ്ചസ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. അല്ലാതെ നമുക്ക് റേഞ്ച് കുറവുള്ള ഐറ്റംസ് ഉണ്ട്, സാരീസും അവൈലബിൾ ആണ്. ഇനിയിപ്പോ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് മാത്രം സാരി മാത്രം അവൈലബിൾ ആണ്. സാരി മാത്രം, പിന്നെ ചുരിദാർ മെറ്റീരിയൽ. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതും ബനാറസിയുടെ പ്യോർ ബനാറസിയുടെ ചുരിദാർ മെറ്റീരിയൽ ആണ്. അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് അത് ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഫുൾ പ്ലസ് റേഞ്ചിലുള്ള കളക്ഷൻ 20+ to 35 വരെയുള്ള റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എവിടെ ഫസ്റ്റ് ചെയ്യണം? ഫസ്റ്റ് എന്തായാലും ട്രഡീഷണൽ പിടിച്ചതല്ല, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്ന നമുക്ക് ഒരു മയിൽ ചക്ര ബുട്ട വരുന്ന പാറ്റേൺ. വാവ്, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാംഗോ യെല്ലോ കളറും അതിന്റെ ഒരു ട്രഡീഷണൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ പാറ്റേൺ ആണ്. ഒരു വൈറൂസി എങ്ങനെ ട്രഡീഷണലോ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ട്രഡീഷണൽ പാറ്റേൺ ആണ്. പിന്നെ ഇതിന്റെ ബ്ലൗസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ബ്ലൗസ്, അതിന്റെ ബോർഡറിൽ മാത്രം നമുക്കൊരു വേൽദാരി പാറ്റേണിൽ വരുന്ന പാറ്റേണിൽ നമുക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട്.
മാങ്ങ മാമ്പഴം കളർ അതിൽ പിങ്ക് അല്ലേ കൊടുത്തി. ഇതിൽ കളർ ഓപ്ഷൻസ് നമുക്ക് ഉണ്ട് ചേച്ചി. വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് ഇതില് എന്തായാലും നോർമലി ബ്ലൗസ് ഉണ്ടാവും. അതെ. പിന്നെ നമുക്ക് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ കാണിക്കാം. ഭയങ്കര യുണീക്ക് ആയിരിക്കും എനിക്കത് ഏറ്റവും, ബിക്കോസ് അത് അത്രയ്ക്കും വർക്ക്മാൻഷിപ്പ് കൂടുതലുള്ള സാരിയാണ്. വൺ ഓഫ് ദ എന്താ പറയാ, അതെ, അങ്ങനെ ജരി വന്നിട്ട് ഇൻട്രിക്കേറ്റാ പറഞ്ഞാൽ ഇത്ര ഇൻട്രിക്കേറ്റ് ആയിട്ട് ഒരു വർക്കാന്ന് നമുക്ക് തോന്നിപ്പോവും. എന്താ പറഞ്ഞാൽ ആ വർക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്കും ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. കണ്ടോ, റാണി പിങ്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് റാണി പിങ്ക് ആൻഡ് റെഡും മിക്സ്, എക്സാക്ട് മിക്സിലാണ് വന്നിരിക്കുന്നത്. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വെച്ചാൽ നമ്മൾ സ്വയമായിട്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. അതെ. പിന്നെ ഇതിന്റെ ബോർഡർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ബ്യൂട്ടിഫുൾ മാംഗോ മോട്ടീഫിലാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത്. ട്രഡീഷണൽ ബോർഡറാണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്ലൗസ് വരുന്നത് ഇതിൽ പ്ലെയിൻ ബ്ലൗസ് ആണ്, വിത്ത് ബോർഡറാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കളേഴ്സ് ഒക്കെ മാറ്റി ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിൽ മെയിൻ കളേഴ്സ് മാത്രം നമ്മൾ ഓടിപ്പിക്കുന്നത്, മെയിൻ കളേഴ്സ് മാത്രം. അല്ല, നമുക്ക് കഴിഞ്ഞ് വേറെ കളേഴ്സ് സമയം എടുക്കും. എന്താ പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കളർ ഓടിക്കൊണ്ടിരിക്കുന്ന കളറായിരിക്കും. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വേണം. സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഓടുമ്പോൾ ടക്കെന്ന് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യണതല്ല. ആ ഫുൾ ഒരു കോൺ ഫുള്ളും ഓടിക്കഴിഞ്ഞ ശേഷം വാർപ്പും അത് ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നിർത്തിയതിനു ശേഷം അടുത്തത് അങ്ങനെ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. അതിന് സമയം എടുക്കും. അതാണ് ഞാൻ പറയണത്. പിന്നെ നമുക്കൊരു ബെസ്റ്റ് കളക്ഷൻ പറഞ്ഞാൽ നോർമൽ നമുക്കൊരു 20 സ്റ്റാർട്ടിങ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു, ഇത് കളർ യൂണിക് ആയിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ വെച്ചിരിക്കുന്നത് 1 or 2 മാത്രം. എന്താ പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു വയലറ്റ് ആൻഡ് ഒരു പിങ്ക് ശരിക്കും ഇത് പറയണത് ബീട്രൂട്ട് ഷെയ്ഡാണ്. ഇതാണ് ഇതിന്റെ മുന്താണി പോർഷൻ അല്ലേ, മുന്താണി പോർഷൻ. പിന്നെ ഇത് ബോഡി പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ. ഇത് ഈ സാരിനെ കുറിച്ച് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അത്ര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പെൺകുട്ടി ഇപ്പം മന്ത്രകോടിയായിട്ട് എടുത്ത ശേഷവും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്ത് ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബ്ലൗസ് പോർഷൻ കാണിക്കാം. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നമുക്ക് ബ്രൊക്കേഡിലാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്, ബ്രൊക്കേഡ് ബ്ലൗസ്. പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ പേര് റിക്വസ്റ്റ് ആയിരുന്നു നമുക്ക് ശുഭരാഗിയിൽ ഇനി പുതിയത് എന്താന്നുള്ളത്. നമ്മൾ ഏകദേശം ഒരു 6 മാസത്തിൽ 6 months ആയി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പൊ പുതിയ കളക്ഷൻസ് എന്താ വന്നേ അപ്പൊ എന്തായാലും വിചാരിച്ചു ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു കളക്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ്. പിന്നെ ഒരു കളക്ഷൻ നമുക്ക് നോക്കാൻ പറഞ്ഞാൽ ഒരു ഇപ്പൊ നമ്മൾ ബ്രൊക്കേഡ് ആണല്ലോ കണ്ടത്. ഇത് ബ്രൊക്കേഡിൽ തന്നെ കുറച്ചും കൂടി ഫാൻസി ടൈപ്പ്. ബ്രൊക്കേഡിൽ ഇപ്പോൾ പാരന്റ്സിന്, ഇപ്പൊ മദേഴ്സ് വന്നിട്ട് എല്ലാവരും ഇങ്ങനത്തെ ബ്രൈഡൽ പോലെ വരുന്ന ബ്രൊക്കേഡ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇതിന്റെ ബോർഡറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനും മയിലും ഒക്കെ ഉണ്ടാവും. കാണിക്കാം, ഞാനത് കുറെ നേരം നോട്ടിട്ട് വെച്ചതാണ് കേട്ടോ. ആ ഒരു കണ്ടോ, മാനും നല്ല ബ്യൂട്ടിഫുൾ മയിൽ പാറ്റേൺ ഒക്കെ വന്നിട്ട് യൂണീക്ക് ആയിട്ടുണ്ടാവും. പാറ്റേൺ വരുന്നത് വെർട്ടിക്കൽ ലൈൻ. ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്നത് ലൈൻസും ചെക്സും ആണ്. ലൈൻസിൽ വന്നിട്ട് നിങ്ങൾക്ക് വെർട്ടിക്കലും നന്നായിട്ടുണ്ടാവും, ഹൊറിസോണ്ടൽ നന്നായിട്ടും. പലവരും വിചാരം നമ്മൾ വെർട്ടിക്കൽ ഇട്ടാൽ ഹൈറ്റ് ആയിട്ട് കാണും, അതൊക്കെ ഓക്കെയാണ്. ബട്ട് മുകളിലത്തെ പ്ലീറ്റ്സിലേക്ക് നിങ്ങൾ ഹൊറിസോണ്ടൽ ഇടുമ്പോൾ അത്രയ്ക്കും ഭംഗിയായിട്ടുണ്ടാവും, എടുത്ത് കാണിക്കും. ഇത് കോൺട്രാസ്റ്റ് വരുന്നത്, കോൺട്രാസ്റ്റ് പല്ലു, കോൺട്രാസ്റ്റില് ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആൻഡ് അതിന്റെ ബ്ലൗസ് വരുന്നത് നമുക്ക് പ്ലെയിനില് ഗ്രീനില്. ഓക്കെ, ഇതൊക്കെ നല്ല കോൺട്രാസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയായിരിക്കും. നിങ്ങളിപ്പോൾ പാരന്റ്സ് ആണെങ്കിലും നിങ്ങൾ അതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുണ്ടാവും. കുറച്ച് ഹെവി പീസാണ്. അതെ, ഒക്കെ 20+ ആണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ റേഞ്ച് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ 16+ ആണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക. എന്താ പറയുക, ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, റേഞ്ച് വൈസ് അല്ല. അതെ, അപ്പൊ ഒന്ന് ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. സ്ക്രീനിൽ നമ്പർ ഓടിക്കൊണ്ടിരിക്കുന്ന ആ നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ ഞാൻ കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. പിന്നെ ഒരു യെല്ലോ, ഞാൻ യെല്ലോ ഹൽദിക്കൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ. അതെ, സിൽവർ ആണല്ലേ ഇതിൽ വന്നിരിക്കുന്നത്. ഈവൻ ഫോർ റിസപ്ഷൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ പെയർ ചെയ്യാം. ഇതില് വർക്ക് അടിപൊളിയായിട്ടുണ്ട് അല്ലേ, ഭയങ്കര. ബ്രൊക്കേഡിൽ തന്നെ ഒരു യുണീക് വർക്കാണ്. ആൻഡ് ഇതിൽ ഫുൾ വന്നിരിക്കുന്നത് സിൽവർ. ഏത് ചെറിയ ഓൺലി സിൽവർ മാത്രം. അതിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഡിസൈൻസ് അത്ര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കിളി, കൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന കിളി, ഒരു എല്ലാ പാറ്റേണും അതിൽ മിക്സ് ഉണ്ട്. അതെ, ഇതൊക്കെ നമുക്ക് തന്നെ എന്താ പറയാ, ഇട്ട് വരുമ്പോ തന്നെ ഒരു ഡിഫറെന്റ് യൂണിക് ആയിട്ട് ഫീൽ ചെയ്യും. അതെ, ഓർണമെന്റ്സ് ഒക്കെ അടിപൊളി, ഒരു സൂപ്പർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ. ഇതിനൊക്കെ കോൺട്രാസ്റ്റ് ഇടാൻ ശ്രമിക്കട്ടോ. കണ്ട അവിടെ യെല്ലോയില് ഗ്രീൻ, യെസ് അല്ലേ. അതെ, പിന്നെ നമുക്കൊരു ട്രഡീഷണൽ, ഇപ്പൊ നമ്മളിപ്പോ ബ്രൊക്കേഡ് ആണല്ലോ കണ്ടത്, നമുക്കൊരു ട്രഡീഷണൽ പാറ്റേണിൽ നോക്കാം. അത് വൈറൂസിയില് വരുന്ന ബുട്ട. അത് ചെറിയ ചെറിയ ലൈൻസ്. നോർമൽ വൈറൂസി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.
ഇത് വൈറോസിലെ തന്നെ കുറച്ചും കൂടി നമുക്ക് ഹെവി ആയിട്ട് വരുന്ന പാറ്റേൺ ആണ്. ആൻഡ് നമുക്ക് ഇതിൽ ബോർഡർ നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ റെട്ടപ്പെട്ട ബോർഡർ ആണ് വന്നിരിക്കുന്നത്. റെട്ടപ്പെട്ടയിൽ നമുക്ക് ഗ്യാപ്പ് ബോർഡർ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ ഗ്യാപ്പ്. ആൻഡ് പല്ലു കോൺട്രാസ്റ്റ്, റിച്ച് പല്ലു കോൺട്രാസ്റ്റ് ഞാൻ തോന്നുന്നുണ്ടല്ലോ. ബ്ലൗസ് കോൺട്രാസ്റ്റ്, അതിൽ ലൈൻസ് വരും. ലൈൻസ് ഇതാണ് ബ്ലൗസ്. ഓക്കെ. ഈ വൈറോസി എടുക്കുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് എന്താ പറഞ്ഞാൽ നിങ്ങൾ അറ്റ് എ ടൈമിൽ നിങ്ങൾ ടിഷ്യൂ എടുത്ത പോലെ ഉണ്ടാവും, ട്രഡീഷണൽ പാറ്റേൺ എടുത്ത പോലെ ഉണ്ടാവും. അതാണ് ഈ വൈറോസിയുടെ കോൺസെപ്റ്റ്. രണ്ടും കൂടി മിക്സ് ആയിട്ട് അല്ലേ, നല്ല ബ്യൂട്ടിഫുൾ സാരി ആയിരിക്കും. ഞാൻ ജസ്റ്റ് വെച്ച് കാണിക്കാം, എന്നാൽ മാത്രമേ അതിന്റെ ഭംഗി നിങ്ങൾക്ക് അത് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. വെച്ച് കാണിക്കുമ്പോഴേ അതിന്റെ ഒരു സൈഡിൽ ഗ്രീൻ കാണും, ഒരു സൈഡിൽ ജരി കാണും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സാരികൾ നോക്കണം പറഞ്ഞാൽ ജസ്റ്റ് വിസിറ്റ് അവർ ഷോപ്പ്. നിങ്ങൾക്ക് വന്ന് കളക്ഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ ടൈപ്പാണ്. പ്യോറിലും കാണിക്കാം നിങ്ങൾക്ക്, സെമി എന്താ ഡിഫറൻസ്. പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത്, ആക്ച്വലി ഇത് ഷോപ്പാണോ എന്ന് ചോദിച്ചാൽ ഷോപ്പല്ല, ഒരു വീടാണ്. വീട്ടിൽ നമ്മളിത് ഫുൾ ഇങ്ങനെ ഒരു ഷോപ്പ് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, കറണ്ട് കാശിന്റെ പൈസ ഇത് വേറെ കൊടുക്കണ്ട. അതുപോലെ നമ്മൾ സ്റ്റാഫുമാരുടെ പൈസ കൊടുക്കണം. അപ്പൊ ഈ പൈസയൊക്കെ മറ്റുള്ള ഷോപ്പിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അപ്പോൾ ഈ പൈസയൊക്കെ ഈ ഇതിൽ കൂട്ടും, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അത്രയും റേറ്റ് കുറവിന് ഇവിടെ കിട്ടും എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ നോർമൽ വെച്ചിട്ട് നോക്കുമ്പോൾ എന്തായാലും അഫോർഡബിൾ ആണ്. ഇതേ സെയിം സാരി നിങ്ങൾ വേറെ ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ AC അത് ഇതെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ റേറ്റ് ചാർജ് എല്ലാ ചാർജും അത് ഇതിൽ തന്നെ കയറുള്ളൂ. അതൊന്നും അവര് വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കണമെന്നല്ലല്ലോ, അപ്പൊ അത് ഊഹിച്ചാൽ മതി. അപ്പൊ ഇവിടെ ആണെങ്കിൽ പിന്നെ സാരീസിന്റെ നല്ല കളക്ഷൻസും അവൈലബിൾ ആണ്. എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അത് ഞാൻ 100% ഗ്യാരണ്ടി. ബിക്കോസ് പോയ മാസം വന്നവർക്ക് അതേ കളക്ഷൻസ് ഈ മാസം ഉണ്ടാവില്ല, പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ എപ്പോഴും നിങ്ങൾ വിചാരിക്കുമ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ആ ഒരു തിരക്ക് കാര്യങ്ങൾ ഫീൽ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഒരു കല്യാണ പാർട്ടി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഒരു ബൾക്ക് ഓർഡർ ഒക്കെ എടുക്കാൻ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടാണ് അവർ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് നമ്മളും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ഒരു 10 കസ്റ്റമേഴ്സ് വന്നാൽ നമ്മൾ ഇല്ല, നമുക്ക് ഡിഫറെന്റ് ഡേറ്റ്സ് കൊടുത്തിട്ടാണ് നമ്മൾ വരാൻ പറയാ. ഇപ്പോൾ കല്യാണ പാർട്ടിയിൽ പറഞ്ഞാൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു സമയം വേണം. വന്ന് റഷിൽ വന്ന് ഇങ്ങനെ എടുത്ത് പോണതല്ല. ദിസ് ഈസ് യുവർ എന്താ പറയുക ബെസ്റ്റ് ഡേ ആണ്. ഒരു നിങ്ങൾ കല്യാണം പറയുന്നത് അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പൊ ആ ദിവസമൊക്കെ നിങ്ങൾ മൈൻഡ് പീസ്ഫുൾ ആയിട്ട് വന്ന് നോക്കി എടുക്കേണ്ട ദിവസങ്ങളാണ്. സമാധാനമായിട്ട് രാവിലെ വരുന്നവരെ വിളിച്ച് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചിട്ട് വരിക. ലൊക്കേഷൻ അയച്ചു തരാം, ലൊക്കേഷൻ മാറാതെ വരിക. അത് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. ബിക്കോസ് വരുന്നവർ ഒരുപാട് പേര് തിരുവില്ലാമലയിൽ നിന്ന് തന്നെ ഷോപ്പുകൾ തുടങ്ങണമുണ്ട്, കുത്തമ്പളി അറിയാതെ പോകുന്നുണ്ട്. അപ്പൊ കുത്തമ്പളിയുടെ ഉള്ളിൽ വന്നാലാണ് നമ്മുടെ തിരുവില്ലാമലയിൽ നിന്ന് കുത്തമ്പളി 5 കിലോമീറ്റർ ആണ്. 5 കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾ കുത്തമ്പളിയിൽ നമ്മുടെ ഷോപ്പൊക്കെ എത്തിച്ചേരുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മളെ കോൾ ചെയ്യുക, ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ലാംഗ്വേജിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഒരു തെറ്റുമില്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി സാരീസ് അപ്പോ ഇത് വന്നിട്ട് നമ്മുടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിൽ റെഡിൽ വന്നിട്ട് ബോത്ത് ജെറി, സിൽവർ ആൻഡ് ഗോൾഡ് രണ്ടും മിക്സ് ആയി വരുന്ന ജെറി ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോകുന്നുണ്ട് എനിക്ക് ഒരുപാട്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് പല്ലു തന്നെ എത്ര ഹെവിയാണ്. ആൻഡ് ബ്ലൗസ് വരുന്നത് നമുക്ക് പ്ലെയിനില് റെഡ് ബ്ലൗസ് വിത്ത് ബോർഡർ ആണ് വരുന്നത്. ഇത് ബോഡി ഒരു സിൽവർ ആൻഡ് ഗോൾഡ് ടച്ച് അല്ലേ? അതെ സിൽവർ ആൻഡ് ഗോൾഡ് ടച്ച്. വർക്കും അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഇൻട്രിക്കേറ്റ് വർക്കാണ്. നിങ്ങൾ ചെക്കിൽ ഇത് ചെക്കാണ് ഞാൻ പറഞ്ഞ പോലെ ട്രെൻഡിങ്ങിൽ ഇപ്പൊ നിൽക്കുന്നത് ചെക്കും ലൈൻസും ആണ്. അപ്പൊ ഈ ചെക്കിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു 2 കിളികൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര എനിക്ക് ഈ സാരി അത്ര ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ ബിക്കോസ് ഞാനൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. ഈ സാരി ചെയ്യുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇൻസ്പിറേഷൻ വെച്ച് ചെയ്തപ്പോൾ എല്ലാം കൂടി ഒരു വരുന്നില്ല, അതുപോലെ ഒരു സാരിയാണിത്. അതെ. പിന്നെ ഇതൊക്കെ കാണിക്കുന്നതൊക്കെ ഓരോ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഡിസൈനേഴ്സ് വെച്ച് ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, ഇനി അടുത്തേക്ക്. അതെ, ഇതൊക്കെ ഞാൻ സോഫ്റ്റ്നെസ് ഞാൻ പറയണില്ല, ചേച്ചി പറയട്ടെ. സോഫ്റ്റ്നെസ് ആണ്, അത് സോഫ്റ്റ് ആണ് ഈ സാരി. ഞാനും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് സാരി പിടിക്കുമ്പോൾ ഫ്ലോ കിട്ടും നിങ്ങൾക്ക്, ഫ്ലോ ഉണ്ടാവും സാരിയിൽ. നോർമലി നിങ്ങൾക്ക് വന്നിട്ട് സാരികൾ ഫ്ലോ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. പക്ഷെ ഈ സാരികളൊക്കെ ഒരുപാട് നല്ല ഫ്ലോ കിട്ടും. അതേപോലെ ഭയങ്കര വെയിറ്റ്ലെസ് ആയിരിക്കും സാരികൾ, ഭയങ്കര വെയിറ്റ്ലെസ് ആയിരിക്കും, ഉടുക്കാനും സുഖം. ഇനി ഇത് സിൽവർ തന്നെയാണല്ലേ? ഈ സിൽവർ അല്ല, ഇത് നമുക്ക് സിൽവർ മൂന്ന് ജെറിയുടെ കളർ കോമ്പിനേഷൻ ആണ്. ഗോൾഡ്, സിൽവർ, കോപ്പർ.
അങ്ങനത്തെ ഒക്കെ വന്നു തുടങ്ങിയില്ലേ? ഇത് വന്നിട്ട് ഒരു ലൈക്ക് 3 months ബാക്ക് നമ്മൾ പീകോക്ക് കളർ പറഞ്ഞാൽ ഇതായിരുന്നില്ല ട്രെൻഡിങ് കളർ. ഒരു പൊടിക്ക് ഇനി ലൈറ്റർ ഷെയ്ഡ് ഓഫ് ഗ്രീൻ ആയിരുന്നു, ഗ്രീൻ ആൻഡ് ബ്ലൂ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇനി തൊട്ട് നമുക്ക് മാറിയിട്ടുണ്ട്, പീകോക്ക് കളറിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്ത് പറയാം. ഇത് വൺ ഓഫ് ദ പീകോക്ക് കളറിന്റെ ട്രെൻഡിങ് കളറും ഇനിയൊരെണ്ണം ഇനിയും ഡാർക്കസ്റ്റ് പീകോക്കാണ് ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. പലരും ഷോപ്പിൽ അവർക്ക് ഓൾഡ് സ്റ്റോക്ക് ഉണ്ടാവും, അപ്പോൾ അവർ ആ പഴയത് വിൽക്കാൻ നോക്കുള്ളൂ. പക്ഷെ ബ്ലൂ കളറിൽ ഇപ്പോൾ പീകോക്കിൽ ഡ്യുവൽ ഷെയ്ഡിൽ കളർ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ബ്ലൂവും കാണും ഗ്രീനും കാണും. അതേപോലെ പാറ്റേണും അതുപോലെ തന്നെ യൂണിക് ആയിരിക്കും. പല്ലു ആൻഡ് ബ്ലൗസ് കാണിക്കാം, ബ്രോക്കേഡ്. ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കുള്ള പീകോക്ക്. പീകോക്ക് ഇപ്പൊ ട്രെൻഡിങ്ങിൽ പീകോക്ക്. മറ്റേത് ഒരു ലൈറ്റ് നല്ലൊരു ഉദിപ്പും ഉണ്ടായിരുന്നു മുമ്പത്തെ. ഇത് ഇപ്പോ ഡാർക്കസ്റ്റ് ആണ്, ഡാർക്കറിൽ വരുന്ന പീകോക്ക്. പീകോക്കിലെ ഡിഫറെന്റ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ, അതും ഞാൻ കാണിക്കാം. ആൻഡ് നമുക്കൊരു ഞാവൽപ്പഴം ഓപ്പൺ ചെയ്താലോ? എൻ്റെ എപ്പോഴത്തേയും ഒരു ഫേവറേറ്റ് കളറാണ് ഈ ഞാവൽപ്പഴം. ഇപ്പൊ നിങ്ങൾ മന്ത്രകോടിയായിട്ടൊക്കെ നോക്കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ നോർമലി നിങ്ങൾ എല്ലാവരെ പോലെ മന്ത്രകോടിയിൽ നിൽക്കണം പറഞ്ഞാൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ ബ്രൗൺ ഓർ റെഡ് ബെറി ഷെയ്ഡ്സ് അങ്ങനത്തെ പോകാം. ബട്ട് ഇഫ് യു വാണ്ട് ടു ലുക്ക് യുണീക്ക്, നിങ്ങൾ ഈ വയലറ്റ് കളറിൽ പോയി കഴിഞ്ഞാൽ യു സ്റ്റണ്ണിങ് ആയിട്ടുണ്ടാവും. ഒരു മന്ത്രകോടിക്ക് ക്രിസ്ത്യൻ ബ്രൈഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ മന്ത്രകോടി നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. അതിന്റെ ബോർഡറിലും നമ്മൾ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, യൂണിക് ആയിട്ട് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. എന്താ പറയാ, ഐ മീൻ ഇരട്ടപ്പെട്ട ബോർഡർ പാറ്റേൺ. അതിന്റെ ഉള്ളിലെ പെൻസിൽ വീവിങ്, ഇതേ പെൻസിൽ വീവിങ് ആണ് നമ്മൾ സാരിയിൽ തന്നെ കൊടുക്കുക. ആ പെൻസിൽ വീവിങ് വന്നിട്ട് നമ്മൾ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേ നമ്മൾ ഉള്ളിൽ ഇതിൽ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് രണ്ടും തമ്മിൽ. ബോഡി വന്നിട്ട് ചെക്കിൽ വന്നിട്ട് നമുക്കൊരു ഫ്ലവർ മോട്ടീഫ് മോഡലാണിത്. കാണുമ്പോൾ വന്നിട്ട് ബ്രൊക്കേറ്റ് പോലെ ഉണ്ടെങ്കിലും ഒരു മോട്ടീഫിന്റെ മോഡലാണ് വന്നിരിക്കുന്നത്. സാരി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാനത് പിന്നെയും തിരിച്ച് പറയാം, അത്രയ്ക്കും കാറ്റ് പോലെ ഉണ്ടാവും സാരികൾ. ഉടുത്താ പറന്നു പോവോ? ഉടുത്താ പറക്കണ അത്രയ്ക്കില്ല, അതുണ്ട് നമ്മുടെ അടുത്ത്. വേറെ സാരികളുണ്ട് അങ്ങനത്തെ ഉണ്ടെന്ന്. ഓക്കെ, പിന്നെ നമുക്കൊരു റെഡ് ഓപ്പൺ ചെയ്യാം. റെഡ് ഇതുവരെയായിട്ട് ഓപ്പൺ ചെയ്തില്ല. ഇതൊന്ന് നോക്കിയേ. ഓക്കെ, ഇതെന്തോ വർക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇല്ലേ? അതെ, ഇത് വന്നിട്ട് പെൻസിൽ വീവിങ് തന്നെ. പക്ഷെ പെൻസിലിനെക്കാട്ടിലും ഇപ്പോൾ വന്നിട്ട് നമുക്കൊരു അതിൻ്റെ പേര് സിറിഞ്ച് പാറ്റേൺ ആണ്. ബിക്കോസ് അതിൽ ഡിസൈനെ കാണില്ല, പക്ഷെ ഉള്ളിൽ വന്നിട്ട് വർക്ക് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് വർക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, അത്രയ്ക്കും മൈന്യൂട്ട് ഡിസൈൻ ആണ്. ഇൻട്രിക്കേറ്റും കൂടിയല്ല, മൈന്യൂട്ടാണ്, മൈക്രോ അങ്ങനെയൊക്കെ പറയില്ല, അതുപോലത്തെ ഉള്ള വർക്കാണ്. ഇതാ ഇതിലിപ്പോൾ ഇതെല്ലാം വർക്കാണ്, പക്ഷെ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നാണ് എനിക്കറിയാത്തത്. നേരിട്ട് വരാം. അതെ, കാണാൻ നേരിട്ട് വരട്ടെ കൊത്താമ്പള്ളിയിലേക്ക്. അപ്പൊ ഇതിന് കളേഴ്സ് ഉണ്ടാവും. കളേഴ്സ് ഉണ്ട്, ഇതിലൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒരു റെഡും അങ്ങനത്തെ ഷെയ്ഡ്സ് മാത്രം എടുത്തു. ഇതിന് ബ്ലൗസ് ബ്രോക്കേഡ് ബ്ലൗസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇത് കുറച്ച് ഡിഫറെന്റ്, പെൻസിൽ വീവിംഗ് അല്ല അത്. ഇത് നോർമലി ഇപ്പൊ റീസെന്റ് വന്നിട്ടുള്ള, ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റില് വരുന്നത് ജരിയുടെ കളർ വന്നിട്ട് 4 ജരിയുടെ കളറൊക്കെ വന്നിട്ട് നമുക്ക് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ബോഡിയുടെ ഉള്ളിൽ വന്നിട്ട് നോട്ട് 1 ജരിയല്ല, 4 ജരി 5 ജരിയുടെ ഒക്കെ കളർ മിക്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ഒരു റെഡ്, നെക്സ്റ്റ് ബെറി ഷെയ്ഡിലേക്ക് പോവാം. ഇത് സെയിം നമ്മള് കാണിച്ച ചെക്കിന്റെ മോഡൽ അല്ലേ? ഇത് വേറെ ചെക്ക്. അത് വേറെ ചെക്ക്, ഇത് വേറെ ചെക്ക്. വേറെ ചെക്ക്. ഇതാ ഇതൊരു ചെക്ക്, ഇതൊരു ചെക്ക്, ഇതൊരു ചെക്ക്. ഇനിയും ചെക്കുകൾ ഉണ്ട് കേട്ടോ. ഇതാ ഇതൊരു ചെക്ക്. ചെക്കിൽ തന്നെ കുറെ ഓപ്ഷൻ ഉണ്ട്. അതെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതാ ഇതൊരു ചെക്ക്, ഇതൊരു ചെക്ക്. മൊത്തം ചെക്ക് 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 ഇപ്പൊ ട്രെൻഡ്. അപ്പൊ ചെക്കിനെ കിട്ടണം. അതെ, പെണ്ണിനുള്ള ഒരു സാരിയുടെ റെഡിയാണ്. ഇതാ ഇതൊരു ചെക്ക്. ഇത് ചെക്ക് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ലൈൻ മോഡലാണ്. ഇതും ഇപ്പോഴത്തെ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. ഇനി ഒരെണ്ണം കാണിക്കാം, അത് ഫുൾ പേസ്റ്റൽസ് ആയിരിക്കും. ഇതൊക്കെ നമ്മുടെ ഇതിൽ നിങ്ങൾക്ക് ഒരു മീനാക്കാരി വർക്ക് കാണാൻ പറ്റും. ബോഡിയുടെ ഉള്ളിൽ ഒരു മീനാക്കാരി വർക്ക് ചെറുതായിട്ടല്ലേ. ഇതാ ഒരു സ്മോൾ ഡോട്ട്സ് ഓഫ് മീനാക്കാരി കാണാൻ പറ്റും. ഡബിൾ ചെക്കാണ്. ഡബിൾ ചെക്കിൽ മയിലിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു മീനാക്കാരിയുടെ വർക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ബോർഡർ എല്ലാത്തിലും വരുന്നത് മേർജ്ഡ് ബോർഡറാണ്. മാക്സിമം നമ്മൾ ഇപ്രാവശ്യം മേർജ്ഡ് ബോർഡറിലും കൂടി ട്രഡീഷണൽ പാറ്റേൺ, വേൽഡാരി പാറ്റേൺ, അങ്ങനത്തെ ഒരുപാട് ട്രഡീഷണൽ പാറ്റേൺസ് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ അത്രയ്ക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പല്ലു ഭയങ്കര യൂണീക്ക് ആയിരിക്കും. കണ്ടോ, റിച്ച് പല്ലു.
ഇതൊക്കെ ആ റേഞ്ച് വിചാരിച്ച് പ്രതീക്ഷ. അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് നമ്മൾ റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 20ന്റെ മുകളിലാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. എന്നിട്ടും ഇത് 5000 ഉള്ളൂ, ഇത് 10000 ഉള്ളൂ ഇല്ലേ? അതെ, അങ്ങനത്തെ ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. ബിക്കോസ് ഞാൻ ഇത് പറഞ്ഞിട്ട് തന്നെയാണ്, ഇത് മന്ത്രകോടിയുടെ കളക്ഷൻസ് ആണ്. 20+ റേഞ്ചസ് ആണ്, അപ് ടു 35 വരെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. പിന്നെ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് അങ്ങനത്തെ. ഇത് ബ്രൗൺ ആണോ? പിങ്ക് ബ്രൗൺ അല്ല, ഒരു പിങ്ക് ബ്രൗൺ കൂടി മിക്സ്, ചെങ്കൽ കളർ. ഞാൻ കോഫി ബ്രൗൺ എടുക്കാൻ മറന്നു. ആക്ച്വലി ഞാൻ കോഫി ബ്രൗൺ എടുക്കാൻ മറന്നു. മലയാളം പഠിച്ചു കൂട്ടി. തുറക്ക്. ചെങ്കൽ കളർ എന്നല്ല പറയാ. എനിക്കും മലയാളം അറിയില്ല, ആൾക്കും മലയാളം അറിയില്ല. അപ്പൊ അവര് പറയട്ടെ ഇത് ഏതാ കളർന്ന് അല്ലേ? അതെ. ഇത് ഏതാ കളർന്നൊന്നും പറഞ്ഞു തന്നോളൂ കേട്ടോ. ഇതൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, ഒരു ചെങ്കൽ റെഡ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു വരണ. ഞാൻ പറയണ ചെക്കിൽ തന്നെ ഒരുപാട് യൂണിക്നെസ് ഉണ്ട്. ഇപ്പോൾ ചിലർക്ക് ഈ ചെക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഈ ചെക്ക് ഇഷ്ടപ്പെടും. അത് നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ട്. പിന്നെ വരുന്നവര് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, വരുന്നവര് നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നേരിട്ട് നോക്കിയെടുക്കുക. നിങ്ങൾ ഈ വീഡിയോ കോൾ കാണിച്ച് നിങ്ങൾ ഇനിയൊരാൾക്ക് അവർക്ക് കാണും പോലും ഇല്ല. നിങ്ങളിപ്പോൾ വീഡിയോ കോൾ കാണുന്നവർക്ക് ഈ ഭംഗി നേരിട്ട് കാണുന്നവരുടെ ഭംഗി അത് 2 ദിവസം മുന്നത്തെ ഉണ്ടായ സംഭവം. അതെ. എന്താ പറഞ്ഞാ വരുന്നവര് നിങ്ങളുടെ കണ്ണിൽ നോക്കുക, നിങ്ങളാണ് നേരിട്ട് കാണുന്നത്. അല്ലാണ്ട് വീഡിയോ കോളിൽ കാണുന്നവർ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്നുണ്ട്, ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് എന്നാണ് എൻ്റെ ഒരു. പിന്നെ പെൺകുട്ടിയുടെ ഇഷ്ടം മാത്രം നോക്കുക. നിങ്ങൾ വരുന്നവര് എല്ലാവരും കുറെ പേര് വിളിച്ചിട്ട് വരാതെ നിങ്ങളും ജസ്റ്റ് ഒരു സിമ്പിൾ ഫാമിലി, ഒരു ന്യൂക്ലിയർ ഫാമിലി പോലെ ചെറിയ ഫാമിലി ആയിട്ട് വന്നാൽ അത്രയ്ക്കും നല്ലത്. ആ പെൺകുട്ടിക്ക് ഒരു നല്ല സാരി കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു പോയിന്റാണിത്. പിന്നെ നെക്സ്റ്റ് ഒരു ട്രഡീഷണൽ തന്നെ നോക്കാം. യെല്ലോ ആൻഡ് പിങ്ക്. യെല്ലോ ട്രഡീഷണൽ കളർ. അതെ, ട്രഡീഷണൽ പാറ്റേൺ, മാങ്ങര ഡിസൈൻ. യെസ്, പാൽസ്ലി മോട്ടിഫ്. ഇത് ശരിക്കും ബെയിൽദാരി മോട്ടിഫ്. ഇതെല്ലാം ബെയിൽദാരിയിൽ വരുന്നത്. ഫ്ലവർ മോട്ടിഫ് എല്ലാം കൂടി വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. കോൺട്രാസ്റ്റ് പല്ലു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. പണ്ടേ തൊട്ട് ഈ ഷെയ്ഡ്, മുമ്പ് തൊട്ടേ ട്രഡീഷണൽ കളർ കോമ്പിനേഷൻ പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇത് മറൂൺ, ഗ്രീൻ, അങ്ങനത്തെ സംഭവം. ഞാൻ ഇങ്ങനത്തെ കാണിക്കണോണ്ട് ഇത് മാത്രമാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇനി നല്ല നല്ല കോമ്പിനേഷൻസ് ഉണ്ട്. അത് ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും ഇനി വരാൻ പോണ എന്തൊക്കെ ഷെയ്ഡ്സ് ആണ്. ഇതുവരെ നിങ്ങൾ കണ്ടില്ലാത്ത ഷെയ്ഡ്സ് ഒക്കെയാണ് ഞാൻ ഇനി കാണിക്കാൻ പോണത്. എന്നാ പറഞ്ഞ കോമ്പിനേഷനിൽ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവോ അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് പറയും. അങ്ങനത്തെ കോമ്പിനേഷൻസ് ആണ് കാണിക്കാൻ പോണത്. നെക്സ്റ്റ് ഒരു ട്രഡീഷണൽ തന്നെ കാണിക്കാം. പക്ഷെ ട്രഡീഷണൽ തന്നെ ഇപ്പൊ കുറച്ച് ട്രെൻഡിങ്ങിൽ നിൽക്കണ ഈ റസ്റ്റ് ഓറഞ്ചിന്റെ ഷെയ്ഡ് നോക്കാം. റസ്റ്റ് ഓറഞ്ച്, അറിയില്ല കളർ. റസ്റ്റ് ഓറഞ്ചിലേക്ക് ബ്ലാക്ക്. ഇതെല്ലാം ഹാൻഡ്ലൂം സാരിയാണ്. ഹാൻഡ്ലൂം ആണെന്ന് കേൾക്കുമ്പോഴേക്കും തന്നെ ടെൻഷൻ അടിക്കേണ്ട, റേറ്റ് കൂടുന്നു പറഞ്ഞാൽ. പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. അതെ, സാരി അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ വന്ന് തൊട്ട് നോക്കിയാൽ അതിന്റെ ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലാക്കിൽ ഇതിന്റെ ഒരു എന്താ പറയാ ഇരട്ടപ്പെട്ട ബോർഡർ ടൈപ്പാണ്. അതിൽ നമുക്ക് സ്മോൾ, നമുക്ക് ഓരോ ചീറ്റി കോണിച്ച പോലെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഏറ്റവും സ്മോളസ്റ്റ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. പല്ലു വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാൻഡ്ലൂമിൽ വരുന്ന. സിമ്പിൾ ആണ് കാണാൻ, എലഗന്റ് ആ ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സിമ്പിൾ യെറ്റ് എലഗന്റ് പറയുന്ന പോലെ. അതെ. അപ്പൊ ഇത് ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അതെ, അടിപൊളി ഷെയ്ഡ്. റസ്റ്റ് ഓറഞ്ചിലേക്ക് ബ്ലാക്ക്. ഇനി ഈ ഒരു ഷെയ്ഡ്, ഇതൊന്ന് നോക്കിയേ. ഷെയ്ഡല്ല ആക്ച്വലി, അതിന്റെ ഡിസൈനാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഷെയ്ഡിന് ഡിസൈൻ എന്താ വർക്ക് വന്നിരിക്കണേ? ഒരു വേവ് പാറ്റേൺ. യെസ്. എന്താ പറഞ്ഞാൽ ഈ വേവ് പാറ്റേൺ ഒരുപാട് വലിയ സാരികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏറ്റവും വലിയ സാരികളിൽ ലൈക്ക് 3 lakhന്റെ 4 lakhന്റെ സാരികൾ ഈ വേവ് ഡിസൈൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസൈൻ ആണ്. അതിൽ ബോഡിയുടെ ഡിസൈൻ വരുന്നത്. ആ ബോഡിയുടെ ഡിസൈനും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര യൂണിക് ആയിട്ടുള്ള പാറ്റേൺസ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ പല്ലു. നമുക്ക് ബ്ലൗസ് വരുന്നത് പ്ലെയിനിൽ നമുക്ക് ബോർഡർ വരും, താഴെ വലിയ ബോർഡർ വരും. അപ്പൊ ഇതിന്റെ കളേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അതും ഉണ്ടാവും. കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ വീടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ കയറി വരാം. അതെ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് എപ്പോ വരണം, എങ്ങനെ വരണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒന്ന് കോൾ ചെയ്തിട്ട് വരാം. ബിക്കോസ് നമുക്ക് കസ്റ്റമേഴ്സ് അങ്ങനെ വരാറുണ്ട്. ഇപ്പൊ തൃശ്ശൂരൊക്കെ പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരല്ലേ എന്ന് പറഞ്ഞിട്ട് 4 മണിക്ക് ഇവിടെ വന്ന് അവർ ചേർന്നിട്ട് 10 മണിക്ക് ബില്ല് ചെയ്ത് പോയവരും ഉണ്ട്. നേരത്തെ 8:30 വന്ന് ഡ്രസ്സ് എടുത്ത് പോണവരും ഉണ്ട്.
സോ അത് നിങ്ങളുടെ ഇതാണ്. ബട്ട് സ്റ്റിൽ വരുന്നതിന് മുമ്പ് ഒന്ന് കോൾ ചെയ്തിട്ട് വരാം. നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഡു കോൾ. സമയത്ത് ഈ പർച്ചേസിംഗ് മീൻസ് ഈ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ വർക്ക് കാര്യങ്ങളുടെ ആ ഒരു പ്രോസസ്സിംഗിന്റെ ഇതിലേക്ക് ചിലപ്പോൾ പോവാൻ അതെ അത് കൊണ്ടാണ് എടുത്ത് പറയുന്നത്. വിളിച്ചിട്ട് വരാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. ബിക്കോസ് ചിലവര് വന്നിട്ട് പറയാറുണ്ട് മോളുള്ളപ്പോ ഞാൻ വന്നോളാന്ന് പറയണവരാണെങ്കിൽ പ്ലീസ് അമ്മേക്കാളും പൊലിയാട്ടാ. അങ്ങനെയൊന്നുമില്ല. ആ കളർ ചേച്ചി, ഇത് എനിക്ക് ഒരുപാട് ഈ കളർ വന്നിട്ട് ഞാൻ ഒരുപാട് സാരികൾ ഈ മനസമ്മതത്തിന് എനിക്ക് ഒരുപാട് കളർ പോയിട്ടുണ്ട്. ബിക്കോസ് അത്രയ്ക്കും ഒരു മൈൽഡ് ഷെയ്ഡാണ് ഇത്. ആക്ച്വലി ഞാൻ പേസ്റ്റിൽ വെക്കേണ്ടതായിരുന്നു, മറന്നുപോയി, ഇതിൽ വെച്ച് പോയി. അതെ, ഇത് ഫുള്ളി ഇപ്പൊ നമ്മള് ഡാർക്ക് ഷെയ്ഡാണ്, ബട്ട് ഞാൻ പേസ്റ്റിൽ വെക്കാൻ മറന്നുപോയി. ഇത് എന്നാലും പീച്ച്, ഒരു ലൈറ്റ് പീച്ച് എന്നും പറയാൻ മിക്സ് അത്, ഓറഞ്ചും പിങ്കും. ആ ഒരു നൂലിന്റെ കളർ കാണുമ്പോ അറിയാം നമുക്ക്. ഉള്ളില് വെഫ്റ്റ് വന്നിട്ട് നമുക്ക് പിങ്ക് കളറാണ് ഓടിയിരിക്കുന്നത്, വാർപ്പ് വന്നിട്ട് ഓറഞ്ച് ആണ്. ഇത് ഓവറോൾ ഇത് സെയിം ഇത് തന്നെ അല്ലേ? സൂപ്പർ സാരികളാണ് ഇതൊക്കെ. എങ്ങനെയാണെന്നറിയോ, നമ്മള് ഉടുത്തു കഴിഞ്ഞാൽ നമ്മളെ അത് എടുത്ത് കാണിക്കും, നമ്മള് ബ്രൈറ്റ് ആയി കാണിക്കും. അങ്ങനത്തെ ഒരു ഷെയ്ഡുകളാണ് അല്ലേ? ഈ ഒരു ഡിസൈൻ എന്താ? ഗ്രീൻ നമ്മൾ കാണിച്ചിട്ടേ ഇല്ലാത്ത കളർ. അത് ആ ഒരു ഷെയ്ഡല്ല, ആക്ച്വലി അതിന്റെ ഒരു വർക്കാണ് മെയിൻ ആയിട്ട്. ഇതിന്റെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഗ്രീൻ എടുത്തു എന്ന് മാത്രം കേട്ടോ. എന്തോ ഒരു നല്ല പൂക്കളായിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ, ബട്ട് ഇറ്റ്സ് എ വേവ് പാറ്റേൺ. വേവ് പാറ്റേണിൽ ഫ്ലോറൽ പാറ്റേൺ. ഓക്കെ, വേവ് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. വേവ് കാണാൻ പറ്റും. ഇങ്ങനെ ഫുൾ ഫ്ലവറിന്റെ വേവ് പാറ്റേൺ ആണ്. ആൻഡ് ഇതിന്റെ പല്ലു വരുന്നത് റിച്ച് പല്ലു, ആൻഡ് ബ്ലൗസ് വരുന്നത് 12 ഇഞ്ച് ബ്ലൗസ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ 35 വരെക്കുള്ള ഇതിന്റെ മുകളിലേക്ക് നമുക്ക് സാരീസ് അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. പക്ഷെ നമ്മള് 35 വരെ ഒരു മിനിമൽ റേഞ്ചിൽ ഞാൻ ഇപ്രാവശ്യം നിന്നു മാത്രം. അല്ല, ടിഷ്യൂല് വരുന്നുണ്ട് കേട്ടോ. ടിഷ്യൂല് ഹെവി സാരികൾ വരുന്നുണ്ട് ഇപ്രാവശ്യം. എന്താ പറയാ, ടിഷ്യൂല് തന്നെ പുറത്ത് നിങ്ങൾ കടകളിൽ പോയാലും പറ്റാത്ത സാരികൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. സോ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കും. കാഡ്ബറീസ് കളർ. എന്ത് കളർന്ന്? കാഡ്ബറീസ് ചോക്ലേറ്റ്. ഈ കളറോ? എനിക്കറിയില്ല കേട്ടോ. ഇത് എന്താന്ന്? അതിന്റെ പുറത്തത്തെ കവറിന്റെ കളർ. എന്റെ പൊന്നോ, ഓ ഞാനും വിചാരിച്ചു ഉള്ളിലത്തെ മിഠായിയുടെ കളർ എങ്ങനെ ഇതാവണേന്ന്. ഞാനിപ്പോ വയലറ്റ് കളറിൽ തന്നെ ഇതൊരു വയലറ്റ്, പിന്നെ ഇത് അതില് ചേർന്ന കളറാണ്, ബട്ട് നോട്ട് സെയിം കളർ. കന്ന് കളന്നിട്ടും കിട്ടുന്നില്ല. ഇതൊരു ടൈപ്പ് ഓഫ്, ഇത് വന്നിട്ട് ബ്ലൂല് വരുന്നതാണ്. ബ്ലൂവും വയലറ്റും മിക്സിൽ വരുന്നത്. ഇത് ഞാൻ അടുത്ത് ഓപ്പൺ ചെയ്യാം. നല്ല കളറാണ്. ഇതിനെ കുറിച്ച് പറയാനൊന്നുമില്ല. ഇതാണ് കളർ, ഇതാണ് ഡിസൈൻ. യെസ്, അതിൽ ഉള്ളിൽ നിങ്ങൾക്ക് ചെക്ക് കാണാൻ പറ്റും. നല്ല യൂണീക്ക് ചെക്കാണ്. ചെക്കിലെ 3 ലീഫ് പാറ്റേൺ, അതിൽ ഫുൾ ചെക്ക് പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ചെക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. വരുമ്പോൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം. രാവിലെ നേരത്തോടെ വരാ, വൈകുന്നേരം ആകുമ്പോഴേക്ക് പോണ വിധത്തിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നോളൂ. ഉച്ചയ്ക്ക് ഫുഡ് എന്തായാലും ഇവിടുന്നും കിട്ടില്ല, പുറത്തൊന്നും കിട്ടില്ല. കിട്ടണമെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് പോകണം. അപ്പൊ അതിന് എന്താ ഓപ്ഷൻ? നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് സ്വിഗ്ഗി വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ കുത്തമ്പളിയിൽ നമുക്ക് അടുത്ത് വീട്ടിലെ ഊണ് അങ്ങനത്തെ ഷോപ്പുകളുണ്ട്. അവിടെ വേണമെങ്കിൽ നമ്മൾ വരുത്തി തരും. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ ഇരുന്ന് സമാധാനത്തോടെ കഴിക്കാം. അപ്പൊ രാവിലെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ മാരേജ് ഫംഗ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ കല്യാണ പെണ്ണിനെ തന്നെ ഒരു ബ്രൈഡലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സമയം എടുത്തിട്ട് വേണമല്ലോ നമ്മൾ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യാൻ, സാരിയൊക്കെ ചൂസ് ചെയ്യാം. അപ്പൊ രാവിലെ നേരത്തോടെ വരാം, വൈകുന്നേരമായിട്ട് സമാധാനമായിട്ട് പോയാൽ മതി. എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ ചെയ്ത് തരും. പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഡിഫറെന്റ് കിട്ടും. അത് ചോദിച്ചാൽ എല്ലാ പ്രാവശ്യം ഡിഫറെന്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കരുതല്ല. അത് ചെയ്യാൻ പാടില്ല. ഒറ്റ തവണ സാരി എടുക്കണം. എപ്പോഴും യൂണിക് ആയിരിക്കണം. പിന്നെ ഇതൊക്കെ ഒന്നും ബ്രൈഡലിനല്ല, ബ്രൈഡലിന്റെ അമ്മയ്ക്കായാലും ചേച്ചിക്കായാലും. ഇതൊക്കെ വന്നിട്ട് എനിക്ക് ഒരുപാട് വേറെ ഫംഗ്ഷൻസിന് പാരന്റ്സും എടുക്കുന്നുണ്ട്. സിസ്റ്റേഴ്സ് ഒക്കെ ഒരുപോലെ കളറിൽ കോമ്പിനേഷൻ ചോദിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഓരോ സിസ്റ്റേഴ്സും ഓരോ കളറിൽ കൊടുക്കാൻ പറ്റും. ഐ മീൻ നോട്ട് ഒരേ കളറ്, വേറെ പാറ്റേണിൽ കൊടുക്കാൻ പറ്റും. വേറെ പാറ്റേൺ വേണമെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോ ഒരേ പോലത്തെ വേണമെന്ന് പറയാൻ അത് ടൈം കൊടുത്താൽ ചെയ്ത് തരും. ഒരു തീമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അതും ചെയ്ത് തരും. സാരീസ് മാത്രമേ ഉള്ളൂ കേട്ടോ, അത് വീണ്ടും എടുത്ത് പറയണം. ഓക്കെ, ഇനി ചില്ലി ഞാൻ വെച്ച് കാണിക്കാം. ഞാൻ വെച്ച് കാണിച്ച വില കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് വെച്ച് കാണിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. എങ്ങനെയുണ്ട്? അത് ബോഡിയുടെ ഉള്ളിൽ ഫുള്ളും നിങ്ങൾക്ക് ബനാറസി പാറ്റേണിൽ വന്നിട്ടുണ്ടാവും. ഓരോന്നും അത്ര യൂണീക്ക് ആയിട്ടുണ്ടാവും ആ പാറ്റേൺ ഉള്ളില്. ഫുള്ളൊരു ഒറ്റ ഷെയ്ഡ്. അതെ. എങ്ങനെയുണ്ട് ലുക്ക്? ഇത് ആക്ച്വലി ഈ ഒരു കളർ മാത്രമല്ല, കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ഇതിൽ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സൂപ്പർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഷെയ്ഡ് നമ്മൾ എടുത്തില്ല കേട്ടോ. ഗ്രീൻ അല്ലേ? ആ ഗ്രീൻ യെസ്, എടുക്കാം.
അത് എന്ത് ഗ്രീനാ പറയാ? ഏത് ഗ്രീൻ ചേച്ചി? ഇതാ ഓലിവ് ഗ്രീനിൽ വരുന്നത്. ഒലിവ് ഗ്രീൻ. അതൊരു അടിപൊളി ഷെയ്ഡ് കേട്ടോ. അതും ഈ പെൻസിൽ വർക്ക് പോലെ പെൻസിൽ വീവിങ് അല്ലേ? വേണ്ടാ പഠിച്ചു. പെൻസിൽ വീവിംഗ് കേട്ടോ. എന്നാ പെൻസിൽ വീവിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കാണാനും പറ്റില്ല അല്ലേ? ഇതിൽ നമ്മൾ ഈ ബ്രൊക്കേഡ് വീവിങ്ങിൽ തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ജരി വെച്ച് വർക്കും അവൈലബിൾ ആണ്, ഇങ്ങനത്തെ ബോർഡർ വെച്ചതും അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ ട്രഡീഷണൽ നമ്മുടെ കേരള പാറ്റേണും അവൈലബിൾ ആണ്, കേരള ബോർഡേഴ്സും അവൈലബിൾ ആണ്. പക്ഷെ എന്നാൽ ഇപ്രാവശ്യം കേരള ബോർഡേഴ്സിൽ ഒരുപാട് ട്രഡീഷണൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, ബട്ട് മെർജ്ഡ് ആയി പോയിട്ടുണ്ടാവും. കുറെ പേര് ഡീറ്റെയിലിംഗ് നോക്കണവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഡീറ്റെയിലിംഗ് നല്ലതാണ്. കുറെ പേര് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് ലുക്ക് നോക്കണവരുണ്ടാവും. അതെ അതെ അല്ലേ? 2 ടൈപ്പ് ആൾക്കാരുണ്ട് സാരി ചൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വന്നിട്ട് ഒരു യുണീക്ക് കളർ. അപ്പോൾ നിങ്ങൾ മനസ്സമ്മതത്തിനെ ആണെങ്കിലും ഇതൊക്കെ വന്നിട്ട് ആരും ഉടുത്തില്ലാത്ത ഒരു കളറായിരിക്കും. പാരൻസ് ഒക്കെ ആണെങ്കിൽ എന്താ പറയാ, ഒരു മൈൽഡ് ആണെങ്കിലും നിങ്ങൾ ഭംഗിയായിട്ട് കാണും. ഒരു എലഗന്റ് ലുക്കുള്ള കളേഴ്സാണ് ഇതെല്ലാം. ആ കളർ എടുത്ത രണ്ടാമത്തെ ഇരിക്കുന്ന അല്ല, അതിന്റെ അപ്പുറത്തെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചോ? ഇല്ല, അത് വേറെ വൈറോസി. ഇത് ഇത് വൈറോസി ആണ്, ട്രഡീഷണൽ പാറ്റേൺ ആണ്. ഇതൊക്കെ നമുക്കൊരു 14 റേഞ്ച് ഒക്കെ വരുന്ന സാരിയാണ്. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ എക്സാക്റ്റ് പറയാം. ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് 14 റേഞ്ച്. ആക്ച്വലി 16,500 ആണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു 14. അപ്പൊ ഡിസ്കൗണ്ട് ഉണ്ട്. 14-15 ആ റേഞ്ച് വരും. ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് ഉണ്ട് ഏത് സാരി എടുത്താലും. ഏത് സാരി അതിന് ബൾക്ക് പർച്ചേസിംഗ് ആണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഇല്ലാത്ത സാരികൾ 3 സാരികളുണ്ട്. അത് ഞങ്ങൾ വന്നാൽ പറഞ്ഞു തരും. അത് ഏറ്റവും ലോവസ്റ്റ് റേഞ്ചിലാണ്, 559 റേഞ്ച്. അങ്ങനത്തെ ബാക്കി എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ ബൾക്ക് ഓർഡറിന് വെച്ചാൽ നല്ല ഡിസ്കൗണ്ടിൽ മേടിക്കാം. അതെ, ഇതൊരു ഡിഫറെന്റ് യൂണിക് കുറച്ച്. പിന്നെ വരുന്നവർക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റും കൊടുക്കാറുണ്ട്. അത് നമ്മൾ ഒരു ചെറിയ ഗിഫ്റ്റ് അവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പോലെയൊക്കെ ഒരു ചെറിയ ഗിഫ്റ്റും നമ്മൾ കൊടുക്കാറുണ്ട്. എല്ലാവരും വലിയ കാര്യമായിട്ട് പറയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഓക്കെ. ആ സർപ്രൈസ് ഗിഫ്റ്റിന് വേണ്ടി ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ്. അത് മേടിച്ചിട്ടേ പോവുള്ളൂ. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. എന്താ പറയാ, ഈ തേൻ കളറിൽ നമുക്കൊരു റസ്റ്റ് കളർ മിക്സ് ആയി പോലെ ഒരു കളറും വയലറ്റ് ഷെയ്ഡും. വൈറോസിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കളക്ഷൻസ് ഐ ഹാവ്. ഇത് വൈറോസി ബോർഡർ, കോൺട്രാസ്റ്റ് കുട്ടു ബോർഡർ. ഇങ്ങനെ ഫുൾ ബോഡിക്ക് നമുക്ക് ഇത് വരും. പിന്നെ ലാസ്റ്റ് ആവും തോറും നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഡിസൈൻസ് വരും. ആ സെയിം ആ ലാസ്റ്റ് ഇരിക്കുന്നത് ഏകദേശം അതിൽ പെട്ടതല്ല. വിന്റേജ് കളക്ഷൻസ് ആണ്, വിന്റേജ് കളക്ഷൻ ആണ്. പക്ഷെ വിന്റേജിൽ തന്നെ നമുക്ക് വേറെ വേറെ പാറ്റേൺ. അതൊരു ലൈൻ കാണിക്കുന്നുണ്ടല്ലോ അതില്. അത് ലൈൻ കട്ടം ചെക്കും കൂടി ഉണ്ട് അതിന്. കട്ടം അല്ലേ? ലൈൻ ഉണ്ട്, ചെക്കും ഉണ്ട്. അത് ശരിക്കും ലൈൻ അല്ല. ലൈൻ വൈറോസി പറയുന്നത് നിങ്ങൾ. വൈറോസി വെർട്ടിക്കൽ ലൈൻസ് വൈറോസി. ഓക്കെ. കുറെ പേരുകളുണ്ട് കേട്ടോ. ഇത് കോൺട്രാസ്റ്റിൽ അല്ലേ? ഇത് രട്ടപ്പെട്ട ബോർഡർ വിത്ത് ഗ്യാപ്പ് ബോർഡർ സ്റ്റൈലിൽ രട്ടപ്പെട്ട ബോർഡർ. രട്ടപ്പെട്ട ബോർഡറിൽ തന്നെ ഇത് കുറച്ചും കൂടി മോട്ടീവ് ടൈപ്പ് ഓഫ് രട്ടപ്പെട്ട ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ. കോൺട്രാസ്റ്റ് ആണ് എന്തായാലും. കളർ അടിപൊളിയാണ്, കോൺട്രാസ്റ്റ് ആണ്. ഞാൻ ഇതിലേക്ക് ബ്ലൗസിലേക്ക് മാച്ച് ആവുമോ നോക്കിയതാ. അങ്ങനെ അപ്പൊ ഞാൻ ഇട്ടതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ താഴത്ത് വെച്ചിട്ട്. അപ്പൊ എന്തായാലും ഇനി അടുത്ത കളക്ഷനിലേക്ക് കടന്നാലോ? ഒക്കെ വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ ജസ്റ്റ് കുറച്ച് സാമ്പിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇരിക്കുന്നത് മൊത്തം ഈ റേഞ്ചും ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന സാരീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഇതിൽ പിന്നെ ഒരു റെഡില് വന്നിട്ട് ചേച്ചി ആ രണ്ടാമത്തെ സാരി എടുക്കും. ഈ റെഡ് വ്യത്യാസം ഉണ്ട് അല്ലേ? അതെ. ഇത് ശരിക്കും നിങ്ങൾ ബനാറസി സാരി ഇങ്ങനെ അതേ സെയിം പാറ്റേൺ കാഞ്ചീപുരം സാരിയില്ല. സെയിം പാറ്റേൺ അല്ലേ? സെയിം പാറ്റേൺ കാഞ്ചീപുരം സാരിയില്ല. ഇങ്ങനത്തെ ഒക്കെ ചോദിച്ചു വരുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി പറഞ്ഞാൽ ഈ വലിയ വലിയ ബ്രാൻഡ് ബനാറസി ബ്രാൻഡിലെ സെയിം അതേ ഇത് ബനാറസ് അല്ലാതെ ഇത് വന്ന് കാഞ്ചീപുരത്തിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബോർഡറിൽ വെച്ച് കാണുമ്പോൾ അതിന്റെ ഭംഗി മനസ്സിലാവും. ഇതൊക്കെ ഡ്രേപ്പ് ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ ഭംഗിയും അതിന്റെ റിച്ച്നെസ്സും അതൊക്കെ മനസ്സിലാവുള്ളൂ. പുറത്ത് വരുമ്പോഴാണ് ശരിക്കും അതിന്റെ ഫീലിംഗ് കിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ റെഡിൽ തന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് റെഡുകളുണ്ട്. ചില്ലി റെഡ് ഉണ്ട്, ചെറി റെഡ് ഉണ്ട്, ബ്രിക്ക് റെഡ് ഉണ്ട്, പിന്നെന്താ ബ്ലഡ് റെഡ് ഉണ്ട്, പിങ്കിഷ് റെഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ റെഡ് നിങ്ങൾ എന്താ നോക്കി വരണം നോക്കി വരിക. ഇത് ഇത് വേറെ റെഡ്. ഇത് കുറച്ചും കൂടി പിങ്ക് മിക്സ് ആയ പോലെ വരുന്ന റെഡ്. ഇതിൽ നിങ്ങൾക്ക് ബോഡിയിലെ വർക്കും കൂടി ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. നോർമലി നമ്മൾ സ്മോൾ ഡിസൈൻസ് അല്ലാണ്ട് കുറച്ചും കൂടി നമ്മൾ ബോൾഡ്. പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ വലിയ വലിയ നിങ്ങൾ ഡിസൈൻസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ബ്രൈഡായിട്ട് നിൽക്കുമ്പോഴും നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കും. കുറച്ച് ഡിഫറെന്റ് യൂണിക് ആയിട്ട് നിൽക്കും അല്ലേ? അതെ, ബോൾഡ് ആയിട്ടുണ്ടാവും. അതെ.
കുറച്ച് ഡിഫറെന്റ് ആണ്, കുറച്ച് ലീഫിന്റെ പാറ്റേൺ ഒക്കെ വന്നിരിക്കുന്നത് അല്ലേ. ഇത് മുന്താണി വരുമ്പോൾ ഇതിന്റെ ബ്ലൗസ് വരുന്നത് ബാവിഞ്ചിയുടെ മുന്താണി ഈ പോർഷൻ അല്ലേ, റിച്ച് മുന്താണി. റിച്ച് മുന്താണി. ഇനി ഇതൊക്കെ നമ്മൾ കാണിച്ചത് മൊത്തം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളതുണ്ട്. സാരി നോക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ, മുന്താണി എന്ന് പറയുന്നത് മുമ്പ് കാലത്താണെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു 4 മടിപ്പ് ഉണ്ടാവുള്ളവർക്ക്. പക്ഷെ ഇന്നത്തെ കാലത്തിൽ നമ്മുടെ മടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു അകലമാണ് മടിപ്പ് വരുന്നത്. കറക്റ്റ് ചേച്ചി? അപ്പൊ ഈ ഒരു അകലത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മുന്താണി കാണാനേ പോകുന്നില്ല. സോ നിങ്ങൾ ഈ മുന്താണിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ സാരി എപ്പോഴും ചൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ ബോർഡർ കുറച്ചിട്ടുള്ളതായാലും നമുക്ക് അത് ചൂസ് ചെയ്യാവുന്ന, കാരണം ബോർഡർ വലുതാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. താഴേക്ക് നിങ്ങൾ ഹീൽസ് ഒക്കെ ഇട്ടിട്ടായിരിക്കും നിങ്ങൾ ഫോട്ടോ എടുക്കുക. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് പറയുന്നത് ഏറ്റവും വലിയ ബോർഡേഴ്സ് ആണ്. അപ്പൊ മാക്സിമം വലിയ ബോർഡേഴ്സ് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെന്താ, മുന്താണി നോക്കി സാരി എടുക്കരുത്. മുന്താണിക്ക് അന്നത്തെ കാലത്ത് മുന്താണി ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് 1 ലെയർ ഒക്കെ ഇടുമ്പോ ഇങ്ങനെ വിരിച്ച് കാണിക്കണം. ഇന്ന് പറയുമ്പോ അതിന്റെ ആവശ്യമില്ല. മുമ്പത്തെ കാലത്ത് വെറും 5 പ്ലേറ്റ്, അപ്പൊ അവർക്ക് മുന്താണി വലിയ കാര്യമായിരുന്നു, കാണും അത്. പക്ഷെ ഇന്ന് ഒരു 10 പ്ലേറ്റ് 20 പ്ലേറ്റെങ്കിലും ഉണ്ട് ഇവിടെ എടുക്കുമ്പോ. അപ്പൊ ആ കുഞ്ഞു പ്ലേറ്റ്സിൽ നിങ്ങൾക്ക് മുന്താണിയിൽ കാണാൻ പോണില്ല. അപ്പൊ നിങ്ങൾ സാരിയുടെ ഭംഗി നോക്കി എടുക്കുക. പിന്നെന്താ, കുറെ പേര് വിളിച്ചു വരാതെ നോക്കുക. നിങ്ങൾ ബ്രൈഡ് ആണെങ്കിൽ വിളിച്ചു വരാതെ നോക്കാം, വിളിച്ചിട്ട് വരാൻ നോക്കാം. സാരി എടുക്കുമ്പോ നോട്ട് ലൈക്ക് ടു മച്ച് ഓഫ് അങ്ങനെ എന്നുവെച്ചാ ഒരു കല്യാണ പെണ്ണിനുള്ള സാരിയൊക്കെ എടുക്കാൻ വരുമ്പോ ഇവരെന്നൊക്കെ പറഞ്ഞ ഒരു 10-30 ആളും കൂടിയിട്ട് ജാതിയായിട്ട് വരാണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക. ഒരു ചെക്കനും പെണ്ണും അവരെ അച്ഛനും അമ്മയും അവരെ എന്താ പറയാ ചേച്ചി അങ്ങനത്തെ ആൾക്കാർ, വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം. അല്ലാണ്ട് ജാതിയായിട്ട് വന്നിട്ട് ആ ഒരു ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവർക്കൊരു സ്പേസ് കൊടുത്തിട്ട് മേടിക്കാൻ. എന്ന് പറഞ്ഞ പെൺകുട്ടികൾക്കുള്ള സാരികൾ അവര് സെലക്ട് ചെയ്യാൻ വിടുക. അതെ, അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇത് ഇവർക്ക് എപ്പോഴും ഈ കാണുന്നത് കൊണ്ട് ആ ഒരു ടിപ്പ് പറഞ്ഞു തന്നു എന്ന് മാത്രം. കുറെ പേര് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, അപ്പൊ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ചേച്ചി ആ ബ്ലൂ, ഇത് ഞാൻ പറഞ്ഞ പോലെ പീകോക്ക് ബ്ലൂവിൽ തന്നെ ഇതൊരു ബ്ലൂ, ഇത് വേറെ ബ്ലൂ. രണ്ടും പീകോക്ക് ബ്ലൂവിൽ തന്നെ വരിക. ബട്ട് രണ്ടും ഡിഫറെൻറ്റാ, രണ്ടും വേറെ വേറെ ബ്ലൂ ആ. ഇതൊക്കെ ഡാർക്ക് ഷെയ്ഡിൽ ഇനി പേസ്റ്റിൽ കിടക്കുന്നുള്ളൂ അല്ലേ? അതെ, പേസ്റ്റലിലേക്ക് ഇനി എത്തണുള്ളൂ. പേസ്റ്റൽ കാണിക്കാം. പേസ്റ്റലിൽ നിങ്ങൾ വിചാരിക്കാത്തത്രയ്ക്ക് നല്ല നല്ല ന്യൂ കളേഴ്സ് വന്നിട്ടുണ്ട്. യെല്ലോയിലൊക്കെ ഇത്രയ്ക്ക് ലൈറ്റ് യെല്ലോ കളർ, ഇങ്ങനത്തെ ഒരു യെല്ലോ ഉണ്ടോന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലായി. അപ്പൊ ഈ കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റോസ് ഗോൾഡ് അല്ല, പ്ലാറ്റിനം ജ്വല്ലറി. ഇതാ ഇത് കളർ നോക്കൂ ചേച്ചി. അയ്യോ, എനിക്കിപ്പൊ കാണുമ്പോ തന്നെ ഇതാവണ്. ആള് സ്വയം ഡിസൈൻ ചെയ്യുന്നത്, എന്നാലും എത്ര കണ്ടാലും മതി വരില്ല അല്ലെ. എന്ന് പറഞ്ഞാൽ ആ പീകോക്കില് നമ്മള് ശരിക്കും ആ മുകളിലുള്ള കളറ് മുമ്പത്തെ വന്നിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. ബട്ട് ഇത് വന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു പീകോക്ക്. ഇപ്പൊ വരുന്ന പീകോക്കുകള്. അപ്പൊ ഇനി ഇത് ഏകദേശം നമ്മൾ കാണിച്ചു. ഇനിയിപ്പോ നമുക്കൊന്ന് പേസ്റ്റലിലേക്ക് കടന്നാലോ? അതെ, ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇതിൽ ഏകദേശം നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി കാണണമെങ്കിൽ നേരിട്ട് വരാം, കാരണം ഇത് മാത്രമല്ല ബാക്കിൽ കുറെ ഇരിക്കുന്നുണ്ട്. ഒരു യെല്ലോയില് ഒരു എല്ലാം കൂടി ഉണ്ട്. ഇത് കുറച്ചും കൂടി ഫാൻസിയില് വരും. ഇതൊക്കെ നമുക്ക് ഒരു ഏകദേശം 14 റേഞ്ച് ആ റേഞ്ച് ഒക്കെ വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ? ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പോലും ഉണ്ടാവും. കോൺട്രാസ്റ്റ് ആണ്. ഇങ്ങനെ സൂപ്പർ ആയിട്ടുണ്ടാവും. ബോർഡർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബുട്ട സ്റ്റൈലിലെ ബോർഡർ. ബോഡി ഫുൾ നമുക്ക് സറി കട്ടമിൽ വരുന്നുണ്ട്, ഫുൾ സറി കട്ടം. ഇത് ഹാൻഡ്ലൂമാ? ഇതെല്ലാം ഹാൻഡ്ലൂമിൽ. ആ ഫീലിംഗ് നമുക്ക് പിടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതാ ഞാൻ എടുത്ത് ചോദിച്ച ഹാൻഡ്ലൂം ആണോ എന്നുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് പേസ്റ്റൽ അറേഞ്ച് ചെയ്യാം, പേസ്റ്റലിലേക്ക് ഇറക്കാം. ഇനി കുറച്ച് പേസ്റ്റൽസ് കാണാം നമുക്ക്. പേസ്റ്റൽസും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അതെ, പേസ്റ്റൽസ് നോക്കണവർക്ക് എത്രയും പേസ്റ്റൽസ് ഉണ്ടോ. ഇനിയും ചില കളേഴ്സ് ഒക്കെ മിസ് ആയിട്ടുണ്ടാവും. ഞാൻ നോക്കി മാക്സിമം എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമുക്ക് പേസ്റ്റൽ എന്ന് പറഞ്ഞാൽ സെയിം ആ ഒരു ഡിസൈൻ ഡാർക്കിലുള്ളത് പോലെ തന്നെ നമുക്ക് പേസ്റ്റലിലും കിട്ടും. സെയിം ഡിസൈൻ തന്നെ പേസ്റ്റലിലും കിട്ടും, ഡാർക്കിലും കിട്ടും, രണ്ടും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എവിടെ നിന്ന് വെച്ച് തുടങ്ങണ്ടേ? ഏതാ സ്റ്റാർട്ട് ചെയ്യേണ്ട ചേച്ചി പറയൂ. ആദ്യം ആ ഒരു ലൈറ്റ് ഷെയ്ഡ് വെച്ച് തുടങ്ങിയാലോ? ഒരു ഗ്രീൻ അതന്നെ എടുത്തോ. ഇതൊക്കെ ഹാൻഡ്ലൂമിൽ വരുന്നത്, ഹാൻഡ്ലൂം ബ്രൊക്കേഡ് പെൻസിൽ വർക്ക്. ഇത് പെൻസിൽ വർക്ക്. നമ്മൾ ഡാർക്കിൽ കണ്ടില്ലേ, ആ ഒരു സെയിം പെൻസിൽ വർക്കിൽ തന്നെ കേട്ടോ. പേസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിന് ഒരു വർക്കും സട്ടലായിട്ട് കളറൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ബിക്കോസ് അത്രയ്ക്കും ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. അതെ, എന്താ പറഞ്ഞ ഭയങ്കര ലൈറ്റ് കളർ, ലൈറ്റ് പിങ്ക് ആ ഒരു ഷെയ്ഡിലാണ്. ഓണിയൻ പിങ്കിലെ ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡ് ഓഫ് ഓണിയൻ പിങ്ക്. ഓക്കെ, അപ്പൊ ഇത് കോൺട്രാസ്റ്റ് അല്ല, സിംഗിൾ ഒരു ഷെയ്ഡാണ്. അടിപൊളിയായിരിക്കും അല്ലേ? അതെ, ഇതൊക്കെ മിനിമം ഓർണമെന്റ്സ്. ജസ്റ്റ് ഒരു പേൾ സെറ്റ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ സൂപ്പർ ആയിട്ട് പോകും. എങ്ങനെ വേണേലും മിക്സ് മാച്ച് ചെയ്തിട്ട് കോൺട്രാസ്റ്റ് ഇടായിരിക്കും അടിപൊളി അല്ലേ? കോൺട്രാസ്റ്റ് നന്നായിട്ടുണ്ടാവും. സിംഗിൾ കളറിൽ പോകുമ്പോൾ ഇനി ഇതിന് കുറച്ചും കൂടി എലഗൻസ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഈ ഷെയ്ഡ് നോക്കാം നമുക്ക്. ഒരെണ്ണം ഇവിടുന്ന് ഒരെണ്ണം അവിടെ നിന്ന് അങ്ങനെ പിക്ക് ചെയ്താലോ? ഇതും സെയിം ആ ഒരു ലൈനിൽ വരുന്നത് ഒരു ഓറഞ്ച്, ഒരു പീച്ച് ഷെയ്ഡ് അല്ലേ? ഒരു പീച്ച്, ഒരു ഓറഞ്ച്. പീച്ച് അല്ല,
ഒരു പീച്ചില് ഇത് കാണിക്കുമ്പോ ഇവിടെ ഒരു തിളക്കം കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ലൊരു തിളക്കത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു തിളക്കം എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയാ, വര ലൈൻ റെയിൻ ഡ്രോപ്സ്, ഒരു ചെറിയ ഒരു ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണ്. ആൻഡ് അതിന്റെ ബോർഡർ നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രിക്കേറ്റ് ബോർഡേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ ബോർഡറും കൂടി നോക്കണം, നല്ല ഇൻട്രിക്കേറ്റ് ബോർഡേഴ്സ് ആണ്. ഈ തിളക്കം എന്ന് പറയുമ്പോൾ അത്ര വലിയ തിളക്കം ഒന്നുമില്ല, സട്ടലായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. എന്നാൽ ഇതിനേക്കാളും തിളക്കം കൂടിയൊരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങോട്ട് ഒന്ന് വന്നേ, തിളക്കം കൂടിയൊരു സംഭവം എപ്പോഴൊന്നും നല്ല കാണുന്നൊരു, അവിടെ ഇരുന്നോളൂ. നമ്മൾ താഴ്ത്തി വെച്ചിട്ട് നമ്മൾ പരിചയപ്പെട്ടു ഇൻട്രോ കഴിഞ്ഞിട്ട് ഇനി കാണാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മമ്മിയാണ് പറഞ്ഞു കൊടുക്കുക. എന്റെ മമ്മി അപ്പൊ നമ്മുടെ അല്ലേ എന്റെ മമ്മി ഒറ്റ മോളാണ്. വരണേ ആവശ്യമുണ്ട്, തേടുന്നുണ്ട്. മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മമ്മിക്ക് പറയാനുള്ളത് എന്താ ഉള്ളത്, സാരികൾ നമ്മൾ 80-90 കൊല്ലമായിട്ട് നമ്മളിത് നെയ്പ്പിച്ച് കൊണ്ടുവരുന്നതാണിത്. ഇത്ര ദിവസം കുടുംബത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ ആൺകുട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നു, നടത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ പെൺകുട്ടി ആകെ ഒരു മോളുള്ളൂ. ഇനി അടുത്തത് കൊണ്ടുപോകുന്നത് ഈ കുട്ടിയാണ്, ശുഭ്രാഗിയാണ് നീ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഡിസൈൻസ് അവരുടെ കാട്ടിലും ഇവള് ഭയങ്കര ഡിസൈൻസ് എടുക്കുന്നതിലൊക്കെ ഭയങ്കര മിടുക്കത്തിയാണ്. ഡിസൈൻസ് ചെയ്യുന്നതും ഇപ്പോൾ നോക്കുന്നത് ഫുള്ള് ശുഭ്രാഗിയാണ്. താരിക്കാരുടെ അടുത്ത് ഇത് ചെയ്യുന്നതും നമ്മൾ ഈ കച്ചവടത്തിന് ഇട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്യണം. വന്നിട്ട് നേരിട്ട് വന്ന് നോക്കിയാൽ ഒരുപാട് ഡിസൈൻസ് കാണാൻ പറ്റും. ഞങ്ങൾ കടകൾക്ക് സപ്ലൈ ചെയ്യുന്നവരാണ്. അപ്പോൾ കടകൾക്ക് സപ്ലൈ ചെയ്തിട്ട് ഇപ്പോഴാണ് ഇത്ര ദിവസം വന്ന് ഒരുപാട് ആൾക്കാർ റീറ്റെയിൽ ചോദിക്കും, നമ്മൾ കൊടുത്തിട്ടില്ല. ശുഭ്രാഗ് വന്ന ശേഷമാണ് ഇപ്പോൾ റീറ്റെയിലിൽ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് റീറ്റെയിലിൽ പാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഹോൾസെയിൽ മാത്രം കടകൾക്ക് മാത്രം സപ്ലൈ ആയിരുന്നു, നമ്മൾ റീറ്റെയിലേ ഉണ്ടായിരുന്നില്ല. വന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ തിരിഞ്ഞു പോകുന്നത് തന്നെ ഇപ്പോഴാണ്. ഒന്നര കൊല്ലം രണ്ട് കൊല്ലമായിട്ടാണ് ഇപ്പോൾ റീറ്റെയിൽ തുടങ്ങിയിരിക്കുന്നത്. അതന്നെ 80-90 കൊല്ലമായിട്ട് ഇവരുടെ അച്ഛൻ അങ്ങനെ പാരമ്പര്യമായിട്ട് പോകുന്നതാണ്. ഇത് പാരമ്പര്യ തൊഴിലാണ്. ഇവരുടെ അച്ഛൻ നെയ്ത്തുകാരൻ തന്നെ, നെയ്തിരുന്നതാണ്. എൻ്റെ കല്യാണത്തിന് മുൻപൊക്കെ നെയ്തിട്ടാണ് ഇരുന്നത് ആള്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ എല്ലാവരും കുടുംബത്തിലെല്ലാവരും ഒരാള് മക്കൾ നെയ്തിട്ട് പിന്നെ അങ്ങനെ നെയ്തിട്ട് പിന്നെയാണ് കച്ചവടത്തിൽ ഇറക്കുന്ന ആൾക്കാർ. ഇല്ലല്ല, പെൺകുട്ടികൾക്ക് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നെയ്പ്പിച്ചിട്ടില്ല. അപ്പൊ കുടുംബത്തിൽ എന്തായാലും ഒരാൾ നെയ്പ്പിക്കും നമ്മള്. അങ്ങനെ അപ്പൊ കൊല്ലങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. കല്യാണ പാർട്ടികളൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് റേറ്റ് കുറവായിട്ട് നിങ്ങൾക്ക് പുതിയ ഡിസൈൻ, അതായത് മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുൻപ് കടകൾക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ വന്നിട്ട് നോക്കി നല്ല ഡിസൈനായിട്ട് നോക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഡിസൈൻസ് അങ്ങനെ തന്നെ ഓരോരോ വെറൈറ്റിയും ഓരോരോ സാരിയും ഓരോരോ വെറൈറ്റി ആയിരിക്കും. നിങ്ങൾ ഏത് പറഞ്ഞാലും കളേഴ്സ് ആയാലും ശരി, ഡിസൈൻസ് ആയാലും ശരി, അത് ബാർഡർ ആയാലും ശരി, മുന്തണി ആയാലും ശരി, ഒന്നൊന്നിലും ഓരോ വെറൈറ്റി ഉണ്ടാവും. അപ്പൊ കടയിലെ എത്തണേക്കാളും മുന്നേ നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ എവിടേക്ക് വരണം? ശുഭരാഗ ടെക്സ്റ്റൈൽസിൽ തന്നെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാലേ ഇത് കാണാൻ പറ്റും. അത് അച്ഛൻ ചെയ്യുന്നതിനും കാറ്റിലും മകള്, എൻ്റെ ഇതിൽ ഞാൻ പറയാം, മകള് പിന്നെയും അവള് സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ചതൊക്കെ നോക്കിയിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയി അവൾക്ക്. നേരിട്ട് കണ്ടു അവള് എന്താ പറയുക, ഡിസൈൻ എടുക്കുന്നതായാലും വൈകുന്നേരം ഒക്കെ ഡിസൈൻ വരയ്ക്കുന്നതും ഇതാക്കുന്നതും അവൾ ചെയ്യുന്നതും പാവ് ഇതാക്കുക എല്ലാം എല്ലാം ആളുകൾ ഇപ്പൊ നോക്കി. വീണ്ടും പറയണം, നല്ല നല്ല ഡിസൈൻസും വില കുറവായിട്ട് നിങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞു. നിങ്ങൾ ശിവരാഗ അങ്ങനെ വല്ല ഇതുണ്ടോ? നമുക്ക് ഇത് ഇന്ന ആള് വേണമെങ്കിൽ അങ്ങനെയൊന്നുമില്ല. സാരി കച്ചവടം മാത്രമാണ് എന്റെ ഒരു എയിം. മാത്രം ഇപ്പൊ ബിസിനസ്, ഇപ്പൊ എയിം എന്റെ ഇതാണ്, പാഷൻ ബിസിനസ് തന്നെ. അപ്പൊ നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് കിടക്കാം. അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് പേസ്റ്റൽസിൽ തന്നെ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈൻ ആണ്. ബിക്കോസ് ലഹരിയയില് യൂണിക്കായിട്ട് വരുന്ന ഒരു കളറും കൂടിയാണ്. യൂണിക്. അതിൽ സിൽവർ കോമ്പിനേഷൻ, സിൽവർ ഗോൾഡും അതിൽ വന്നിട്ട് കോപ്പർ കുറച്ചും കൂടി എടുത്ത് കാണുന്ന പോലെ ഒരു ഗോൾഡനും കോപ്പറും മിക്സ് ആയിട്ട് വരുന്ന കളറാണ് വന്നിരിക്കുന്നത്. ലഹരിയയിലെ തന്നെ വൺ ലഹരിയല്ല, സെക്കൻഡ് 2 ഡിസൈനും കൂടി വരുന്ന ലഹരിയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻട്രിക്കേറ്റ് ഡിസൈൻ, ബോർഡർ വന്നിട്ട് ചേർന്ന് പോണ പോലെ ബോർഡേഴ്സ് ആണ്, എടുത്ത് നിൽക്കാത്ത ബോർഡേഴ്സ് ആണ്. ആൻഡ് ഭയങ്കര യുണീക് കളറാണ്. സിംഗിൾ ഒരു കളർ കണ്ടോ, ഒരു ശരിക്കുള്ള ഷെയ്ഡ് ഇതാണ്, ഈ ഒരു ഗ്രീൻ ആണ്. പക്ഷെ അത് സെറിയൊക്കെ വരുമ്പോ അതുകൂടിയും അത് സട്ടിലായി അങ്ങനെ മാറുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ. ബ്രൊക്കേഡ് ബ്ലൗസ് ആണ് ഇത്, എല്ലാത്തിലും വരുന്ന ബ്രൊക്കേഡ് ബ്ലൗസ് ആണ്. അങ്ങനെ അപ്പൊ ലഹരിയ പാറ്റേൺ വേണോ, പെൻസിൽ ഡ്രോയിങ് വേണോ, വേണോ, ചെക്ക് പാറ്റേൺ വേണോ? ഇത് അതിലെ കുറച്ചും കൂടി സിമ്പിൾ വർക്ക്. ഇപ്പൊ പിങ്ക് വേണമെന്ന് പറയണവരും എല്ലാവർക്കും ആ പെൻസിൽ ഡ്രോയിങ്ങും അങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് പിങ്കിൽ തന്നെ ഒരു ഭയങ്കര ലൈറ്റസ്റ്റ് ഡിസൈൻ, അങ്ങനെ എവിടെ എടുത്തു കാണിക്കാത്ത ഒരു ഡിസൈനാണ്. പക്ഷെ നല്ല ഒരു എന്താ പറയുക, ചെക്കിലാണ് അല്ലേ, ചെറിയ ചെക്ക്, ഒരു ചെറിയ ചെക്ക്. പക്ഷെ കാണില്ല, എടുത്ത് കാണില്ല, ഈ ഒരു ഡിസൈൻ മാത്രമേ അതിൽ എടുത്ത് കാണുള്ളൂ, ഒരു ഡോട്ട് സ്മോൾ മോട്ടിഫ്. അതെ. ഇതില് ഈ സെയിം കളർ തന്നെയായിരിക്കും ഇതിന്റെ ബ്ലൗസും വരുന്നത്. അതെ, സെയിം കളർ ബ്രൊക്കേഡിലാണ് ബ്ലൗസ് തന്നെ. ഇതിൽ തന്നെ ഈ ഒരു പിങ്കും കൂടി എന്താ വ്യത്യാസം വരുന്നത്?
വർക്കിന്റെ ഡിഫറൻസ്. വർക്കിന്റെ ഡിഫറൻസ്, ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് ആ ഒരു സെറിയുടെ കളറിന് അതൊന്ന് ഇതൊരു പിങ്ക്, പിങ്കിൽ തന്നെ ഇത് ലൈറ്റ് പിങ്ക്, ഇത് കുറച്ചും കൂടി അതിൽ ഡാർക്ക് പിങ്ക്. പിങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തോരം ഡിസൈൻസ്, എന്തോരം വെറൈറ്റീസ്, അതിന് തന്നെ ചെറിയ ഡാർക്ക് ലൈറ്റ് ആയിട്ട് അങ്ങനെ ഇഷ്ടം പോലെ. ഇത് ഉള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് കളർ ഇതാണ്. ഓ, ഇതാണ് കൂടുതൽ മൂവിങ്. ഇത് എനിക്ക് ഒരുപാട് പോണ്ട്. പിങ്ക് ഒരുപാട് പേര് ചോദിച്ചെടുക്കുന്നുണ്ട് ചേച്ചി. അതിൽ കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത് ഈ സംഭവമാണ് അല്ലെ. കളർ ഏറ്റവും ലൈറ്റസ്റ്റ് കളർ ഇത്. പിന്നെ അതിനെക്കാട്ടിലും ഒരു പൊടിക്ക് ഡാർക്ക്. ഇത് ഏറ്റവും ഡാർക്കസ്റ്റ് വരുന്നത് അത് ഇതല്ലേ. ഓക്കെ, ചെക്കില് അല്ലേ. അതെ, ചെക്ക് പാറ്റേൺ ആണ് അത്. ഞാൻ ലാസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കാണിക്കും, ബിക്കോസ് അത്ര നന്നായിട്ടുണ്ടാവും. പിന്നെ വേണമെങ്കിൽ ആ ചെക്കിൽ തന്നെ നമുക്കൊരു നല്ലൊരു ഗ്രേ ഷെയ്ഡ് നോക്കാം. ഗ്രേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല ഇതുവരെ. അതെ, ഗ്രേയിലും ഉണ്ട് അല്ലേ. ഗ്രേയിലുണ്ട്. അതിലും പ്ലാറ്റിനം ചെറി. പ്ലാറ്റിനം ചെറിട്ടാ. അതൊക്കെ ഇപ്പൊ റീസെന്റ് വന്നതല്ല ഈ പ്ലാറ്റിനം. ഫുൾ ചെക്കിലാണ് ഇത് വരുന്നത്. ഭയങ്കര യൂണിക് പാറ്റേൺ ആയിരിക്കും, ബിക്കോസ് നക്ഷത്രപുട്ട വിത്ത് ചെക്ക് പാറ്റേൺ. വേൽദാരി ചെക്ക് വിത്ത് നക്ഷത്രപുട്ട. ഓ, ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഈ പേസ്റ്റലിൽ കാണിക്കുന്ന ഇതിന്റെ ഒക്കെ റേഞ്ച് ഒക്കെ ഏകദേശം റേഞ്ച് ഞാൻ അത് കാണിച്ച പോലെ തന്നെ 21 തൊട്ടിട്ട് നമുക്കൊരു 35 വരെ. ഒരു റേഞ്ച് തന്നെ. കളറിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ, റേഞ്ചിന് മാറ്റം വന്നിട്ടില്ല. അതെ, ബിക്കോസ് സെയിം സാധനങ്ങൾ തന്നെ, പേസ്റ്റൽ കളറിന് മാത്രം അത്രേ ഉള്ളൂ. ഡൈയിങ് ഒക്കെ ഒരേ തന്നെയല്ലേ. പിന്നെ നമുക്ക് ഒരു യൂണിക് കളർ ഇത് ഓപ്പൺ ചെയ്താലോ. കുറച്ചൊരു പിങ്ക്, രാമ ഗ്രീനിലേക്ക്. രാമ ഗ്രീനിൽ തന്നെ അതിൽ എല്ലാത്തിലും ചെറിയ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ. ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ഒരു വെർട്ടിക്കൽ ലൈൻസ് പാറ്റേൺ പോലെ, ഒരു വൈറോസി കോൺസെപ്റ്റ് പോലെ വന്നിരിക്കുന്ന പാറ്റേൺ ആണ്. ഇങ്ങനെ അല്ലെ, ഫുൾ ഒരു ഡോട്ട് ആയിട്ടുള്ളത്. ബോർഡർ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബോർഡർ, രണ്ട് സൈഡും നല്ല വീതി ഉണ്ട്. അതെ, ചിലതിലൊക്കെ വൺ സൈഡ് വീതി കുറവ്, വീതി കൂടിയ ടൈപ്പ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ ആ ഒരു പീകോക്കിൽ കാണിച്ച സെയിം ഡിസൈൻ, കളർ വന്നിട്ട് യൂണിക് കളർ, സെയിം ഡിസൈൻ, കളർ ഡിഫറെന്റ്. ഒരു പീകോക്കിന്റെ ഒരു ഇതില് നമ്മൾ കാണിച്ചിരുന്നു. അതെ, ആണെന്ന് കളർ. യെസ്. അപ്പൊ ആ ഒരു സെയിം ഇതില് തന്നെ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ്. ഇത് കളർ പറയണത് എന്ത് കളറാന്ന് പറയുന്നത്? ഒരു ഓറഞ്ചും അല്ല, ഒരു ഫുൾ ഓറഞ്ചും ആയിട്ടില്ല. എന്തായാലും ഡിസൈൻ അടിപൊളിയാണ് കേട്ടോ. ഒരു ഇതിലൊക്കെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൗസിൽ ഭയങ്കരമായിട്ടുണ്ടാവും. ഇതേ പാറ്റേൺ നിങ്ങൾ നെറ്റിൽ എടുത്തിട്ട് ബാക്കിലെ ബ്ലൗസിൽ വന്നിട്ട് നെറ്റില് ഇതേ വർക്ക്, ആ നെറ്റ് ഫുള്ളും ഇങ്ങനെ ഒരു ഐ മീൻ ഇങ്ങനത്തെ സാരികൾ എടുക്കുമ്പോൾ എനിക്ക് ഒരു സജഷൻ ഉണ്ട്. ഡോണ്ട് ഗോ ഫോർ ബീച്ച് വർക്ക് ചെയ്യരുത്. നിങ്ങൾ ഈ ആരി വർക്കിൽ തന്നെ നിങ്ങൾ ഈ ത്രെഡ് വർക്ക്, മെയിനായിട്ട് ത്രെഡ് വർക്ക്സ് ജർദോസി പോകുമ്പോൾ കുറച്ചും കൂടി ഈ സാരിക്കുള്ള ഭംഗി എടുത്ത് കാണിക്കും. നോട്ട് ലൈക്ക് ഈ വലിയ വലിയ ബീറ്റ്സ് ഒക്കെ വെച്ച് നമ്മുടെ കേരളയിൽ കൂടുതലും ചെയ്യുന്നത് അതാണ്. അപ്പം അങ്ങനത്തെ പോകരുത്. ഒരു പൊടിക്ക് നിങ്ങൾ ക്ലാസ് ആയിട്ട് കാണണം പറയണമെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ പോകണം. ഭയങ്കര ഞാൻ ജിഗിജിഗാന്ന് കാണണം എന്ന് പറഞ്ഞാൽ ബീഡ് വർക്കിന് പോവാം. രണ്ടും ഒരു സജഷൻ ആയിട്ട് എടുത്തോ. ഇപ്പൊ എന്റെ മമ്മിയൊക്കെ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ബീഡ് വർക്ക് ചെയ്യാറില്ല. ഞങ്ങൾ എപ്പോഴും ഒന്ന് ത്രെഡ് വർക്ക്, ഫ്രഞ്ച് നോട്ട് വർക്ക്, ജർദോസി വർക്കാണ് മമ്മി ചെയ്യും. ഞങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ജർദോസി വർക്ക് ചെയ്യാം. ഇത് നല്ല അടിപൊളി ഷെയ്ഡാ. ഇത് ഒരു ഗ്രീനിൽ തന്നെ ഒരു എന്താ പറയാ, ഒലിവ് ഗ്രീൻ അല്ല, ഈ ഇംഗ്ലീഷ് ഇതൊക്കെ പേസ്റ്റൽ കളേഴ്സ് ചേച്ചി. മാക്സിമം ഈ ഫോറിനേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന, അവർ യൂസ് ചെയ്യുന്ന ഒരു ടീഷർട്ടിന്റെ കളേഴ്സ് ഒക്കെ നല്ല നല്ല കളേഴ്സ് ആയിരിക്കും. ആ ഒരു ഷെയ്ഡ് അല്ലേ, അതിലൊക്കെ പെടുവാണെങ്കിൽ. ചെക്കിൽ തന്നെ നിങ്ങൾ എത്ര ചെക്ക് ഇപ്പൊ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പറയും ചേച്ചിമാരെ. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ചെക്കുകളെ നിങ്ങൾ കണ്ടോ ഇവിടെ വരുന്നവർക്ക്? ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വേണമെങ്കിൽ ചെയ്ത് തരാം. അത് കമന്റ് സെക്ഷനിൽ അങ്ങനെ പറയണം കേട്ടോ, എത്ര ചെക്ക് നമ്മൾ കണ്ടു എന്നുള്ളത്. അതെ, എണ്ണം കറക്റ്റ് ആയി. ഞാനും വീഡിയോ കണ്ടിട്ട് വേണം ചെക്ക് ഞാൻ എത്ര എണ്ണം ഞാൻ കാണിച്ചു എണ്ണാൻ വേണ്ടിയിട്ട്. ഞാനും പറയാമെന്ന്, ഞാനും ഇനി നോക്കിയിട്ട് എണ്ണ എടുക്കണം എത്രയാന്നുള്ളത്. അപ്പൊ എത്ര ടൈപ്പ് ഓഫ് ചെക്ക് നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. അത്ര ടൈപ്പ് ഓഫ് ചെക്സ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. എത്ര ചെക്ക് പാറ്റേൺ കണ്ടു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് പറയണം. ഇതും ഒരു ചെക്ക്. ഇത് വന്നിട്ട് കാഞ്ചീപുരം സാരിയിലെ തന്നെ പേസ്റ്റലില് ഡിസൈനർ കാഞ്ചിയാണിത്. ഇത് ബോർഡർലെസ് അല്ലേ? ബോർഡർലെസ് സിമ്പിൾ സട്ടൽ. അതെ, ഇത് പല്ലു, ബ്ലൗസ് പ്ലെയിൻ. ബോർഡർലെസ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ കൈപ്പുട്ടാണ് കേട്ടോ. പുട്ട എടുക്കുന്നതൊക്കെ കൈപ്പുട്ട വരുന്നതാണ്.
കൈപുട്ടാന്ന് പറയണത് ഹാൻഡ്ലൂമില് ചെയ്തിട്ട് അതെ, നോട്ട് ലൈക്ക് ഓരോന്നും കട്ട്പുട്ട എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുമിച്ച് വീവ് ചെയ്ത് പോണത്. ഇത് ഒരുമിച്ച് വീവ് ചെയ്ത് പോണതല്ല, ഓരോന്നും കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് വരുന്ന ടൈപ്പ്. ഓക്കെ, കൈകൊണ്ട് ചെയ്തിട്ട്. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടെങ്കിൽ ഇത് കൈകൊണ്ട് ചെയ്തിട്ടുള്ളത്. കൈപുട്ട ഓരോന്നും ഒരു സ്ക്വയർ ഒറ്റയ്ക്ക് കാണും നിങ്ങൾക്ക്. അതെ, ബാക്ക് സൈഡിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ വീവിങ്ങില് വന്നിട്ടുള്ളതല്ല വീവിങ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഹാൻഡ്ലൂമിൽ തന്നെ കട്ട്പുട്ട ചെയ്യുന്നതും ഉണ്ട്, ഇതും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇത് കുറച്ചും കൂടി ഐ മീൻ വേജസ് കൂടുതലാണ്. അത് ചെയ്യുന്ന ആൾക്കാര് അപ്പൊ അതിന് റേറ്റും കൂടും, അതിനനുസരിച്ച് ലോങ് ലാസ്റ്റ്. അല്ലാണ്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കുറവാണ്. ഇതിപ്പോ മാക്സിമം ആൾക്കാരും എല്ലാം കട്ട്പുട്ടയ്ക്ക് പോയി. അതെ, അങ്ങനെ. പിന്നെ ഈ ഗ്രീൻ എടുത്താലോ? ഇതൊരു ബനാറസി പാറ്റേണിലെ ഒരു ഗ്രീൻ, അതിലും ഗോൾഡിന്റെ. അല്ല, ഇപ്പൊ വീഡിയോ നോക്കുന്ന ചേച്ചിമാര് അയ്യോ ഇതെടുത്തോ അതെടുക്കായിരുന്നില്ലേ അവർ വീട്ടിൽ നിന്ന് സംസാരിക്കായിരിക്കും, കൺഫ്യൂഷനിലായിരിക്കും അല്ലേ? പക്ഷെ നേരിട്ട് വരാൻ ശ്രമിക്കാൻ കുറച്ചുകൂടി നന്നാവും. കാരണം നമ്മള് വീഡിയോയില് ടച്ച് ചെയ്ത് നമ്മള് ഇപ്പൊ സാധാരണ നമ്മള് പറയുമ്പോ നമ്മള് വീഡിയോ കോൾ എന്നൊക്കെ പറയുമ്പോ അതിന്റെ കളർ കറക്റ്റ് കാണിച്ചാലും നിങ്ങൾക്ക് നേരിട്ട് നോക്കുന്നത് പോലെ ഉണ്ടാവും. അതെ, അപ്പൊ ഇതൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുന്നു. വീഡിയോയിൽ ഇപ്പൊ നമ്മളിപ്പോ കാണിക്കുമ്പോൾ തന്നെ എക്സാക്ട് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല. പക്ഷെ എന്തായാലും നേരിട്ട് വരാൻ ശ്രമിക്കാൻ, വരുമ്പോൾ എടുത്ത് കാണും. പേസ്റ്റിലാണെങ്കിലും കൂടി നിങ്ങൾക്ക് ആ ജറി വർക്കും എടുത്ത് കാണിക്കും. ഇതില് ഇങ്ങനത്തെ പാറ്റേൺസിൽ പോകുമ്പോട്ടോ എല്ലാ പാറ്റേണിലും ജറി വർക്ക് എടുത്ത് കാണിക്കില്ല. പക്ഷെ ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജറി വർക്കും കാണും, ആ എന്താ ഡിസൈൻ ഉള്ളതും കാണും. രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കണ്ടെങ്കിൽ അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനെ കാണിക്കണമെങ്കിൽ അങ്ങനെ. പിന്നെ നിങ്ങൾ ബ്ലൗസ് ഡിസൈൻ എങ്ങനെ ചെയ്യണ്ടോ അതുപോലെ ഉണ്ടാവും കാര്യങ്ങള്. ഒരു വയലറ്റില് അല്ലേ, ലാവൻഡർ ഷെയ്ഡും ഇപ്പൊ ട്രെൻഡിലാണ്. അതെ, ലാവൻഡറിൽ ഇതിന്റെ വർക്ക് നോക്കുകയാണെങ്കിൽ സൂപ്പർ ലൈൻസ്. ലാവൻഡർ ഇതുവരെ കാണിച്ചില്ല. അതെ, അങ്ങനെ കുറച്ച് പേസ്റ്റലിൽ കിടക്കുന്നുണ്ട്. ഇതാണ് ഒളിപ്പിച്ച് വെച്ച സംഭവം. അതെ, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്നൊരു സംഭവം. ക്ലാസ് ആയിരിക്കും. ആ കളർ കണ്ടോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് റേറ്റ് നോക്കിയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ അന്വേഷിച്ച് നോക്കി എന്തായാലും നല്ല റേറ്റിന്റെ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഞാൻ വീണ്ടും പറയാണ്, സ്റ്റാഫിന്റെ പറയൂ സ്റ്റാഫുകളുടെ ഇതില്ല. ഞങ്ങള് ഇലക്ട്രിസിറ്റി നമ്മുടെ ഐ മീൻ എന്താ പറയാ, ഷോപ്പിന് വാടക കൊടുക്കണ്ട, സ്റ്റാഫിന്റെ കാശ് കൊടുക്കണ്ട, ഇലക്ട്രിസിറ്റിക്ക് ഇതൊക്കെ കൊടുക്കണ്ട, സ്വന്തം തരി അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. ആ കാശൊക്കെ നമുക്ക് മുതലാക്കണമെങ്കിൽ ഇവിടേക്ക് തന്നെ വരണം. ബാക്കിയുള്ളവർക്കൊക്കെ വീണ്ടും വീണ്ടും എടുത്തു പറയണതിന്റെ റീസൺ അതാണ് കേട്ടോ. നമുക്ക് അവിടെ ഇവിടെയും തമ്മിലുള്ള പിന്നെ സാരി ഒലഞ്ഞു പോയി പഴയ സാരി കിട്ടില്ല, ഫ്രഷ് സാരി കിട്ടും. അതൊരു മെയിൻ പോയിന്റ്. കാരണം എപ്പോഴും ഉള്ളത് വെച്ചത് ഫ്രഷ് ആയിരിക്കും. എപ്പോഴും സെയിൽ നടന്നുകൊണ്ടിരിക്കും. വരുന്ന ആൾക്കാരൊക്കെ 1-2 പീസിനായിട്ട് ഇവിടെ വരാറില്ല. വരുമ്പോൾ ബൾക്ക് പീസിനായിട്ടാവും വരാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആവശ്യത്തിന് അപ്പോൾ അവർക്ക് എടുക്കുമ്പോൾ ഒരു 10, 15, 20 പീസൊക്കെ എടുത്തു പോകും. കല്യാണ പാർട്ടി ആണെങ്കിൽ പിന്നെ അതിനേക്കാളും കൂടുതൽ എടുത്തു പോകും. കാരണം ഈ ഒരു റേഞ്ച് മാത്രമല്ല, ഇവിടെ സ്റ്റാർട്ടിങ് നമുക്ക് ഒരു 500 തൊട്ട് 560 തൊട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് റേഞ്ച് ഉണ്ട്. അത് ഒരു ഏകദേശം 50,000 1 lakh വരെ 75,000 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിന്റെ പ്രശ്നമില്ല. ഏത് റേഞ്ച് വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ മറ്റേ പറഞ്ഞ യെല്ലോ. യെല്ലോ ആ യെല്ലോ ആണ് ഈ യെല്ലോ. ഏതോ ഭയങ്കരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ കിട്ടിയ എനിക്കൊരു കളറാണിത്. ഇങ്ങനെ എല്ലായിടത്തും കിട്ടാത്തൊരു ഷെയ്ഡ്. എന്താ പറഞ്ഞാൽ നോർമലി സാൻഡൽ കോമൺ, യെല്ലോ കോമൺ. സാൻഡലിനും യെല്ലോയ്ക്കും ഒരു ഇടയ്ക്കൊരു കളറ്, അത് യുണീക്ക് ആയിരിക്കണം. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക, ചില കളേഴ്സൊക്കെ ഞാൻ ആലോചിക്കും ഇത് നമ്മൾ ചെയ്താൽ നന്നായിരിക്കും. പക്ഷെ അത് പല പ്രാവശ്യം ചെയ്തത് ഫ്ലോപ്പായ കാര്യങ്ങളും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഫൈനലി ഐ ഗോട്ട് ദ കളർ വിച്ച് ഐ വാസ് ഡ്രീമിങ് ഫോർ. ഈ കളറാണത്. ഇപ്പൊ ഫ്ലോപ്പായി വീണ്ടും ഒരു സക്സസിലേക്ക് എത്തിയ ഒരു കളർ. അതെ, ഓക്കെ. ഇപ്പൊ കളർ നോക്കിക്കോളൂ, നല്ല ബ്യൂട്ടിഫുൾ കളറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് അതിൽ. അപ്പൊ എല്ലാം എന്തായാലും ആൾക്ക് ഇഷ്ടമാകുന്ന കാര്യം മനസ്സിലായി. ഈ ഒരു അതന്നെ ഫസ്റ്റ് അത് അപ്പുറത്ത് അല്ല, അതിന് മുന്നിലത്തെ അതന്നെ, അതൊന്നും ആ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇത് ഏലക്ക പച്ച അല്ല, ഏലക്ക പച്ചക്ക് ഇത് പച്ചയാണ്.
ആ ഗ്രീൻ ഷെയ്ഡിലാണ്. ഗ്രീൻ ആണ്. ആ പക്ഷെ ഇവിടെ ഇരുന്നപ്പോ എനിക്ക് ഓഫ് വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇവിടെ ഇത്ര അടുത്തിരുന്നിട്ട് എനിക്ക് ആ ഒരു ഷെയ്ഡ് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ വീഡിയോയിൽ നമ്മൾ മാക്സിമം കളർ പറയാൻ ട്രൈ ചെയ്യാം, പിന്നെ നേരിട്ട് വന്ന് നോക്കി നിങ്ങൾക്ക് നേരിട്ട് കണ്ണിൽ കണ്ടെടുക്കുക. എനിക്ക് ഓഫ് വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്ത, പക്ഷെ ഇത് തുറന്നു വന്നപ്പോ അതൊരു ഗ്രീൻ. ഓഫ് വൈറ്റ് അല്ല, അല്ല ഒരു ഗ്രീൻ ടിന്റ് ഉണ്ട്. അതെ, ഇതാണ് കളർ. ഇതാണ് ശരിക്കുള്ള ഒറിജിനൽ കളർ. അതിൽ നിങ്ങൾ ഓഫ് വൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കളറും പോവാം. ഓഫ് വൈറ്റ് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, അത്രയ്ക്കും ലൈറ്റ് ഷെയ്ഡ്സ് അതൊക്കെ. ലൈറ്റ് ഷെയ്ഡ് അതിലൊരു പെൻസിലിന്റെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ, ഫുൾ അത് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരിട്ട് വരാൻ ശ്രമിക്കുക. സൂപ്പർ ഡിസൈൻസ്, സൂപ്പർ കളേഴ്സും അവൈലബിൾ ആണ്. ഇനിയൊരു കളർ ഞാൻ ആ കാക്കി കളർ അതെടുത്തോ. ഇനി എന്താ പറഞ്ഞാൽ കാക്കി കളർ നോർമലി നിങ്ങളൊന്നും അത്ര കാണാത്ത കളേഴ്സ് ആയിരിക്കും കാക്കി. ബാക്കിയുള്ള കളേഴ്സൊക്കെ നമ്മൾ ഏകദേശം ഒരു കണ്ട് മടുത്തിട്ടുള്ള കളറാണ്. ഇതൊക്കെ കുറച്ച് ഡിഫറെൻറ്റ് യൂണിക് ഉള്ള കളറാണ്. ഒരു കാക്കി കളറിൽ അതിൽ തന്നെ വർക്ക് വന്നത്. ഈ വർക്ക് നമ്മൾ ഡാർക്ക് ഷെയ്ഡിൽ കണ്ടു, പക്ഷേ അത് പേസ്റ്റലും വരുന്നുണ്ട്. അതാ പേസ്റ്റലും ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് വെച്ചതിന്റെ കാരണം അതാണ്. അതെ, രണ്ടും നമുക്ക് ഉണ്ടെന്നുള്ളതിൽ കാണിക്കാൻ. അപ്പോൾ ഇത് സെയിം സിംഗിളിൽ വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് വേണമെങ്കിൽ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഒരു ടൈം പീരീഡ് കൊടുത്താൽ മതി. ഇതൊരു ചെക്കാണേ. ഞാൻ എന്തായാലും ഒരു ഹിന്റ് തരാം. ഇത് ഒരു ചെക്കാണ്. അപ്പൊ എണ്ണത്തില് ഇതും പിടിച്ചോ അല്ലേ? അതെ, ചെക്കിന്റെ എണ്ണത്തില്. ഓക്കെ, ഇത് ഞാൻ എണ്ണാണെങ്കിൽ പണി കുറച്ചുണ്ട്. ഒരു പേപ്പറും പാനും എടുത്തിട്ട് എഴുതി വെക്കേണ്ടി വരും. അതെ, മറക്കാണ്ടിരിക്കാൻ. ഒരു വട്ടം ചെക്ക് ചെയ്യുക, വീണ്ടും എന്നിട്ട് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അതെ, ചെക്ക് ചെയ്യേണ്ടി വരും. ബിക്കോസ് അത്രയ്ക്കും നമ്മൾ ചെക്ക് കാണിച്ചിട്ടുണ്ട് ഇതില്. അപ്പൊ അവർക്ക് ചെറിയൊരു സമ്മാനം നമ്മളെ ശുഭരാഗര വരെ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ പറയണതുകൊണ്ട് തെറ്റില്ലല്ലോ? അതെങ്ങനെയാ അപ്പൊ സെലക്ട് ചെയ്യും? ഇവിടെ വരട്ടെ? കറക്റ്റായിട്ട് ഞാനും എണ്ണത്തെ ഫസ്റ്റ് ഞാൻ എണ്ണിട്ട് കറക്റ്റ് ചെയ്ത് വെക്കട്ടെ. കറക്റ്റായിട്ട് അതേ എണ്ണ ആണെങ്കിൽ നമുക്ക് ഒരു ഇങ്ങോട്ട് വരുന്നവർക്ക് അല്ലേ? ഇവിടെ വന്നെടുക്കണവർക്ക് അത് വീഡിയോ കണ്ടിട്ട് പറയും വേണം ഇങ്ങനെ ഒരു സംഭവം. ഇങ്ങനെ ഞാൻ വീഡിയോ കണ്ടു, അങ്ങനെ ഒരു നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഇങ്ങനെ കാര്യമുണ്ട്, സർപ്രൈസ് ഗിഫ്റ്റ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. യെസ്, ഓക്കെ. അപ്പൊ ഇത് വന്നിട്ട് ഒരു സാൽമൺ കളറിലേക്ക് വരുന്ന കളർ. ഇത് പെൻസിൽ വീവിങ്. അതെ, പെൻസിലിലെ ബുട്ട സ്റ്റൈൽ വീവിങ്. പെൻസിലിൽ തന്നെ ഒരുപാട് ജാൽ വീവ് ഉണ്ട്, ലഹരിയ പാറ്റേണിൽ പെൻസിൽ വീവിങ് പോണതുണ്ട്. പക്ഷെ ഇത് വന്നിട്ട് ബുട്ട സ്റ്റൈൽ വീവിങ് ആണ്. ഓക്കെ, കളർ അടിപൊളി കേട്ടോ. എന്ത് കളർ പറയാന്ന് മനസ്സിലാവില്ല കളർ. പക്ഷെ നല്ല കളർ. പല പേസ്റ്റൽ കളർ നമുക്ക് പേര് പറയാനേ പറ്റില്ല. ഈ കളറിന് എനിക്ക് ഒരു പേരും ഇല്ല. സാൽമൺ പീച്ച് അല്ല, പീച്ച് ആയിട്ടില്ല, കുറച്ചും കൂടി ഫ്ലഷ് കളർ വന്ന സാൽമൺ പീച്ച്. ഇത് ഇപ്പൊ നമുക്ക് ഫൗണ്ടേഷന്റെ കളറൊക്കെ പറയാം. ഫൗണ്ടേഷന്റെ കളർ പെണ്ണുങ്ങളാണെങ്കിൽ അത് പറയാം, ആണുങ്ങൾക്കാണെങ്കിൽ എന്ത് കളർ പറയും ഒരു ഐഡിയ ഇല്ല. എന്നാലും ഏതോ ഒരു കളർ എന്തായാലും. അതെ, അതിന്റെ തൊട്ടപ്പുറത്തെ കളർ നോക്കിയാൽ അത് അതിനേക്കാളും നല്ല അടിപൊളി കളർ. ഇത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പാല് പായസൊക്കെ വെക്കുന്നതിന് മുമ്പ് കുറുക്കിയ പാലുണ്ടാവല്ലോ, ചുണ്ടി വെച്ച പാലട അല്ലേ? ലാസ്റ്റ് വരുന്ന ആ ഒരു മോളിലത്തെ പാട കെട്ടി നിൽക്കുന്ന ആ ഒരു കളർ. എന്തൊക്കെയാ ഉദാഹരണം നമ്മള് ഡീറ്റെയിലിംഗ് പറയണം, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഏകദേശം കളർ കോമ്പിനേഷനിലെ എന്തൊരു ലൈറ്റ് പിങ്ക് തട്ടും. ഈ പാക്കറ്റ് പാലൊക്കെ നമ്മൾ ഇതാക്കി വെക്കുമ്പോ, പായസം വെക്കുമ്പോ ആലോചിച്ചാൽ മതി ഈ ഒരു സാരിനെ കുറിച്ച് അല്ലേ? അപ്പൊ ഇതും ഒരു കല്യാണത്തിന് പായസം കുടിക്കുമ്പോ ഈ സാരി കൊടുത്താൽ മതി. അതൊരു നല്ല ഓപ്ഷനാണ്. നല്ല റൈമിങ് അല്ലേ? അതെ, അത് നിങ്ങളുടെ സ്വന്തം മകളുടെ ഇതിന് മാത്രം കല്യാണം കൊടുക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾ ഒരു ഗസ്റ്റ് ലുക്കിനൊക്കെ വേണമെങ്കിലും കൂടി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് നന്നായിട്ട് ഉടുത്തു പോവാം. അത്രയ്ക്കും നല്ല സാരികളാണ്, വെയ്റ്റ്ലെസ് ആണ്, ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഒരു നല്ല സാരി എടുക്കട്ടെ. ആ ഒരു ഗ്രീൻ, വൺ ഓഫ് മൈ ഗ്രീനിൽ തന്നെ 2 ഗ്രീൻ കേട്ടോ. ഇതൊരു ഗ്രീൻ, ഇതൊരു ഗ്രീൻ. 2 ഗ്രീന് വ്യത്യാസം ഉണ്ടല്ലേ? അതെ, 2 വ്യത്യാസം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വെച്ചതാ. രണ്ടും വേറെ വേറെ ഗ്രീനുകളാണ്, ഡിഫറെന്റാ. ഏത് ഗ്രീനാ ഓപ്പൺ ചെയ്ത് ചേച്ചി? അതന്നെ ഓപ്പൺ ചെയ്തോ. ഇതോ? അതും ചെക്ക് തന്നെയല്ലേ? അല്ല ഇല്ല, ഈ കൈ പിടിച്ചിരിക്കുന്നത് ചെക്കല്ല അല്ലേ? ഇത് സ്ട്രൈപ്സ് അല്ല. ചെക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തേട്ടോ. അപ്പൊ നമ്മൾ ഡീറ്റെയിലിംഗ് കാണിക്കാം. ഇത് ചെക്കാണോ സ്ട്രൈപ്സ് ആണോ ചേച്ചിമാര് പറയാ. ഒരു ലൈൻ ഉണ്ട് എന്നാൽ ചെക്കിന്റെ ഒരു ഇതുണ്ട്, പക്ഷെ ചെക്കല്ല എന്ന് പറയണ. എന്തായാലും സ്ട്രൈപ്സ് ആണ്. അപ്പൊ ഇത് ചെക്കിൽ കൂട്ടണ്ട കേട്ടോ, അത് ആദ്യമേ നമ്മൾ പറയാം. ഓക്കെ, ഓക്കെ. ഇനി ഇതിനെ കുറിച്ച് പറയാൻ ഫുൾ ജറി വീവിങ്. ജറി വീവിങ്ങിലെ ബുട്ട സ്റ്റൈലില് ബ്രൊക്കേഡ് ആണ് കേട്ടോ. ബ്രൊക്കേഡിൽ തന്നെ എത്ര വെറൈറ്റീസ് ഓഫ് വീവിങ്സ് ഉണ്ടെന്ന് ആലോചിക്കൂ.
ഫുൾ ബ്രൊക്കേറ്റ് വീവിങ്ങിൽ നമ്മൾ ചെറിയ ബുട്ടാസിന് വേണ്ടി മാത്രം ഗ്യാപ്പ് വിട്ടിട്ട് ബുട്ട സ്റ്റൈൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗ്രീൻ, അടിപൊളി ഗ്രീൻ. ഷെയ്ഡ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നേരിട്ട് ഇഷ്ടം പോലെ പറഞ്ഞാൽ ഇഷ്ടം പോലെ. 5 ബ്ലൗസ് നമ്മളിപ്പോ ഏകദേശം എന്താ പറയുക ഒരു 3/4 മണിക്കൂറത്തോളം ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ എന്നാലും കഴിഞ്ഞിട്ടില്ല, തീർന്നിട്ടില്ല. ഇഷ്ടം പോലെ ടിഷ്യൂന്റെ വരണേ ഉള്ളൂ. ഇനിയും ഉണ്ടാ ടിഷ്യൂ? ഓ, ഇത്ര നമ്മൾ കാണിച്ച ബ്രൊക്കേഡ് മാത്രം. ഇനി ടിഷ്യൂ ഈ വീഡിയോയിൽ തന്നെയാണോ? അതെ, ഇതേ വീഡിയോയിൽ തന്നെ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഓറഞ്ച് ഒക്കെ യൂണിക് കളേഴ്സ് അല്ലേ. നോർമലി പീച്ച് കോമൺ, ബട്ട് ഇത് പീച്ച് അല്ല. കണ്ടോ കളേഴ്സ് കണ്ടോ, ഇത്ര നല്ല കളേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ കണ്ട ഡിസൈൻസ് തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ആണ്, യൂണിക് ആണ്. അതിൽ തന്നെ കളർ ഷെയ്ഡ് കാണിക്കാണ് കേട്ടോ. ഇത് പീച്ചിൽ തന്നെ. പീച്ച് ബ്ലൗസ് അതുപോലെ സിംഗിൾ ഷെയ്ഡിൽ വരുന്നതാണ്, കോൺട്രാസ്റ്റ് അല്ല. ഈ ഇരിക്കുന്ന സംഭവം എന്താ? ഇത് സോഫ്റ്റ് സിൽക്ക് ചേച്ചി. അപ്പൊ ഇത് ഫുൾ ബ്രൊക്കേഡ് ആണ് ഇപ്പൊ ഇരിക്കുന്നത്. അതെ, ഇത് ഫുൾ ബ്രൊക്കേഡ്. ഓ, ഇപ്പൊ സോഫ്റ്റ് സിൽക്കും ഉണ്ട്. സോഫ്റ്റ് സിൽക്ക് ഉണ്ട്. ഞാൻ ഇതിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഫാൻസി സോഫ്റ്റ് സിൽക്സ് മാത്രം, ഹാൻഡ്ലൂം സാരികൾ മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ഓക്കെ. അല്ലാത്തത് ലോ റേഞ്ചിന്റെ ഉണ്ട്. ഉണ്ട്. ഓ, ഇത് സൂപ്പർ കളർ കേട്ടോ. ഈ കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്രൗൺ, ഡാർക്ക് കോഫി ബ്രൗണിലേക്ക് ഓലിവ് ഗ്രീൻ. ഇതിന്റെ വർക്ക് സൂപ്പർ കളർ. ഇതൊക്കെ ഹാൻഡ്ലൂം സാരികളാണ്. സോഫ്റ്റ് സിൽക്കിൽ അല്ലേ? സോഫ്റ്റ് സിൽക്ക്. നല്ല അടിപൊളി ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ബ്ലൗസ്, ബോർഡർ ഇതായിട്ട് വരും. ബോർഡർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് ഡിഫറെന്റ് കളർ ഷെയ്ഡ് ആണ് കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരീസില്. സോഫ്റ്റ് സിൽക്ക് ഇതിലൊക്കെ കുറവായിരിക്കും. ഇതൊക്കെ 8,3 തൊട്ടിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് റേറ്റ് അറിയണമെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽ. ഇപ്പൊ സോഫ്റ്റ് സിൽക്ക് ആണ് മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി കളർ ഷെയ്ഡ്, കളർ കോമ്പിനേഷൻ. സോഫ്റ്റ് സിൽക്കിൽ തന്നെ ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്നാണ് നമ്മൾ കാണിക്കുന്നത്. ബോർഡർ വെച്ച ടൈപ്പും ഉണ്ട്, ബോർഡർ ലെസ്സും ഉണ്ട്. ഇത് ബോർഡർ വെച്ചത്. ബോർഡർ ആണെങ്കിലും ഭയങ്കര മൈൽഡ് ബോർഡർ ആണ്, നല്ല വലിയ ബോർഡർ ഒന്നും അല്ല. പക്ഷെ ഇതിന്റെ കാണിക്കാനുണ്ട് കേട്ടോ മുന്താണിയുടെ പോർഷൻ കണ്ടോ. ഇതിന്റെ വർക്ക് കുറച്ച് എടുത്ത് കാണിക്കാനുണ്ട്. നല്ല അടിപൊളിയാണ്. കളർ വൈസും സൂപ്പർ അല്ലേ? നല്ല ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക്. ഇതില് സോഫ്റ്റ് സിൽക്കിൽ കൂടുതൽ ഡാർക്ക് നല്ല കുറച്ച് നല്ല ബ്രൈറ്റ് കളേഴ്സ് കൂടുതൽ വരുന്നത്. അതിനാണ് ഇപ്പൊ നോർമലി എല്ലാവർക്കും പേസ്റ്റൽ വന്നിട്ട് ഈ സോഫ്റ്റ് സിൽക്കിലൊക്കെ പേസ്റ്റൽ എടുക്കുന്നതിനെക്കാട്ടിലും ആൾക്കാർ ഡാർക്കിലേക്ക് പോകുന്നുണ്ട്. ഡാർക്ക് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതെ, ഇതൊന്നും അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടാ. അതെ, ഇതൊക്കെ ഹാൻഡ്ലൂം സാരിയാണ്. ഞാനത് പിന്നെയും ഹാൻഡ്ലൂം എന്ന് പറയുന്നതിന്റെ കാര്യം അത് ഹാൻഡ്ലൂം ആണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതെ, നമ്മള് ചെയ്യിപ്പിച്ച വർക്കാണ്. ഹാൻഡ്ലൂം ഒക്കെ ഏത് കാലത്തൊക്കെ ഫുൾ നിർത്തി പോയാൽ മാത്രമേ അതിന്റെ വാല്യൂ അറിയുള്ളൂ. അതെ. ഓ, ഇത് സൂപ്പർ അല്ലേ? ഇത് ബോർഡർലെസ്. ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് ആൻഡ് പല്ലു കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. പല്ലു അല്ലേ ഇത്? ഇത് പല്ലു. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കളർ അടിപൊളിയാണ്. പിന്നെ സെയിം അതിൽ തന്നെ ഡിഫറെന്റ് വെറൈറ്റി അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ കാണിച്ചാലും തീരില്ല, ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. ടിഷ്യൂ കിടക്കുന്നുണ്ട്. ടിഷ്യൂന്റെ ഒരു റേഞ്ച് തന്നെ ഉണ്ട് കാണിക്കാനായിട്ട്. അതെ, റേഞ്ച് ഓഫ് ടിഷ്യൂ സാരീസ്. ഇതൊക്കെ കണ്ടോ, ഇത് പേസ്റ്റലിൽ വരുന്നത്, ബട്ട് നോട്ട് ടു ലൈറ്റ്. ഇങ്ങനത്തെ ഇത്ര അളവിന് ലൈറ്റ് കളേഴ്സ് ആയിരിക്കില്ല ഇതൊന്നും. ഇതിന്റെ ഷെയ്ഡും നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇതില് ഗ്രീൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഷെയ്ഡ് ഇതൊക്കെ കണ്ടോ, ഷെയ്ഡ് സൂപ്പർ. 1 സൈഡ് ബോർഡേഴ്സ്, ഡബിൾ സൈഡ് ബോർഡേഴ്സ്, റെട്ടപ്പെട്ട ബോർഡേഴ്സ്, എല്ലാ ടൈപ്പും ഇതിലുണ്ട്. ഏത് കളർ ഏത് സാരി വേണോ. അതെ, ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ. ഇത് ബോർഡർ ഉണ്ട് കേട്ടോ. ബോർഡർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ആ ഒരു ബോർഡർ ശരിക്കും എടുത്ത് കാണുന്നുള്ളൂ അല്ലേ? ഗ്രീൻ രാമ ഗ്രീൻ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ടിഷ്യൂലേക്ക് കിടക്കാം. ഇത് വെറൈറ്റി ഡിസൈനുകൾ, ടിഷ്യൂലെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ടിഷ്യൂ സാരികൾ. ഓക്കെ, ഇതിനും റേഞ്ച് സെയിം ആ ഒരു അല്ല, ഇത് കുറച്ചും കൂടി അതേ റേഞ്ചിൽ സ്റ്റാർട്ട് ആവുന്ന റേഞ്ചുകളുണ്ട്. 20 സംതിങ് റേഞ്ചിൽ സ്റ്റാർട്ട് ആവുന്നതും ഉണ്ട്, അപ് ടു 60 റേഞ്ച് വരെ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നു. ഈ ടിഷ്യൂല് ഇതെന്തോ ഒരു സ്പെഷ്യൽ ആണല്ലോ, നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റിംഗ് പെട്ടി. പട്ടുസാരി മന്ത്രകൂടിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കണം പെട്ടി. ഓ, പെണ്ണിന്റെ ചെക്കന്റെ വീട്ടുകാർ പെണ്ണിന് കൊടുക്കുമ്പോൾ സ്പെഷ്യൽ ശുഭരാഗ എന്ന് പറഞ്ഞിട്ട്. വാവ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, വലിയ വലിയ ഷോപ്പുകളൊക്കെ കാണാം. ഇവർ ഓൾറെഡി ഹോൾസെയിൽ സപ്ലയേഴ്സ് ആണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നതും എല്ലാം ബ്രൈഡൽ സാരി. ഒന്നുകൂടി വെച്ച് അതിന്റെ ഉള്ളില് ഒന്നുകൂടി അടക്കി ഒരു ഗിഫ്റ്റിങ്ങിന്റെ ഒരു ബോക്സ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കണ്ടോ.
അതും ശുഭരാഗ ടെക്സ്റ്റൈൽ കുത്താമ്പുള്ളി. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പെണ്ണിന്റെ ആ ഒരു സ്വപ്നം ഇവിടെ പൂവണിയാണ് ഈ ഒരു മന്ത്രോടി സാരി വെച്ചിട്ട് അല്ലേ. അത്രയും സ്പെഷ്യലാണ്. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ സാരി വെച്ച് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അതും നല്ല വർക്കോട് കൂടിയിട്ടാണ്. അതെ, ഇനി ഇത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട് കുത്താമ്പുള്ളി മൊത്തം കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് ആ സെറ്റ് മുട്ട് സെറ്റ് സാരി ട്രഡീഷണൽ അതൊക്കെയാണ്. പക്ഷെ ഇവിടെ അതൊന്നും കിട്ടൂല. അതെ, നമ്മൾ മെയിൻ ആയിട്ട് ബ്രൈഡൽ സാരി തന്നെ, മെയിൻ ആയിട്ട് സാരികൾ എന്ന് വെച്ചാൽ പട്ട് സാരിയുടെ ഒരു ലോകം തന്നെയാണ് അവിടെ. പട്ട് സാരി മാത്രമല്ല, അതിന് മാത്രം. പിന്നെ ഞാൻ ഈ വീഡിയോ മാത്രം ഈ ഇങ്ങനെ വലിയ സാരി കാണിക്കുന്നത് കൊണ്ട് നമ്മുടെ അടുത്ത് ഈ സാരി മാത്രം എന്ന് വിചാരിക്കരുത്. ഇനിയും വില കുറഞ്ഞ സാരികൾ 5000, 4000, 3000, 2000 റേഞ്ചിലൊക്കെ ഗിഫ്റ്റിംഗ് സാരികൾ ഒരുപാടുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ അത് വീഡിയോയിൽ ഇടാം, അല്ലെങ്കിൽ ഇനിയൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അതൊക്കെ അവൈലബിൾ ആണ്. പേജ് ഉണ്ട്, യൂട്യൂബ് ചാനൽ ഉണ്ട്, ഇൻസ്റ്റാ പേജ് ഉണ്ട്, യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ് ഞാൻ അപ്ഡേറ്റ് കൊടുക്കുന്നത്. ശുഭരാഗ ടെക്സ്റ്റൈൽസ് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഞാൻ അപ്ഡേറ്റ്സ് എല്ലാം അതിൽ കൊടുക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ഫോളോ ചെയ്ത് വെക്കുക. ഞാൻ ഫുൾ ഇപ്പോൾ ഒരു സാരി എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ ചേഞ്ച് മൊത്തമായിട്ട് ഞാൻ അതിൽ ഡിസ്പ്ലേ കൊടുക്കും. പുതിയ കളക്ഷൻസ് ഒക്കെ അവരുടെ പേജിൽ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതൊരു സ്പെഷ്യൽ ആണ്. കുറച്ച് ബോർഡർ ടിഷ്യൂല് തന്നെ നമുക്ക് കുട്ടു കോൺട്രാസ്റ്റിൽ വന്നിട്ട് ബ്രൊക്കേഡ് ബ്ലൗസ്, ബ്രൊക്കേഡ് ബോർഡർ വരുന്നത്, റേഷൻ ബോർഡർ എന്ന് പറയുന്നത്. ഇത് റേഷൻ ബോർഡറിൽ വർക്കും കുറച്ച് ഡിഫറെന്റ്. പിന്നെ മീനാക്കാരി വർക്കാണ്. ബോഡി ഫുള്ളും നമുക്ക് പോയിരിക്കുന്നത് മീനാക്കാരി. ടിഷ്യൂ എന്ന് പറയുമ്പോൾ സ്റ്റിഫ് ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടാണോ? ടിഷ്യൂ ടിഷ്യൂ അതാണ് എല്ലാരും മനസ്സിൽ. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പടാന്ന് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. അങ്ങനെയല്ല, സാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കും. കുഴഞ്ഞു നിൽക്കണം. നമ്മുടെ ടിഷ്യൂ സാരി കുഴഞ്ഞു നിൽക്കും. എനിക്ക് മറ്റു സാരികൾ എനിക്ക് അറിയില്ല. ഞങ്ങൾ എപ്പോഴും വാട്ടർ ഫിനിഷ് ഈ കുഴഞ്ഞു നിൽക്കുന്ന ടൈപ്പാണ് ടിഷ്യൂ ഉള്ളത്. ഞാനൊക്കെ ഫസ്റ്റ് ടിഷ്യൂ ഉപയോഗിച്ചപ്പോ എനിക്ക് എന്റെ ഒരു ധാരണ അല്ല, ഞാൻ ഉപയോഗിച്ചത് അങ്ങനെയായിരുന്നു. അപ്പൊ എന്റെ ധാരണ നിൽക്കുന്നതാണ്. പിന്നീടാണ് അത് നമ്മൾ യൂസ് ചെയ്ത് വന്നപ്പോൾ ഓരോരോ ടിഷ്യൂവിനും മാറ്റങ്ങളുണ്ട്. അപ്പൊ കുറച്ചുകൂടി റേഞ്ച്. ഇപ്പൊ നിങ്ങള് സെമി ഇപ്പൊ ഈ 1000 റേഞ്ചിൽ വരുന്നതില് സോഫ്റ്റ് ഉണ്ട്, മടമട ഇങ്ങനെ പറപറ നിൽക്കുന്ന ടൈപ്പും ഉണ്ട്. നമ്മൾ മാക്സിമം എല്ലാത്തിലും സോഫ്റ്റ്നെസ്, ബിക്കോസ് എന്റെ മമ്മി യൂസ് ചെയ്യുന്ന സാരികൾ നോക്കി നോക്കി നമ്മളൊന്നും ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ മമ്മി പടപടാന്നുണ്ടെങ്കിൽ എന്റെ മമ്മി കൊടുക്കില്ല. ഷീ ഓൾവേസ് പ്രിഫർ സോഫ്റ്റ് സാരീസ്. കസ്റ്റമറാണ്, ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ടാണ്. ഡീൽ ചെയ്തോളൂ മമ്മി. അപ്പോൾ ഇത് വന്നിട്ട് വൺ ഓഫ് ദ എന്താ പറയാ ഭയങ്കര യുണീക്ക് കളക്ഷൻസിൽ അങ്ങനെ വരുന്ന സാരികളിൽ ഒന്നാണ്. ഇത് ബോഡി ഫുൾ മീനാക്കാരി വർക്ക്. ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ വീഡിയോ കാണുന്ന ഭംഗിയല്ല, നേരിട്ട് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഭംഗി കൂടും. അതെ, വെച്ച് നോക്കണം. അല്ല ബെർനൂര്. അതെ, നമ്മൾ വേണമെങ്കിൽ വെച്ച് കാണിക്കാം. വെച്ച് കാണിക്കാൻ കുഴപ്പമില്ല. അത് വേണ്ട, അത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ അവര് തന്നെ വെച്ച് നോക്കായിരിക്കും. ചേച്ചി നമ്മളെ ഇതാക്കാൻ വിടുന്നില്ല. അല്ല, അങ്ങനെയല്ല, നമ്മള് വെച്ച് കാണിക്കുന്നതും ഓരോരുത്തർക്കും ഓരോ ലുക്ക്. അതെ, ഓരോരുത്തർക്കും ഇപ്പൊ എനിക്ക് ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു ടേസ്റ്റ് വെച്ച് നോക്കുമ്പോ അവര് വെച്ച് നോക്കുമ്പോ ഇപ്പൊ നമ്മൾ ഇത് കണ്ടുകൊണ്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ പേസ്റ്റെല്ലാം നോക്കിയാലോ. അതന്നെ ആ വർക്ക് തന്നെ, അതന്നെയാണ് ഞാനും കാണിച്ചത്. രണ്ടും സെയിം തന്നെ, ഏകദേശം കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു എന്താ പറയാ, ഒരു മിന്റ് ഗ്രീൻ. ഗ്രീൻ ആണല്ലേ, മിന്റ് ഗ്രീൻ. കണ്ണാട വെക്കാറായി. ശരിക്കും പറഞ്ഞ കളറിന് നല്ല ഇത് ഭയങ്കര ഡിഫറെന്റ്. ഈ പാറ്റേൺ ചേച്ചി എവിടെയെങ്കിലും കണ്ട പോലെ ഉണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ബ്രൈഡിനൊക്കെ കൊടുക്കണ വലിയ. ഈ ഇടയ്ക്ക് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഇല്ലേ, സെലിബ്രിറ്റി സാരി എന്ന് പറഞ്ഞു, ജ്യോതിക മാം സാരി. ഞാൻ അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് റേറ്റ് കുറവിനുള്ളത് വളവള നിൽക്കുന്ന ഐറ്റം. അത് വന്നിട്ട് ജസ്റ്റ് പ്ലെയിൻ ഇത് ഈ ഒരു ഇത് മാത്രം. അതിൽ നിന്ന് നമ്മൾ എത്ര അപ്ഡേറ്റഡ് ആണ് നിങ്ങൾക്ക് കൊടുക്കണമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ നിന്ന് എത്ര അപ്ഡേറ്റഡ് ബോർഡർ ആണെന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നോട്ട് ജസ്റ്റ് ജ്യോതിക സാരി. ജ്യോതിക മാം ഉടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പാറ്റേൺ ഉണ്ടാക്കി അത് ഓൾറെഡി എന്റെ ഇൻസ്റ്റാ പേജിൽ ഇട്ടത് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടാണ് ജ്യോതിക. ഇത് അതിനെക്കാട്ടിലും അപ്ഡേറ്റഡ് വേർഷൻ. അത് കുറച്ചും കൂടി ട്രഡീഷണൽ പാറ്റേൺ ആയിരുന്നു. ഇതാ ഇത് വന്നിട്ട് ബോർഡർ മുകളിലത്തെ അപ്പർ ബോർഡർ, സ്മോൾ ബോർഡർ വർക്ക്. ബോർഡർ വർക്ക് വ്യത്യാസമുണ്ട് അല്ലേ? അതെ, ബോർഡർ ഭയങ്കര യൂണിക് ആയിരിക്കും. ബോഡി ഫുൾ ജ്യോതിക മാമിന്റെ സാരിയുടെ പാറ്റേൺ. ബോർഡർ വന്നിട്ട് മീനാക്കാരി വർക്ക്. ഇതിൽ കളേഴ്സും ഉണ്ട് അല്ലേ? ആ കളറും കൂടി എടുത്ത് അത് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇല്ല, അത് ഡിഫറെന്റ് കളറാണ്. പക്ഷെ ഇതിൽ കുറച്ചുകൂടി ഇതിൽ പല്ലു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾ ഒരു ഉടുത്തു കഴിഞ്ഞാൽ ഇനി ഈ സാരി ഉടുക്കുന്നത് മേ ബി നിങ്ങൾ കാണാനുള്ള ചാൻസ് എന്താ പറയാ 0.11% അങ്ങനെ പറയും ഈ സാരികളൊക്കെ. ഇത് വെറൈറ്റി ആണ് കേട്ടോ, കുറച്ച് ഡിഫറെന്റ് ലുക്കാണ്. ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ എന്താ പറയാ ഉള്ളിലത്തെ ബോർഡർ ഫുൾ വർക്കും സൈഡിൽ ഒരു ബോർഡർ മാത്രമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി
ഡിഫറെന്റ് ആണ്. എനിക്ക് ആ വർക്ക് കണ്ടപ്പോഴാണ് ഞാൻ ഇത് എടുക്കാൻ. ഇത് ബ്ലൗസ്, ബാവിഞ്ചി ബ്ലൗസ്, ബോർഡർ വെച്ച് ബാവിഞ്ചി ബ്ലൗസ്. അപ്പോൾ സാരികൾ ഇങ്ങനത്തെ യുണീക്ക് സാരികൾ വേണം പറഞ്ഞാൽ നിങ്ങൾ ശുഭരാഗ ടെക്സ്റ്റൈൽസിലേക്ക് തന്നെ വരണം. ഇതാണ് നമ്മുടെ പല്ലൂടെയും സാരി ഓടിയിരിക്കുന്ന കളർ ഇതാണ്. ഇനി രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് വെച്ചാൽ കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളത് സെയിം വർക്കിൽ തന്നെയാണ്. ഇതൊരു പിങ്ക് ആണ്, ഇതൊരു ഗ്രീനിലാണ് വരുന്നത്. മിന്റ് ഗ്രീൻ കളേഴ്സും അതുപോലെ തന്നെ അടിപൊളി കളേഴ്സ് ആണ്. ക്രിസ്ത്യൻ ബ്രൈഡൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കുന്ന യുണീക്ക് സാരികൾ വൺ ഓഫ് ദ സാരീസ് ആയിരിക്കും. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ഡിഫറെന്റ് ആണ്. ഇതിന്റെ റേഞ്ച് അറിയണമെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യൂ. അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാ പേജിൽ അങ്ങനെ റേറ്റ് പറയില്ല അല്ലേ? ഇൻസ്റ്റാ പേജിൽ വേണമെങ്കിൽ അല്ല റേറ്റ് പറയാറുണ്ട്. റേറ്റ് പറയുന്നതും ഉണ്ട്, പറയാത്തതും രണ്ടും ഉണ്ട്. അപ്പൊ അതൊന്ന് ഫോളോ ചെയ്ത് എന്തായാലും അതെ മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക. പിന്നെ ഒരു നമുക്ക് ഇതേപോലെ തന്നെ അടിപൊളി സാരി ഇനിയൊരെണ്ണം ലാവൻഡറിൽ വലിയ ഇതിന്റെ തന്നെ നമ്മൾ പീകോക്കിന്റെ കണ്ടന്റ് തന്നെ വലിയ ഡിസൈൻ. ഇത് കുറച്ചും കൂടി യൂണിക്കാ. ഒരു എന്താ പറയാ ഈ കൊട യെസ് കൊട അംബ്രല എന്ന് പറയാൻ വന്നു. കൊട അപ്പൊ കൊടയുടെ ഡിസൈൻ അത് സിൽവറിലാണ് ഫുൾ വന്നിരിക്കുന്നത്. സിൽവറിൽ ഇത് അതിന്റെ ബോർഡർ എടുത്ത് കാണിക്കേണ്ടതാണ്. ബിക്കോസ് ബോർഡർ ഭയങ്കര യൂണിക്കാണ്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് എടുത്ത് കാണിക്കാനുള്ളത്, ഇതില് ആനയുടെ ഡിസൈൻ വന്നിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ആ ഒരു മൈന്യൂട്ടായിട്ട് നമ്മൾ അടുത്ത് വന്നിരുന്നാലൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഇതെല്ലാം ടിഷ്യൂ സാരി ആണ്. സോഫ്റ്റ്നെസ് പിന്നും പറയാം, അത്ര സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ ടിഷ്യൂ വളവള നിക്കുന്നത് തെറ്റിദ്ധാരണ ഇനി മാറ്റാം. ഇത് ടിഷ്യൂക്കൊക്കെ ആന്റിമാരും മാറണം. അതെ, സോഫ്റ്റ് മക്കൾ മാത്രം മാറിയാ പോരാ, ആന്റിമാരും ഇനിയൊക്കെ എല്ലാരും ടിഷ്യൂക്ക് വരണം. സോഫ്റ്റ് സിൽക്ക് വിട്ടിട്ട് ഇനി നമുക്ക് അടുത്ത സോഫ്റ്റ്നെസ് നോക്കുകയാണെങ്കിൽ ടിഷ്യൂലും നോക്കാം. അതെ, ഇത് വന്നിട്ട് വൺ ഓഫ് ദ ന്യൂവസ്റ്റ് ലോഞ്ച് ഓഫ് ശുഭരാഗ ടെക്സ്റ്റൈൽസ്. ബിക്കോസ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ജരി വന്നിട്ട് ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന കസവ് വന്നിട്ട് 4 കളേഴ്സ്. ഇനിയിപ്പോൾ നമ്മൾ ബ്രൊക്കേഡിലും അത് ഇറക്കാൻ പോകുന്നുണ്ട്. ഇനി ആയിക്കൊണ്ടിരിക്കുന്നു ഓൺ പ്രോസസ്സിൽ. പക്ഷേ ഫസ്റ്റ് വലിയ സാരിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. 4 കളേഴ്സ് ഓഫ് ജരി. അപ്പോൾ ഗോൾഡ്, സിൽവർ, കോപ്പർ, പിന്നെ റോസ് ഗോൾഡ്, ഈ 4 കളറിന്റെ ജരി ഈ ഒരു സാരിയിൽ ഒറ്റ സാരിയിൽ നമ്മൾ അങ്ങനെ കയറ്റിയിട്ടുണ്ടെന്നല്ലേ? ഓക്കെ. അത് കുറച്ചും കൂടി നിങ്ങൾ വെയിൽ കാണുമ്പോൾ ആ കളർ നല്ല ഡിഫറൻസ് കാണും. ചിലതിൽ ഗ്രീൻ പോലെ കാണും, ചില കളറിനനുസരിച്ചുണ്ട്. ചിലതിൽ പിങ്ക് ഷെയ്ഡിലൊക്കെ പിങ്ക് കളർ ജരി കൂടുതലായിട്ട് കാണും, ചില ഗ്രീൻ ടച്ച് ഉള്ളതിൽ ഗ്രീൻ കളർ കാണും. അങ്ങനെ യൂണിക് ആയിട്ടുണ്ടാവും പാറ്റേൺ. അത് വെയിൽ വന്ന് കാണിക്കുമ്പോൾ ഞാൻ കാണിക്കാം കസ്റ്റമേഴ്സിന്. വെയിലത്ത് നമ്മൾ ഇട്ട് നിൽക്കണമെന്ന്. അതെ, എന്നാലാണ് ആ ഒരു ഡിഫറൻസ്. അതിന്റെ പല്ലു. അപ്പൊ പട്ടുസാരി മാത്രം, അതും ഹോൾസെയിൽ റേറ്റിന് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി കുത്താമ്പുള്ളിയിൽ നല്ലൊരു കളക്ഷൻ. ഇനി ഇവിടെ ഓൺ തറിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെ അല്ല ചെയ്യിപ്പിക്കണത്. അത് കുറെ പേർക്കുള്ള ഒരു ഡൗട്ടാണ്. ഇവിടെ നമ്മുടെ കുത്തമ്പള്ളി ക്ലൈമറ്റ് കണ്ടീഷന് നമ്മളിവിടെ പട്ട് സാരി നെയ്യാൻ പറ്റില്ല. നെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ ത്രെഡ് പൊട്ടി പോയി അവർ തിരിച്ച് അത് ചേർന്ന് നെയ്യാനുള്ളത് അതിനുള്ള ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ അവൈലബിൾ അല്ല ഇവിടെ കുത്താമ്പള്ളിയിൽ. സോ ഇത് വന്നിട്ട് അതിനായിട്ടുള്ള സൂട്ടബിൾ വെതറുള്ള സ്ഥലങ്ങളിലാണ് ഇത് നെയ്ത് വരുന്നത്. നമ്മൾ നെയ്യണത് പറഞ്ഞാൽ നമ്മൾ തറി വന്നിട്ട് നമ്മൾ സ്വന്തം കൊടുത്ത് വാങ്ങണതാണ്. ലൈക്ക് നമ്മുടെ റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കൊടുക്കും, കൂലിക്ക് നമ്മൾ നെയ്യുന്നതാണ് സ്വന്തം തറി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ 10,000 തറി നമ്മൾ ഒരുമിച്ച് അങ്ങനെയല്ല. അത് എല്ലാവർക്കും ഉള്ളൊരു തെറ്റായിട്ടുള്ള കോൺസെപ്റ്റാണ്. പിന്നെ കുത്താമ്പള്ളിയിൽ വീവ് ചെയ്യണത് വന്നിട്ട് കസവ് സാരികളും കസവ് സെറ്റ് മുണ്ടുകളും ആണ്. ലൈക്ക് ഡോള സിൽക്കും അങ്ങനത്തെ ഏത് സാരികളും ഇവിടെ നെയ്യണതല്ല. പ്ലീസ് അങ്ങനെയൊന്നും ഇങ്ങനെ വന്ന് ചോദിക്കരുത്. എൻ്റെ വീഡിയോയിൽ ഞാൻ ഇതുവരെ അങ്ങനെ ആരും മിസ്ഗൈഡ് ചെയ്തിട്ടില്ല. വരുന്ന ഒരു ധാരണയാണ് കുത്താമ്പള്ളി ആ നെയ്ത്ത് ഗ്രാമാണ് ഇവിടെ നെയ്യുന്നത്. ഇവിടെ സെറ്റ് സാരി സെറ്റുമുണ്ട് ഇത് നെയ്യുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ പട്ടുസാരി വെച്ച് നോക്കുമ്പോ ഇവിടെ അല്ല. അത് എടുത്ത് പറയണത് നമ്മൾ ഒരുവിധം വീഡിയോയിലൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അല്ല, കുത്താമ്പള്ളി എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മുടെ എല്ലാവരും മൈൻഡിൽ ഇതാണ്, നെയ്യുന്ന ഒരു തറിയുണ്ട്, നെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ വീഡിയോയിൽ പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് സെറ്റ് സാരി ടോട്ടലി ഡിഫറെന്റ് സെഗ്മെന്റ് ആണ്. ഇത് പട്ടുസാരി. അപ്പോൾ ഇത് വന്നിട്ട് പട്ടുസാരിയിലെ തന്നെ 3D എഫക്റ്റ് വരുന്ന ഒരു ടിഷ്യൂ സാരി. 3D ഇതിന് സോഫ്റ്റ്നെസ്സിന് എന്തെങ്കിലും കുറവുണ്ടോ ചേച്ചി? ഇത് 3D എഫക്റ്റ് സാരി അല്ലേ? പൂക്കള് നിങ്ങൾ നേരെ കണ്ടോളൂ, പൂക്കള് നേരിട്ട് കണ്ടോളൂ. താമര പോലെ ഇപ്പൊ പറിക്കാൻ പറ്റുന്ന. അതുപോലെ നിങ്ങൾ കളർ കോമ്പിനേഷനും ഇതൊന്ന് നോക്കേണ്ടതാണ്. നോർമൽ നമ്മുടെ കേരള സ്റ്റൈൽ ഓഫ് കളർ കോമ്പിനേഷനേ അല്ല. ഞാൻ അതാ പറഞ്ഞത്, ടിഷ്യൂല് ഇനിയും ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനത്തെ കളർ കോമ്പിനേഷനും വെറൈറ്റിയുമാണ്. കളർ ഡിഫറെന്റ്. ഗ്രീനിലെ ഒരു പിങ്ക് അല്ലേ? അതെ, ലൈറ്റ് പിങ്ക്, ബേബി പിങ്ക്. സൂപ്പർ ആയിട്ടുണ്ടാവും. നന്നായിട്ടുണ്ട്. ഓക്കെ. പിന്നെ
അതേ ഇതില് ഓ വെറൈറ്റി ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ അടുത്ത ജ്യോതിക സാരിയിൽ തന്നെ ഒരു വെറൈറ്റി. വാവ്, ഇതാണ് സാരി അല്ലേ? ആ ബോർഡർ ഒക്കെ നോക്ക്. ഇത് പല്ലു, പല്ലുവിന്റെ പോർഷൻ, ബോർഡർ ഒക്കെ ടോട്ടലി നമ്മുടെ നാര എന്നല്ലേ പറയാ ചേച്ചി? അയ്യോ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ബേർഡിന്റെ പേര് നാരല്ലേ? ബേർഡിന്റെ പേര് എന്താണ്? അറിയുള്ളൂ. ക്യാമറമാന് വല്ല ഐഡിയ ഇല്ല? നോ ഐഡിയ. ഞങ്ങൾ ആർക്കും ഒരു ഐഡിയ ഇല്ല. ഐഡിയ ഇല്ലാത്തതാണ്. വരുന്നതാണ്. എന്തായാലും ടോട്ടലി ഡിഫറെന്റ് ഒരു ലുക്കാണ്, ഡിഫറെന്റ് ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു സാരി. ടോട്ടലി സാറ്റിസ്ഫൈ എന്ന് പറയില്ല. നമ്മൾ എന്തായാലും ഒരു ഡിഫറെന്റ് എല്ലാവരും നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ നോക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാരി, ടിഷ്യൂല് ഒറ്റ സാരി, നിങ്ങൾ ഒറ്റ സാരിയില് അന്ന് ആ സാരി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചേച്ചി ഇല്ലേ, ആ സാരി എടുത്ത ചേച്ചി, അങ്ങനത്തെ ഒരു സാരി, അങ്ങനത്തെ ഒരു സാരി. ഇത് അതിന്റെ ബ്ലൗസിലും എന്തെങ്കിലും കുറവ് വെച്ചിട്ടുണ്ടോ നോക്കിയാൽ മതി. ബ്ലൗസിലും സെയിം ആ ഒരു സ്ലീവിന് ഫുൾ വർക്കോട് കൂടിയിട്ട്. ആക്ച്വലി ഈ സാരീനെ ആരും ഇനി ചോദിക്കരുത്, ബിക്കോസ് ദിസ് സാരി ഈസ് ഓൾറെഡി ടേക്കൻ ബൈ മൈ മോം. എന്റെ മമ്മിയുടെ സാരിയാണ്, സാമ്പിൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതേ കളർ. അപ്പൊ ഇതിനി വേറെ സെയിൽ ചെയ്യാൻ? അല്ലല്ല, അതുണ്ടാവും. ഇത് ഇപ്പൊ തറയിലിട്ട് വന്നതില് എന്റെ മമ്മി ഫസ്റ്റ് പീസ് എടുത്തു കഴിഞ്ഞു. ഓ അങ്ങനെ, ഫസ്റ്റ് പീസ് ഗോൺ ടു മമ്മി. യെസ്. ഇനി അടുത്തത് സെക്കൻഡ് പീസേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് പീസ് നമുക്ക് ഇല്ലാന്ന്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ ഇങ്ങനൊരു വെറൈറ്റി. മമ്മി അതെടുത്തോട്ടെ, അടുത്ത വെറൈറ്റി വരുന്നില്ലേ? എന്റെ മമ്മി എടുത്ത് എന്താ ഇനി അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ സാരികളുണ്ടല്ലോ. അപ്പൊ അത് വേണമെന്ന് പറയുകയാണെങ്കിൽ ഒരു ടൈം പീരീഡിൽ നമുക്ക് അത് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓ ഇത് അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. അതിന്റെ ശരിക്കുള്ള ലുക്ക് ഇതാണ്. യെസ്, ഇതാണ് ചേച്ചിമാര് തിളങ്ങാനോ ഡിഫറെന്റ് ആയിട്ട് എന്റെ പോലെ ഇനി ആരും ഉടുക്കാൻ പാടില്ല വിചാരിക്കണവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്നോളും ചേച്ചിമാരെ. അതെ, ഇതാണ് ഒരു ഡിഫറെന്റ് കോമ്പിനേഷൻ, ഡിഫറെന്റ്. ഓ സൂപ്പർ കളർ കോമ്പിനേഷൻ, അടിപൊളി അല്ലേ? ഇത് ഒന്നും പറയാല്ലോ, അടിപൊളി, സൂപ്പർ അല്ലേ? ഇല്ല പിന്നെ ഇത് മമ്മിക്ക് കൊടുക്കണ്ട. ഇതിന്റേതായിട്ടൊരു ആളുണ്ട്, ആ ആള് ഇതേ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ വരും ഇങ്ങോട്ട്. എവിടെയാണെന്ന് അറിയാം, കുത്താമ്പുള്ളി. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഒന്ന് ചോദിച്ചാൽ മതിട്ടോ. ഇതിന് വേണ്ടിയിട്ടായിട്ട് വരുന്നത്. അതെ, ഇത് അടുത്ത വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ, മൊത്തത്തില് വെറൈറ്റിയാണ്. അടുത്ത ഏത് വെറൈറ്റി ഒളിപ്പിച്ച് വെച്ചാൽ നോക്കണം. ഇത് വേറൊരെണ്ണം. ടിഷ്യൂല് ഇത്രയും ഡിസൈൻസ്, ഇത്രയും വെറൈറ്റീസ് ഉണ്ട് അല്ലേ? സാമ്പിൾ മാത്രം ഞാൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോ വേണമെന്ന് വെച്ചാൽ ഒരു ടൈം പീരീഡിൽ ചെയ്ത് തരും. പക്ഷെ ഒന്നും മുൻകൂട്ടി പറയണം. വീഡിയോ കണ്ട അപ്പൊ തന്നെ ആദ്യത്തെ പീസ് പിന്നെ പറയാനുണ്ടോ? കളർ നോക്ക്, കളർ നമ്മളെ കേരളത്തിൽ നമ്മൾ മോസ്റ്റ്ലി കാണാത്ത കളർ ഷെയ്ഡ്സാ. സൂപ്പർ. അതെ, എന്റെ ബ്ലൗസ് ഒക്കെ ബ്രൊക്കേഡാ, നല്ല വർക്കായിട്ട് കേട്ടോ. അതൊക്കെ ഇട്ട കല്യാണത്തിനൊക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ കുഷ്മും കുഞ്ചും പറയുന്നത് കേൾക്കണോ അല്ലെ? അപ്പുറത്ത് അവളുടെ സാരി നോക്കിയോ, എവിടെന്നാണാവോ മേടിച്ചേ. അപ്പൊ പറയണോ എവിടെന്നാ? ശുഭരാഗ ടെക്സ്റ്റൈൽസ്. ഇനി അടുത്തത് നമ്മുടെ ബ്രൈറ്റ്സ് വന്ന നോർമൽ ടിഷ്യൂ ചോദിച്ചു വരുന്നവരും എടുത്തു പോണ ഒരു ടൈപ്പ് സാരി. ഈ കളർ എടുക്കാം. എന്റെ ഏറ്റവും മഞ്ഞ വിട്ടാ? മഞ്ഞ വിട്ടാ? മഞ്ഞ എപ്പോഴും വിടില്ല. എന്റെ മമ്മിക്കും എല്ലാം ഇഷ്ടം. അതെ, ഇത് കളറ് നിങ്ങളൊന്നും നോക്കണം, ബിക്കോസ് ഈ കളറ് നോർമലി കാണുന്ന കളറാണോ നിങ്ങളും പറയണം. ഇതാണ് സാരിയുടെ കളറ്, ശരിക്കുള്ള കളർ അതാണ്. കളർ ജരിയുടെ കളർ മാത്രം എത്ര ജരി കളർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. കറക്റ്റ് ആയിട്ടുള്ള ഒരു ആരല്ല ഇതൊക്കെ നോക്കണം. നമ്മള് സാരിയുടെ ഒരു ഭംഗി കാണാം, അതിന്റെ റേറ്റ് കുറവുണ്ടോ കൂടുതലുണ്ടോ അത് നോക്കിയിട്ട് നമ്മൾ. ഇതൊക്കെ വന്നിട്ട് മെറ്റാലിക് ഷെയ്ഡ്സ് എന്ന് പറയും. മെറ്റാലിക്, ബ്ലൂല് മെറ്റാലിക് വരും, പിങ്കില് മെറ്റാലിക് വരും, റെഡില്, ഇതെല്ലാം മെറ്റാലിക് ഷെയ്ഡ്സിൽ വരുന്നതാണ്. ഇത്രയും ജരി കളർ കൂട്ടിയാൽ മാത്രമേ ആ മെറ്റാലിക് ഷെയ്ഡ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് റേറ്റ് കുറവിന്റെ ഉണ്ട്, കൂടുതലിന്റെ ഉണ്ട്. അത് ചോദിച്ചു മേടിച്ചോളൂ. വീണ്ടും പറയണം, ഇത് ചോദിച്ചിട്ട് 5000-ന്റെ ആണോ എന്ന് ചോദിച്ചിരിക്കോ. അപ്പൊ 5000-ന്റെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് പറയുമ്പോൾ 5000 റേഞ്ചിലുള്ള ടിഷ്യൂ ഉണ്ട് കേട്ടോ. അതും ഞാൻ കാണിക്കാം. മമ്മി ആ കോൺട്രാസ്റ്റിന്റെ ടിഷ്യൂ ഒന്ന് കാണിക്കാമോ? റേറ്റ് കുറവിന്റെ ഉണ്ട്. അല്ല, സാമ്പിൾ കാണിക്കാം ഞാൻ. അതെ, സാമ്പിൾ കാണിക്കുന്നുണ്ട്, തെറ്റില്ലല്ലോ. അതെ, ഈ ഗോൾഡ് എനിക്ക് ഇഷ്ടമായി. ഇത് കണ്ടപ്പോ എനിക്ക് നിങ്ങളുടെ മമ്മീനെ ഓർമ്മ വന്നത്. അല്ലേ? അതെ, ആ ഒരു ഫുൾ ഗോൾഡിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സംഭവം. ഈ പ്രായത്തിൽ മമ്മി തിളങ്ങി നിൽക്കാതെ അല്ലേ?
തിളങ്ങി നിൽക്കാൻ പ്രായമൊന്നുമില്ലല്ലോ, ആര് വേണമെങ്കിലും തിളങ്ങാം. ആർക്കുവാണെങ്കിലും എപ്പോ വേണമെങ്കിലും തിളങ്ങി നിൽക്കാം. ഒരു നല്ല സാരി എടുക്കുക, നമ്മൾ നന്നായിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കുക, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസും ഒരു എന്താ പറയാ ആ ഒരു ഇത് വരും. ഇത് ഫുൾ ഗോൾഡ്. മമ്മി കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കോൺട്രാസ്റ്റിലാണ്. എന്റെ മമ്മി എടുത്തിരിക്കുന്നത് ഈ ജ്യോതിക സാരിയുടെ സ്റ്റൈലിൽ വന്ന സാരി. ഇതിന് ഒരു പൊടിക്ക് അതൊക്കെ എത്ര റേഞ്ച് വരും? അത് നമുക്ക് 46 സംതിങ് ആണ്. അപ്പൊ ഇത് ഓൾറെഡി നമ്മള് വീഡിയോയിൽ ഇട്ട് എനിക്ക് സോൾഡ് ഔട്ട് ആയി. അങ്ങനത്തെ കുറെ സാരികൾ സോൾഡ് ഔട്ട് ആയി. പിന്നെ അത് എന്റെ ഒരു സെലിബ്രിറ്റി വെഡിങ്ങിലും കൂടി ഞങ്ങളുടെ സാരി അത് ഉടുത്ത ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ ഇൻസ്റ്റാ പേജ് എന്തായാലും ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് ഇനി ഒരുപാട് സെലിബ്രിറ്റി സാരീസ് നിങ്ങൾ കാണും ശുഭരാഗ ടെക്സ്റ്റൈൽസിന്റെ പേജില് ഇനി കാണാൻ കിടക്കുന്നുള്ളൂ. അതെ. ഓക്കെ. പിന്നെ ഇതില് വൺ ഓഫ് ദ ക്ലാസിയസ്റ്റ് സാരി ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ആ അപ്പുറത്ത് ഓഫ് വൈറ്റ്. ഇത് ഓഫ് വൈറ്റ് അല്ലേ? ഞാൻ അത് നോക്കണം, കളർ തെറ്റിയിട്ടുള്ളത്. ഇതിലൊക്കെ നിങ്ങൾക്ക് പുറത്തു പോയാൽ കറക്റ്റ് ആയിട്ട് കളർ, ജരിയുടെ കളറ് 4 കളർ അങ്ങനെ ഇതായിട്ട് കാണും. ഈ സാരി നിങ്ങൾ ക്രിസ്ത്യൻ ബ്രൈഡോ ക്രിസ്ത്യൻ പാരൻറ്റോ അങ്ങനെ ആണെങ്കിൽ ഈ ഒരു സാരീന് വെട്ടിക്കാൻ ഇനി ഏത് സാരിയും വരില്ല. ബിക്കോസ് ആ പാറ്റേണും അങ്ങനെ തന്നെ, കളറും അങ്ങനെ തന്നെ, ഈ ജരിയുടെ കളർ അങ്ങനെ തന്നെ. ഇത് പുറത്ത് പോയാലും ശരി, നിങ്ങൾ ലൈറ്റിങ്ങിലുണ്ടെങ്കിലും ശരി, ലൈറ്റിംഗ് ഇല്ലെങ്കിലും ശരി, ഈ സാരിയുടെ ഭംഗി ഇതേപോലെ എല്ലാ ഇതിലും ഒരേപോലെ നിൽക്കും. വെയിലായാലും മഴയായാലും ചൂടായാലും തണലായാലും ലൈറ്റ് ഒരേ ഭംഗി കിട്ടണ ഒരു സാരി. ചെക്കാണ് ഉള്ളത്. ചെക്കാണ്, പക്ഷെ ചെക്ക് നിങ്ങൾക്ക് പുറത്തുനിന്ന് എണ്ണത്തിൽ കൂട്ടിക്കോ. എണ്ണത്തിൽ കൂട്ടിക്കോ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ പല്ലു ആൻഡ് ബ്ലൗസ് വരുന്നത് നമുക്ക് ടിഷ്യൂ തന്നെ. ഇതൊക്കെ എനിക്ക് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയോ എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല. ബട്ട് നേരിട്ട് വന്ന് നോക്കിയാൽ ഇതൊക്കെ അത്ര സോഫ്റ്റും അത്ര ആ സോഫ്റ്റ്നെസ് ഉണ്ട്. നമ്മളാ ഫീലിംഗ് പിടിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ. പിങ്കിലല്ലേ? പിങ്ക് ആൻഡ് സിൽവർ. സിൽവറല്ല, ഗോൾഡ് ആണോ? സിൽവർ അല്ലേ? സിൽവറും ഉണ്ട്. ഗോൾഡ് ഉള്ളില് വീവ് ചെയ്തിരിക്കുന്നത് ഗോൾഡ്. ചെറുതായിട്ട് ഗോൾഡും സിൽവറും ഉള്ളില് വീവ് ചെയ്തിരിക്കുന്നത് ഗോൾഡ്. ഓക്കെ. എന്തൊക്കെയാണല്ലേ കണ്ടിലേക്ക് ഗോൾഡ്. ഞാൻ ശരിക്കും ഇങ്ങനെ വിരിച്ച് കാണിച്ചു കൊടുക്കട്ടെ, ഞാനാണോ തെറ്റിയത് ആളാണോ തെറ്റിയത്. എന്തായാലും രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നത്. അതെ അതെ, രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഗോൾഡും സിൽവർ. ഇത് പെൻസിലല്ല, 3D എഫക്റ്റ് കിട്ടും. അതെ അതെ. ഇതില് ഈ സാരിയിലെ മെയിൻ ഹൈലൈറ്റ് അതിന്റെ ബോർഡേഴ്സ് ആണ്. ബോർഡേഴ്സ്. ഓക്കെ. പിന്നെ അതിന്റെ ഗോൾഡിൽ തന്നെ അതിന്റെ ഒരു മുന്താണി, ഹെവി മുന്താണി. ഒരെണ്ണം മതി സാമ്പിളിന്. ഒരെണ്ണം ഒന്നെടുത്ത് കാണിച്ചേ. അതെ. അത് അതിന്ന് പറഞ്ഞ 5000-ന്റെ ഒരെണ്ണം കാണിക്കാന്ന് പറഞ്ഞില്ലേ? അതിന്ന് വൈറ്റ് റെഡ്. നമ്മൾക്ക് റേറ്റ് കുറവിന്റെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് കൊടുക്കാൻ ഒരു 5000-6000 റേഞ്ചിൽ നിങ്ങൾക്ക് ഗിഫ്റ്റിങ്ങിനൊക്കെ പറ്റിയ സാരികൾ ഇതല്ലേ? അല്ലെങ്കിൽ നമുക്കിപ്പോ അത് അങ്ങനെ കുറെ പോണ സാരികളാ. ഇതൊക്കെ അതിനെ പറ്റിയ സാരികൾ. ഇതൊക്കെ 5000-6000 ആ ഒരു റേഞ്ച് അല്ലേ? 4000 തൊട്ടേ സ്റ്റാർട്ടിങ്. ഇതൊക്കെ സ്റ്റാർട്ടിങ്. ഓക്കെ. ടിഷ്യൂല് അല്ലേ? ഇതൊക്കെ സെമിയില്. ഡിസൈൻ നോക്ക്, ഡിസൈനും മാറ്റണ്ട. അപ്പൊ ഇത് പിടിക്കുമ്പോൾ അതിന്റെ ഇതിന്റെയും വ്യത്യാസം റേറ്റ് കൂടുമ്പോ. അപ്പൊ അതാ പറഞ്ഞ ഇതിന്റെ ബോർഡേഴ്സിന്റെ ഡിഫറൻസ് കണ്ടോ? സ്വാന്റെ താമരയില് ഇത് ഈ സ്വാൻ തന്നെയല്ലേ നമ്മൾ നേരത്തെ? അത് വേറെ, ഇത് വേറെ. സ്വാൻ, ഇത് വേറെ സ്വാൻ. രണ്ടും സ്വാൻ. എന്തായാലും അതൊന്നൊരു സംഭവം എനിക്ക് മനസ്സിലായില്ല. അതൊന്ന് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ സാരികളും അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ വിചാരിക്കരുത് നമ്മൾ വലിയ സാരികൾ മാത്രമേ കാണിക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. അങ്ങനത്തെ സാരികളും അവൈലബിൾ ആണ്. ഒക്കെ റേറ്റ് എന്ന് വെച്ചാൽ 4000-5000 തൊട്ട് നമുക്ക് ടിഷ്യൂല് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു 60,000-70,000 വരയ്ക്ക് പോകും. അതെ. ഇത് പിന്നെ ഇത് ഓൾറെഡി എൻ്റെ അടുത്ത് കുറേ പീസസ് സോൾഡ് ഔട്ട് ആയി. ഇപ്പോൾ ഫൈനലുള്ള പീസുകൾ ഞാൻ കാണിക്കും. ഉള്ള പീസുകളാണ് അല്ലേ? കുറച്ച് പീസുകൾ. ഓക്കെ. മൾട്ടി ഷെയ്ഡാണല്ലേ? അത് മൾട്ടി ഷെയ്ഡിൽ. അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് കളക്ഷൻസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാ പേജിൽ ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. വിളിച്ച് ചോദിക്കുന്നേക്കാളും നല്ലത് നേരിട്ട് വന്നാൽ മതി. നമ്മുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ഇട്ട് കാണിച്ച് തരുന്നതായിരിക്കും അല്ലേ? അതല്ലേ? ഇതും നിങ്ങൾ സോഫ്റ്റ്നെസ്സിന് ഒരു ഇതും ഇല്ല കേട്ടോ. എല്ലാം കുഴഞ്ഞു പോകുന്ന ടിഷ്യൂകളാണേ. വില കുറവായതുകൊണ്ട് ഞങ്ങൾ മടമടാന്ന് കൊടുക്കുന്നു വിചാരിക്കരുത്. അതെ. അത് കുറവിന് മടമടാ നിൽക്കണത് ഒരു 300 വരെ 400 വരെ റേഞ്ചിനുള്ള. അത് ഇവിടെ കിട്ടില്ല. അത് പുറത്തേക്ക്
അത് എടുത്ത അത് രണ്ടാമത്തെ ഇതാ നല്ല രസമില്ലേ അത്? അത് കാണാൻ ഒരു ഭംഗിയുണ്ട്. സാരി ഇങ്ങനെ ഇട്ട് വരുമ്പോഴുള്ള ലുക്ക് അല്ലേ, ഓഹ് ഒരു രക്ഷയില്ല. ഞാനിതിൻ്റെ ബോർഡർ കണ്ടിട്ടോ, സൂപ്പറായിട്ട് സിൽവറിൽ തന്നെ ഗോൾഡൻ സിൽവർ നെയ്തിരിക്കുന്നത്, ഗോൾഡില് സിൽവർ വർക്ക്, വർക്കും നന്നായിട്ടുണ്ട്. ജക്കാർഡ് വന്നിരിക്കുന്നത് സിൽവറിൽ. ഓ, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീപ്പ് കാര്യങ്ങൾ പറയാനായിട്ട് ശുഭരക ബെസ്റ്റാ അല്ലെ? എല്ലാം ഒന്നോ രണ്ടോ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ തന്നെ കുറേ ഡിഫറെന്റ് വർക്കുകൾ നമുക്ക് ഡിഫറെന്റ് വർക്ക്സ് ആണ്, ഡിഫറെന്റ് എല്ലാം യുണീക്ക്. ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ വേഗം എത്തിക്കോളിൻ. ക്രിസ്ത്യൻ ബ്രൈഡ്സ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹിന്ദു ബ്രൈഡ്സിനെ പറ്റിയ ഒരുപാട് സാരികൾ ഇതാ. ഇതൊക്കെ യുണീക്കിൽ വെച്ചിട്ട് റെഡിൽ ഇനി കാണിച്ചില്ല എന്ന് വേണ്ട, റെഡ് ഉണ്ട്, എല്ലാം ഷെയ്ഡ് ഉണ്ട്. ഞാൻ ഈ ഷെയ്ഡുകൾ തപ്പണത് ഇവിടെ കുറേ ഷെയ്ഡുകൾ ഉണ്ട്, കുറേ വെറൈറ്റി. ഇത് മെറ്റാലിക് ഷെയ്ഡ്, മെറ്റാലിക്കില് റെഡ്. ഫേസിലൊക്കെ ഇങ്ങനെ വരുമ്പോ ഇതിന്റെ ആ ഒരു ബ്രൈറ്റ്നെസ് തന്നെത്താൻ എടുത്ത് വരും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ സ്റ്റാറുകൾ ഇങ്ങനെ അതന്നെ ആ ഒരു ഫീലിംഗ് ആണ് ഇതിൽ തുറന്നപ്പോ കിട്ടിയത് കേട്ടോ. ഫുൾ സ്റ്റാർ ഇങ്ങനെ ഇരുന്ന് തിളങ്ങില്ലേ, ആ ഒരു സംഭവം കേട്ടോ. എന്തായാലും റേഞ്ചും വലിയ കുഴപ്പമില്ലാത്ത റേഞ്ചാണ്. നമ്മൾ വിചാരിച്ച ഒരു റേഞ്ചിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇനി ഏതാണ്? പിന്നെ ഒരു ഇങ്ങനത്തെ കോഫി ബ്രൗൺ ആണേ, ബ്ലാക്ക് എന്ന് വിചാരിക്കരുത്, കോഫി ബ്രൗൺ ആണേ. ഓ ഇതാ. ഇനി ഗ്രീനിൽ ടിഷ്യൂ വേണോ? ഗ്രീൻ നോർമൽ ഗ്രീൻ അല്ല, ഒരു യൂണിക് ഗ്രീൻ, പച്ചപ്പയർ ഗ്രീൻ വേണോ? അത് ഇതാ ഗ്രീൻ, അതില് കോഫി അല്ലേ? കോഫി. ശരിക്കും ബ്ലാക്ക് ആണ് ഫീൽ ചെയ്തത്, പക്ഷെ ബ്ലാക്ക് അല്ല, കോഫിയാണ്. നൂലിന്റെ കളർ ശരിക്കും കാണുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫീലിംഗ് അറിയുള്ളൂ. അപ്പൊ ഈ ഒരു മോഡൽ, ഈ ഒരു കളർ ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് യൂണിക്ക് തപ്പണവര് പ്ലീസ് കോൺടാക്ട് ചെയ്യുക അല്ലേ? യെസ്. പക്ഷെ ഇത് വെറുതെ പറയണതല്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പട്ടുസാരിയിൽ അന്വേഷിക്കുമ്പോൾ നമ്മൾ പട്ടുസാരി മാത്രമായിട്ടുള്ള ഒരു ഫീലിംഗിൽ ഇങ്ങനെ ശുഭരാകാന്ന് മാത്രം ഓർമ്മ മൈൻഡിൽ വരണം. മറ്റുള്ള സ്ഥലത്ത് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടായിരിക്കും. ഇത് അതേപോലെ പേസ്റ്റ് എല്ലാം വരുന്ന ഒരു ടൈപ്പ്, പേസ്റ്റൽ ഗ്രീനില് അതില് പിങ്ക് വരണത്. പിന്നെ ഇതാ ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ കാണിച്ചു? അല്ല, ഇതുവരെ ഇതിന്റെ പാക്കിങ് ഇതൊക്കെ വ്യത്യാസം, കുറച്ച് മടക്ക് മാത്രം. ഇത് മീനാക്കറി വർക്കില്, മീനാക്കരി വർക്ക്. മീനാക്കരി വർക്കില് ഈ വർക്കിനൊക്കെ മീനാക്കരി വർക്ക് തന്നെയല്ലേ? അതെ. ഓ, ഫുൾ ഗോൾഡില് അല്ലേ? ഗോൾഡില് വയലറ്റ്, വയലറ്റിന് പകരം നടക്കുന്ന കളർ. ഈ ഗോൾഡില് തന്നെ വയലറ്റിന് പകരം ഇങ്ങനെ കളേഴ്സ് മാറിക്കൊണ്ട്. അതെ, ഗോൾഡില് റെഡ്, ഗോൾഡില് ഗ്രീന്, അങ്ങനെ കളേഴ്സ് മാറി മാറി വരും. പിങ്ക്. ഇതില് എന്തൊക്കെ കുറേ നല്ല നല്ല വർക്കുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നേരിട്ട് വരൂ ചേച്ചിമാരെ. എല്ലാം നമ്മൾ ഇതാക്കി പോകുന്തോറും നിങ്ങൾക്ക് വീഡിയോ ലെങ്ത് ആയിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ നെക്സ്റ്റ് ഇനി അടുത്ത വീഡിയോ വരുന്നുണ്ട് കേട്ടോ, അതും നോക്കാൻ മറക്കരുത്. ബിക്കോസ് അതിൽ ഞാൻ കാണിക്കാൻ പോണത് ചന്തേരി പ്യുർ അതെല്ലാം ഞാൻ കാണിക്കാൻ പോണത് ഹെവി തന്നെ. അതിൻ്റെ ലോ ബഡ്ജറ്റിൽ വേണം പറഞ്ഞാൽ കമൻസിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് ഇപ്പം തന്നെ ഒരു ഗ്ലാൻസ് പറയാം. ചന്തേരി നെറ്റ് കോട്ട, പ്യുർ നെറ്റ് കോട്ട, ആൻഡ് നമുക്ക് ഷിഫോൺ, സാറ്റിൻ സിൽക്കിൽ പുതിയ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്, അത് കാണിക്കാൻ പോകുന്നുണ്ട്. എന്തോരം എക്സൈറ്റ്മെന്റ് ഇനി പേരെ മറന്നുപോയി, അത്ര കളക്ഷൻസ് കാണിക്കാം. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയുടെ എൻഡ് ചെയ്യാം, ബാക്കിയുള്ളത് കാണാതെ. ഇനി ഒരുപാട് സാരികളുണ്ട്, ഇത്രയും സാരികൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ സോ നെക്സ്റ്റ് വീഡിയോ മറക്കാതെ കാണുക. ഓക്കെ, താങ്ക് യു. ലൊക്കേഷൻ കൂടി പറയാം. കുത്താമ്പള്ളി ശുഭരാഗ ടെക്സ്റ്റൈൽസ് ആണ്. കുത്താമ്പള്ളിയാണ്, കുത്താമ്പള്ളി എന്ന് പറഞ്ഞ പേരല്ല. കുത്താമ്പള്ളി ഉള്ളിലേക്ക് വരണം ഫ്രം തിരുവില്ലാമല. നിങ്ങൾ എവിടെ നിന്ന് വരികയാണെങ്കിലും തിരുവില്ലാമല യു ഹാവ് ടു റീച്ച് ഫസ്റ്റ്. തിരുവില്ലാമല നിന്ന് 5 കിലോമീറ്റർ. ഞാൻ പറയുന്ന സ്പീഡ് ആണെങ്കിൽ ഒന്ന് സ്ലോ ആക്കി നോക്കിക്കോളും. അപ്പോൾ തിരുവില്ലാമല നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. കുത്താമ്പള്ളിയിൽ വന്ന ശേഷം സർക്കാർ കിണർ സ്റ്റോപ്പ്, നിങ്ങൾ ഏത് ബസ്സിൽ കയറിയാലും ഒരു ബ്രെയിൻ വാഷ് ഒക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ പറയണം ഞാൻ കിണർ സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന്. ഓട്ടോക്കാരൻ ചേട്ടന്മാരാണെങ്കിലും നിങ്ങൾ വന്ന് പറയണം സർക്കാർ കിണറിൻ്റെ അവിടെ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മുടെ ഒരു സ്റ്റെപ്പ് ഉള്ളിലേക്ക് വരിക. ഇവിടെ ഒരു 4-5 കാർസ് പാർക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ട്. പിന്നെ ബാക്കി കാർ നമ്മൾ പിന്നിൽ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്യാൻ ഞാൻ ലൊക്കേഷൻ അയക്കുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് അസ്. ആൻഡ് താങ്ക് യു. ഫോട്ടോസ് ഈ സാരി എത്ര രൂപ അങ്ങനെ ചോദിക്കരുത്, ഞാൻ കുറേ സാരികൾ കാണിച്ചിട്ടുണ്ടെന്ന്. സോ പ്ലീസ് ഡു ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് സെൻഡ് ടു വാട്സപ്പ് നമ്പർ. ഈ സാരി എത്ര, ആ സാരി എത്ര, നോ ഓൺലി സ്ക്രീൻഷോട്ട്സ്.
താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ബൈ ബൈ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ.